താഴെ വന്നിരിക്കുന്ന ഇപ്പൊ 10-30 പേരുണ്ട്. എല്ലാവരും ഒന്ന് റൂം ഒന്ന് ഷെയർ ചെയ്യും. പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്കവിടെ സംസാരിക്കാനുണ്ട്. കാരണം ഒരു പണ്ഡിതനുണ്ട്. എന്താ ആ പണ്ഡിതൻ ഇസ്ലാമിക റിവ്യൂ പോയിരുന്നിട്ട് ഇസ്ലാമിനെ എങ്ങനെ വെളുപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വെളുപ്പിക്കുന്ന ഒരു പണ്ഡിതൻ. ഇസ്ലാമിനെ കുറിച്ച് ചുക്കേതാ ചുണ്ണാമ്പ് ഏതാന്ന് അറിയാൻ പാടില്ലാതെ ഇസ്ലാമിക വിഷയത്തിൽ PhD എടുത്തോണ്ടിരിക്കുകയാണ്. PhD എടുത്തിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. എന്നിട്ട് ക്രിസംഗികൾ എന്ന ഒരു നാമം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കിട്ട് നമ്മളെല്ലാം ഇസ്ലാമോഫോബിയ പരത്തുന്നു എന്നുള്ള ഒരു വലിയ നുണയം പറഞ്ഞ് ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്ന, ക്രിസ്ത്യൻ നാമധാരിയായ, ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന ദശാംശം കൊണ്ട് ജീവിച്ച പാരമ്പര്യമുള്ള സഭയിലെ അംഗങ്ങൾ കൊടുത്ത ദശാംശം ഒക്കെ വാങ്ങി ബൈബിൾ കോളേജിൽ പോവുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു പാരമ്പര്യമുള്ള ഒരു വ്യക്തി ഇപ്പുറത്ത് മാറിയിരുന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ വാ തുറന്ന് സംസാരിക്കുന്ന അലൻ ജോസഫ്. ഇദ്ദേഹം പറഞ്ഞു വരുന്ന നുണ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം പറയുന്ന നുണയാണെന്ന്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്കറിയാലോ. അതായത് പുള്ളി എന്താ പറയുന്നതിനെ കുറിച്ച് പുള്ളിക്ക് പോലും അറിയത്തില്ല. ഏതോ കുറെ കാര്യങ്ങൾ, കുറെ പണ്ഡിതന്മാരുടെ പേര് പറയും. ഇന്ന ആള് സ്കോളറാണ്, അന്ന ആള് സ്കോളറാണ്, വലിയ ആളാണ്, സംഭവം ഭയങ്കര സംഭവമാണ്, വലിയ ആളാണ്, എന്നിട്ട് കുറെ പേരിങ്ങ് പറയും. ആ പേര് ഇങ്ങ് പറഞ്ഞിട്ട് ആ പേരുകാർ എന്തോ സംഭവമാണെന്നും അവരൊക്കെ വലിയ എന്തോ ഇസ്ലാമിനെ ഇങ്ങനെ ഉയർന്ന രീതിയിൽ അവതരിപ്പിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞു വെച്ച് ഇസ്ലാമിക റൂമിൽ പോയിരുന്നിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ പ്രീതി നേടിയിട്ട് എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന അലൻ ജോസഫ്, റജി ഉത്തരാഖണ്ഡ്, ജിഹാദി ലോറൻസ്. ഇതിനകത്തിപ്പോ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ എന്ന് പറയാൻ പറ്റില്ല, ഇസ്ലാമിക വിശ്വാസികളുടെ പൊന്നോമന പുത്രനായ അലൻ ജോസഫ് എന്ന് പറയുന്ന അലൻ യൂസുഫ് കണ്ട അമീർക്ക. അദ്ദേഹത്തിന്റെ അമേരിക്കയുടെ കണ്ടുപിടുത്തത്തെ കുറിച്ചൊക്കെ വിചിത്രമായ കുറെ പഠനങ്ങളുണ്ട്. നമ്മൾ ആ വിഷയമാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. നിങ്ങൾ എല്ലാവരും ഈ റൂം ഒന്ന് ഷെയർ ചെയ്യുക. അവര് പറയാ, ഇദ്ദേഹം പറഞ്ഞ ആ വോയിസിന്റെ ലിങ്ക് ഞാൻ മുകളിൽ നിന്ന് പിൻ ചെയ്യും. അതിൽ 1 മണിക്കൂറും 20 മിനിറ്റിനും ശേഷമുള്ള 1 മണിക്കൂറും 13 മിനിറ്റിനും ശേഷമുള്ള ചർച്ചയിൽ ഇദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കാം. ഒറ്റ മിനിറ്റ്, ഞാൻ ആ ലിങ്ക് ഒന്ന് മുകളില് ലിങ്ക് ഒന്ന് ഇട്ടുതരാം. റൂമിലിട്ട ഓഡിയോ ആണോ? അതെ. അതല്ല അത് കുറച്ചല്ലേ ഉള്ളൂ ബ്രദറെ, നസറൻ ബ്രദറെ, കുറച്ചേ ഉള്ളൂ. നമുക്ക് അതിന്റെ ലിങ്ക് ഇടും. ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോയിട്ട് എന്റെ റീപ്ലേ റൂം ഇടേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്തോ അല്ല, ഇതാണ് ഈ റൂം. ഇപ്പൊ ഞാൻ ഇവിടെ മുകളില് പിന്നെ ചെയ്തിരിക്കുന്ന ആ റൂം, അമേരിക്കയിൽ ഇസ്ലാമിന്റെ കുതിപ്പും ക്രിസ്ത്യാനികളുടെ കലിപ്പും. ഇപ്പൊ ഈ റൂം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർത്ത് അമേരിക്കൻ വോയിസ് എന്ന് പറയുന്ന ഒരു റൂം കുറച്ച് ദിവസമായിട്ട് സജീവമാണ്. നമ്മളിവിടെ ഈ കേരളത്തിലുള്ളവർ ഉറങ്ങുമ്പോൾ അമേരിക്കയിലുള്ളവർ അർദ്ധരാത്രിയിൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം 16 മണിക്കൂറൊക്കെ റൂം ഓടിയതാ. അപ്പൊ ഇത് കണ്ടിട്ട് ആകെ ഇരിക്കപ്രതി ഇല്ലാത്തതുകൊണ്ട് ഈ ജിഹാദികളിലൂടെ കൂടിയിട്ട് ജിഹാദി സപ്പോർട്ടറായ അലൻ ജോസഫിനെ വിളിച്ചു വരുത്തി, പണ്ഡിതനാണല്ലോ, മഹാപണ്ഡിതനാണല്ലോ, പണ്ഡിതനായ അലൻ ജോസഫ് എന്ന് പറയുന്ന അലൻ യൂസഫിനെ വിളിച്ചു വരുത്തി ഇസ്ലാമിനെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ചർച്ചയുടെ ലിങ്കാണ്. അവർ ചിലപ്പം ഈ പ്രോഗ്രാം നമ്മളിവിടെയൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് അതിന്റെ റീപ്ലേ ഒക്കെ ഓഫാക്കി കളയാൻ സാധ്യതയുണ്ട്. അതിൽ 1 മണിക്കൂറും 13 മിനിറ്റിന് ശേഷം ഒരു അരമണിക്കൂർ നേരം ഈ അലൻ യൂസഫ് സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിയും. നിങ്ങളതൊക്കെ റെക്കോർഡ് ചെയ്യുക. നിങ്ങളത് റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഈ ക്രിസ്ത്യൻ റൂമുകളിൽ, ക്രിസ്ത്യൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇദ്ദേഹം പറഞ്ഞ വോയിസ് കേൾപ്പിക്കുക. ഇദ്ദേഹം ആരാണെന്ന് പബ്ലിക് മനസ്സിലാക്കട്ടെ, എല്ലാവരും മനസ്സിലാക്കട്ടെ. അദ്ദേഹം അവിടെ വന്നിട്ട് എല്ലാ ക്രിസ്ത്യാനികളെയും ആക്ഷേപിക്കുകയും ഇസ്ലാം വലിയ സംഭവമാണെന്നും ഇസ്ലാമിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ, റൂം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അദ്ദേഹം പറഞ്ഞ കുറച്ച് വോയിസുകൾ ഞാനൊന്ന് കേൾപ്പിക്കാം. നസ്രൻ ബദൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല.
നസ്രീൻ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒന്ന് പ്രാർത്ഥിച്ചോളോ. നസ്രീൻ ഒന്ന് പ്രാർത്ഥിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കാമല്ലോ? കേൾക്കാം ബ്രദർ, ഓക്കെ കേൾക്കാം. ഓക്കെ. സർവ്വസ്വനായ ഞങ്ങളുടെ നിത്യപിതാവേ, കർത്താവേ, നിന്റെ പദവിടത്തിലേക്ക് ഞങ്ങൾ വരുന്നു. കർത്താവേ, ഈ വൈകിയ വേളയിലും ഈ രാവിലെ സമയങ്ങളിൽ കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നിന്റെ മക്കൾ കർത്താവെ, ഭോഷ്കിനെ അല്ലെങ്കിൽ കർത്താവെ കളവിനെ തുറന്നു കാണിക്കുവാനും നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ മറ്റുള്ളവരിലേക്ക് സത്യങ്ങളെ അറിയിക്കുവാനുള്ള കൃപ കർത്താവെ നിന്റെ ദാസന്മാർക്ക് കൊടുക്കുമാറാണമേ. അതുപോലെ തന്നെ സംസാരിക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ കർത്താവെ ഇനിയും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓരോ നിൻ്റെ ദാസന്മാരെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. നിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഇരിക്കുമാറാണമേ കർത്താവെ. സത്യം ആൾക്കാർ തിരിച്ചറിയുവാനും യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തിലേക്ക് കർത്താവെ വരുവാനുമുള്ള കൃപ നീ അവർക്ക് കൊടുക്കുമാറാണമേ. ക്രൂശിലൂടെയുള്ള രക്ഷ നീ അവർക്ക് കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേട്ട് ഉത്തരമാരണമേ പിതാവേ. ആമേൻ. 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 ഞാൻ കുറച്ച് വോയിസുകൾ കേൾപ്പിക്കാം. അജീഷ് ബ്രദറെ കേൾപ്പിക്കട്ടെ? കേൾപ്പിച്ചു. ഓക്കെ. ഒറ്റ മിനിറ്റ്. ഞാനെന്നറിയോ, ഇതിന്റെ എനിക്ക് ഫോണിനകത്ത് ചില പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ, കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കട്ടായി പോവാണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം കേൾപ്പിക്കാം. നന്ദി. പക്ഷെ അതിനകത്തിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, ഈ ഇവരിൽ പലരും ഒക്കെ ഒരുപക്ഷെ നോർത്ത് അമേരിക്കയിലെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരും സിറ്റിസൺഷിപ്പും ഉള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താണ് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ കേരളത്തിലെ പെന്തിക്കോസ്ത് ക്രിസ്ത്യാനികൾ ഇവാഞ്ചലിക്കൽ സമൂഹങ്ങളിലുള്ളവരെല്ലാം ഈ പല സ്ഥലങ്ങളിലും ഉണ്ട്, അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഈ സദേൺ സ്റ്റേറ്റുകളിലൊക്കെ, ബൈബിൾ ബെൽറ്റുകൾ എന്ന് പറയുന്ന ഈ സദേൺ സ്റ്റേറ്റുകളിലൊക്കെയാണ് കൂടുതലും ഉള്ളത്. അപ്പൊ സദേൺ സ്റ്റേറ്റിൽ നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഹ്യൂസ്റ്റണിലും ടെക്സസിലും ഒന്നും മുസ്ലിങ്ങൾ കുറവല്ലെന്ന് മാത്രമല്ല, ഹ്യൂസ്റ്റണിലെ എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അവിടുത്തെ ഹ്യൂസ്റ്റൺ വലിയൊരു സിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭക്ഷണ സമ്പ്രദായ രീതി മാറുന്നതിന് വലിയ സന്തോഷത്തോടെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിലൊക്കെ ഒരു പ്രത്യേകത അറിയാലോ. ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോഴത്തേക്ക് നബിയിൽ നിന്നും വെളിയിലുള്ളവർക്കും ഇപ്പം ഖത്തറിലുള്ള അല്ല മറ്റു സ്ഥലങ്ങളിലുള്ളവർക്കും ഒക്കെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പോലും മനസ്സിലാവും. അപ്പം ഈ ഭയങ്കരമായിട്ടുള്ള ഒരു മൾട്ടി കൾച്ചറൽ ക്യൂസീനും ഭക്ഷണ സമ്പ്രദായങ്ങളും, അതായത് ടർക്കിഷ് ഫുഡ് കിട്ടുക, ലബനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടാകുക, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാകുക, ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടാകുക, മിഡിൽ ഈസ്റ്റേൺ പെറൂവിയൻ റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള എല്ലാ തരമുള്ള, അപ്പം ഇങ്ങനെ ഈ ഹ്യൂസ്റ്റണൊക്കെ തന്നെ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂസ്റ്റണിൽ ഒരു വലിയൊരു മുസ്ലിം പോപ്പുലേഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, യാഥാർത്ഥ്യമായിട്ടൊട്ടും പൊരുത്തമില്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവര് സാഹിബന്മാരെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ കോമഡി ആയിട്ടാണ്. കാരണം ഒട്ടും ഒരു സാമൂഹിക വിസിബിലിറ്റി ഇല്ലാത്ത ഒരു കൂട്ടരാണ്, പ്രത്യേകിച്ച് മലയാളി പെന്തിക്കോസ്തരായിട്ടുള്ള. വളരെ അവരുടെ ആ ഒരു ജീവിത രീതി, അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഇവര് പള്ളി, വീട് അല്ലെങ്കിൽ ജോലി ഒതുങ്ങി നീക്കുന്ന അവരുടെ കാര്യങ്ങൾ, പിള്ളേരെയൊക്കെ വളർത്തുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള ഇവാഞ്ചലിക്കൽ ബ്രദറൻ, പെന്തിക്കോസ്റ്റ്, മർത്തോമ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സമൂഹത്തിലുള്ളവരൊക്കെ ഒരു കുഴപ്പക്കാരൊന്നുമല്ല, നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്, നന്നായിട്ട് സേവ് ചെയ്യുന്നവരാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് പറ്റുമെങ്കിൽ അമേരിക്ക പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കരീബിയനില് ആണ് മെഡിസിൻ വിടുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ചൈനയിലേക്കും ജോർജിയയിലേക്കും ഉക്രൈനിലേക്കും ഒക്കെ കൊണ്ട് പഠിക്കാൻ വിടുന്നത് പോലെ അവിടെ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്നതിന്, ഒന്നിൽ നല്ല ടോപ്പ് സ്കൂളിൽ പഠിക്കുന്നതിന് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കരീബിയനിൽ പോയി വിട്ടിട്ട് ഇവിടെ വന്ന് USMLE ഒക്കെ എഴുതിയിട്ട് ഡോക്ടർമാരാകുക എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് ഇന്ത്യൻ ഫാമിലികളിലും പ്രത്യേകിച്ച് പാകിസ്ഥാനികളുടെ ഇടയിലും ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, അമേരിക്കയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് അതായത് ഈ കേരളത്തിൽ നിന്നൊക്കെ ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഒരാൾ പോകും, ഒരു ക്രിസ്ത്യാനി അമേരിക്കയിലേക്ക് താമസിക്കാനായിട്ട് കുടിയേറി ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം കണ്ടുപരിചയിച്ചിട്ടുള്ളത് മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രമാണ് പരിചയിച്ചിട്ടുള്ളത്. ഇനി അഥവാ ഗൾഫ് പരിചയം ഉണ്ടെങ്കിൽ പോലും അവിടെയും ഒരു മിഡിൽ ഈസ്റ്റേൺ മുസ്ലിം സമൂഹത്തെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അമേരിക്കയിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം, ഇതൊരു കോസ്മോപൊളിറ്റൻ സമൂഹം ആയതുകൊണ്ട് തന്നെ ഈ പല അദ്ദേഹം പറഞ്ഞതിന്റെ മലയാളി ക്രിസ്ത്യാനികളെ കുറിച്ച് എന്തോ സ്റ്റഡി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്ത് സ്റ്റഡിയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് ഫുള്ള് എനിക്ക് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അടുത്ത വോയിസ് കേൾപ്പിക്കാം. നമ്മുടെ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ്, അത് കഴിഞ്ഞാണ് ഈ ലാർജർ.
കേൾക്കുന്നില്ല ജിമിച്ച, കേൾക്കുന്നില്ല. ഇത് ഭയങ്കര അത്യാവശ്യമുള്ള പോർഷന്. അതിന്റെ ഒരു ഇപ്പോഴും ഉണ്ട്. ഒന്നുകൂടെ കേൾപ്പിച്ച ആ അവരുടെ പാട്ട്, മനസ്സിൽ പലരുടെയും ട്രാൻസ്അറ്റ്ലാന്റിക് മനസ്സിലുണ്ട്. സ്ലേവ്. എങ്കിലും ആ സ്റ്റേറ്റുകളിൽ തന്നെ ജിമിച്ച അത് റിപ്പീറ്റ് ശക്തമായിട്ടുള്ള ചെയ്യേ, ഒരുപാട് ചർച്ച. ആ എന്താണെന്ന് പോർഷൻ അത് അത് റിപ്പീറ്റ് ചെയ്യേ. കേട്ടില്ല, അത് ഇടയ്ക്ക് കട്ടായി പോയി. അത് അത് ക- അത് കട്ടായിപ്പോയി. ഞാനത് അതൊന്നുകൂടെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് എന്തറിയോ, ഈ വേറൊരു ഫോൺ എടുത്തിട്ട് ഞാൻ കേൾപ്പിച്ചാൽ മതിയോ? മൊത്തം ഒരുമിച്ച് കേൾപ്പിച്ചാൽ മതിയോ? അതായിരിക്കും അല്ല, നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പ്ലേ ചെയ്യാൻ നോക്കാം. മതി 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 ഒരു പ്ലേ മിനിറ്റ് ചെയ്യും. നിൽക്ക്. ആ ഇല്ല ഇതിപ്പോ പുള്ളി വെട്ടിയോ അതിന്റെ പുള്ളി അമേരിക്ക പുള്ളി വെട്ടിയോ അമേരിക്ക പുള്ളി വെട്ടിയോ പുള്ളി ഒരു ആ, ഒരു മണിക്കൂറും 13 മിനിറ്റിന് ശേഷം കൃത്യമായിട്ട് കിട്ടും. ഞാൻ അതെടുക്കുന്ന സമയം വരെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കേൾപ്പിക്കാം. അമേരിക്ക അല്ല പുള്ളി കണ്ടുപിടിച്ച വെട്ടി ആരാന്ന് ഇപ്പൊ പറയുന്നത്? എത്രയും അമേരിക്ക വലിയ പുള്ളി കണ്ടുപിടിച്ച വെട്ടിയോ? ജയ്സുബദറെ അമേരിക്ക ഞാനറിഞ്ഞ കണ്ടുപിടിച്ച ഒരു ആരാന്ന്? കൈ കത്തിയും മറു കൈയിൽ ഖുറാനുമായിട്ടാ കോടാലി നിൽക്കുന്നത്. കോടാലി കോടാലി ഒരു കൈയിൽ കോടാലി കോടാലി കോടാലിയും മറു കൈയിൽ അല്ല, ഖുറാനുമായിട്ടാ ജയ്ശ്വർ നിൽക്കുന്നത് ഈ ഞാൻ അക്കരെ അറിഞ്ഞത്. അക്കരെ അത് സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുന്ന അമീർക്ക അമീർക്ക അങ്ങനെയാണെന്ന് പറയുന്നത്. ഇത് എങ്ങനെയൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നത് അലൽ യൂസഫേ സീക്കിംഗ് ഹൂറീസ് 72 ഹൂറീസ് ഫൈൻഡിങ് കോടാലി. കോടാലി അത് നമ്മുടെ ഒരു യൂസഫ് രീതി എന്ന് പറഞ്ഞാൽ അല്ലേ ഇദ്ദേഹത്തിന് കുറച്ച് സീക്കിംഗ്. ശാസ്ത്രം അറിയായിരുന്നു. കൊളംബസിന് പടിഞ്ഞാറ് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം, കിഴക്ക് ചെല്ലണമെങ്കിൽ പടിഞ്ഞാറോട്ട് നേരെ യാത്ര ചെയ്താൽ മതി. അപ്പൊ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവസാനം കിഴക്ക് വരും എന്ന് കരുതി ഇദ്ദേഹം പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. അതായത് ഈ ഭൂമിയുടെ ദൈർഘ്യം അദ്ദേഹം ചെറിയൊരു ഭൂമിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയത് ആദ്യം അമേരിക്കയിലായിരുന്നില്ല. ഇത് അമേരിക്കയിൽ ഇത്രയും ഞാൻ പറഞ്ഞു ബോറടി. നസ്രേനെ ഫുള്ള് കിട്ടിയോ അതോ ഞാൻ ഫുള്ള് വെക്കണോ? ഞാൻ ഇത് ചെയ്യണോ നസ്രേൻ ബദ്രെ? കേട്ടിട്ടുണ്ട്. എന്നാ അത് മുതൽ വെക്കാം. ഞാനിത് കട്ട് ചെയ്താ വെച്ചിരിക്കുന്നത്. അത് റെഗുലറായി കേൾക്കാൻ പറ്റും. 1:20 തൊട്ട് ഇടയ്ക്ക് പ്ലേ ചെയ്താൽ പോരെ? 1:20 തൊട്ട് പ്ലേ ചെയ്താൽ വേണ്ട പോരെ? 13 എന്നാ മതി. മേളത്തെ ഈ ലിങ്ക് എടുത്ത് മാറ്റ്. അത് മാറ്റാം ഇപ്പൊ മാറ്റാം. മാറ്റി. സംഭവം പറയുന്ന അമേരിക്ക വെസ്പൂച്ചി അല്ല, അമേരിക്ക അമേരിക്കയുടെ വെസ്പൂച്ചി. അതെ. ഓക്കെ, ഞാൻ പ്ലേ ചെയ്യാമേ. ചെയ്തോ. ചെയ്യുന്നില്ല. അത്യാവശ്യം മലയാളി പ്രൊഫസറായിട്ടുള്ള അവരുടെ ആ ഒരു ജീവിത രീതി, അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇവര് പള്ളി, വീട് അല്ലെങ്കിൽ ജോലി ഒതുങ്ങി നീക്കുന്ന അവരുടെ കാര്യങ്ങൾ, പിള്ളേരെയൊക്കെ വളർത്തുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള ഇവാഞ്ചലിക്കൽ ബ്രദർ ആൻഡ് പെന്റിക്കോസ്റ്റ്, മർത്തോമ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സമൂഹത്തിലുള്ളവരൊക്കെ അവര് കുഴപ്പക്കാരൊന്നുമല്ല. നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്, നന്നായിട്ട് സേവ് ചെയ്യുന്നവരാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് പറ്റുമെങ്കിൽ അമേരിക്ക പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കരീബിയനിൽ ആണ് മെഡിസിൻ വിടുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ചൈനയിലേക്കും ജോർജിയയിലേക്കും ഉക്രൈനിലേക്കും ഒക്കെ കൊണ്ട് പഠിക്കാൻ വിടുന്നത് പോലെ അവിടെ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്നതിന് ഒന്നിൽ നല്ല ടോപ്പ് സ്കൂളിൽ പഠിക്കുന്നതിന് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കരീബിയനിൽ പോയി വിട്ടിട്ട് ഇവിടെ വന്ന് USMLE ഒക്കെ എഴുതിയിട്ട് ഡോക്ടർമാരാകുക എന്നൊക്കെ പറയുന്ന ഒരു പുള്ളി ഒരു താങ്ങിയ കേട്ടായിരുന്നോ നിങ്ങള്? ക്രിസ്ത്യാനികളായിട്ടുള്ളവര്, കേരളത്തിലുള്ളവർക്ക് എന്തുവാ അമേരിക്കയിലൊന്നും പഠിക്കാൻ വിടാനുള്ള അതില്ലെന്ന്. ഇവൻ എവിടെയാ ഈ താമസിക്കുന്നേ? ഇവൻ ഏത് ലോകത്താ ഇവൻ താമസിക്കുന്നത്? എത്രയോ ക്രിസ്തീയ പിള്ളേർ ഇപ്പൊ എനിക്കറിയാവുന്ന തന്നെ, എൻ്റെ കസിൻസ് എത്രയോ പേര് നല്ല ഒന്നാന്തരം നല്ല മാർക്ക് മേടിച്ച് അവര് ഇവിടെ എക്സാം ഒക്കെ എഴുതി അമേരിക്കയിൽ വന്നിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ന്യൂയോർക്കിൽ വന്ന് പഠിക്കുന്നുണ്ട്. ഏത് ലോകത്താ ഇവൻ താമസിക്കുന്നത്? നസ്രേനെ കേൾപ്പിക്കുക. അതായത് ക്രിസ്ത്യാനികൾക്കിടയിലെ റേസിസം ഒക്കെ ഇവൻ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ അതെ, ഇവൻ ഭയങ്കര വർഗീയത. ഇവൻ പറയുന്നത് ക്രിസ്ത്യാനികൾ ഒരു ആപ്പിനും കൂപ്പിനും കൊള്ളാത്തവന്മാരാണ്, ബാക്കി ഇസ്ലാമിസ്റ്റുകളാണ് അവര് ഭയങ്കര പറയണത്. സംഭവം. ഇവൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യാനികൾ റേസിസം ഉള്ളവരാണ്, ക്രിസ്ത്യാനികൾ ഇസ്ലാമോഫോബിയ പരത്തുന്നവരാണ്, ഈ ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരും നല്ലവരും മുസ്ലിംസ് ആണ്, മുഹമ്മദ് നന്മയുടെ പ്രവാചകനാണ്. ഇവൻ ഇതിന്റെ അവസാനം ക്രിസ്ത്യാനികൾ എന്താ ഇപ്പൊ പറഞ്ഞ മുഹമ്മദ് നന്മയുടെ പ്രവാചകൻ. മുഹമ്മദ് നന്മയുടെ പ്രവാചകനാണ് ഒന്ന്. അടുത്തത് അത് ഈ റൂമിലല്ല, വേറെ റൂമിൽ പറഞ്ഞ അപ്പം പോലും അറിയാതെ അബ്ദുള്ള മരിച്ചിട്ട് 4 വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ജനിച്ച നന്മയുടെ പ്രവാചകൻ. പ്ലേ ചെയ്യാം. വേഗം കേൾപ്പിക്കുക. അത് കേൾപ്പിച്ച് 10-30 മിനിറ്റേ ഉള്ളൂ. ഫാമിലികളിലും പ്രത്യേകിച്ച് പാകിസ്ഥാനികളുടെ ഇടയിലും ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് അതായത് ഈ
ഈ പിന്നെ കേരളത്തിൽ നിന്നൊക്കെ ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഒരാൾ പോകും, പിന്നെ ഒരു ക്രിസ്ത്യാനി അമേരിക്കയിലേക്ക് താമസിക്കാനായിട്ട് കുടിയേറി ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം കണ്ടു പരിചയിച്ചിട്ടുള്ളത് മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രമാണ് പരിചയിച്ചിട്ടുള്ളത്. ഇനി അഥവാ ഗൾഫ് പരിചയം ഉണ്ടെങ്കിൽ പോലും അവിടെയും ഒരു മിഡിൽ ഈസ്റ്റേൺ പിന്നെ മുസ്ലിം സമൂഹത്തെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അമേരിക്കയിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കുള്ളൊരു കാര്യം, ഇതൊരു കോസ്മോപൊളിറ്റൻ സമൂഹം ആയതുകൊണ്ട് തന്നെ ഈ പല വിഭാഗങ്ങളിൽ നിന്നുള്ള പല സ്ഥലങ്ങളിലുള്ള എത്യോപ്യൻ മുസ്ലിങ്ങൾ ഉണ്ടാകാറുണ്ട്, ആഫ്രിക്കൻ മുസ്ലിങ്ങൾ ഉണ്ടാകാറുണ്ട്, അമേരിക്കൻ തന്നെയുള്ള മുസ്ലിങ്ങൾ ഉണ്ടാകാറുണ്ട്. നേഷൻ ഓഫ് ഇസ്ലാമിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ഇൻഡിജിനസ് ബ്ലാക്ക് പിന്നെ നേഷൻ ഓഫ് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുണ്ട്. അവയിൽ തന്നെ പല ഗ്രേഡുകളുള്ളവരുണ്ട്. യൂറോപ്യന്റെ ഭാഗത്തുനിന്നുള്ള പിന്നെ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഇറാനിയൻസ് ഉണ്ട്, സൗദീസ് ഉണ്ട്, പിന്നെ ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു വലിയൊരു സമൂഹം സത്യത്തിൽ അമേരിക്കയിൽ വിസിബിലിറ്റിയിൽ, അമേരിക്കയുടെ പൊതു പിന്നെ പബ്ലിക് സ്പേസിൽ ഭയങ്കരമായിട്ടുള്ള വിസിബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അത് ചേട്ടാ, നിങ്ങൾ ഭയങ്കര വിസിബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് അതും അമേരിക്കയിൽ. ഇവന് എന്തുവാ ജുമ്മാ 4 ദിവസമായില്ലേ ഇവൻ അമേരിക്കയിൽ എത്തിയിട്ട്, എന്നിട്ട് ഇവൻ പറയുക ഭയങ്കര വിസിബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, നസ്രീം ബ്രദറെ, നസ്രീം നസ്രീം ബ്രദറെ ബ്രദറെ, ഇതിനകത്ത് ഇപ്പൊ തരാം ഡോൺ ബ്രദർ, ഇപ്പൊ തരാം. അതായത് ഇവൻ PhD എടുക്കാൻ പോകുന്നത് തന്നെ ഇവൻ എവിടുന്ന അതിന് ഫണ്ട് എന്നറിയാവോ? ഇവന് ഇപ്പൊ ഫണ്ട് എവിടുന്നാണ്? ഇവന്റെ ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ളവർ പാസ്റ്റേഴ്സ് ആണ്. അവർക്ക് ചർച്ചിലുള്ള സഹോദരങ്ങൾ കൊടുക്കുന്ന ദശാംശമാണ് ഇവന്റെ PhDക്കുള്ള ഫണ്ട്. ആ ഫണ്ട് എടുത്തിട്ട് ഇവൻ PhD എടുക്കാൻ പോകുമ്പോൾ ആര് സപ്പോർട്ട് ചെയ്തോ അവർക്കെതിരെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നിങ്ങൾ വേറെ സംഭവമുണ്ട് ജിമ്മിച്ചായ. അതായത് ഈ ഇസ്ലാമിക വിഷയങ്ങളില് ഈ നമ്മൾ PhD എടുക്കാനും ഇസ്ലാമിക വിഷയങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സൗദി അല്ലെങ്കിൽ ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം ഇതിനു വേണ്ടിയിട്ട് ഈ സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഈ ഫണ്ടഡ് ആണ്, അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത്തരം റിസർച്ചിന് വേണ്ടിയിട്ട് അവർ ഭയങ്കര ഫണ്ടിങ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ജേസ് ബ്രദറെ, ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാന്നറിയോ, ആക്ച്വലി ജിമിച്ച ഇതിനകത്ത് ഒരു കേസ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങളിപ്പം ഇവിടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണ്. ജിമ്മിച്ചാൻ ഇസ്ലാമിക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇത് വെച്ചാലുണ്ട്, നിങ്ങൾക്ക് PhD എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അവർ റേസ് ചെയ്യും. 30 ലക്ഷം രൂപ വേണം. ആ ഫണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്ത് കിട്ടും. അത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷനും കിട്ടും. നമുക്കിത് പ്ലേ ചെയ്ത് ഇത് മുഴുവൻ കേൾക്കാം. ഈ പുള്ളിക്കാരൻ പറയുന്ന വൃത്തികേട് നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് നമുക്ക് കേൾക്കാം. ഇനി മുന്നിലോട്ട് കേട്ടോ. ഈ ഇസ്ലാം ഏതാണ്ട് ഭയങ്കര സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അമേരിക്കയിൽ കേട്ടോ. നമുക്കറിയാത്ത അമേരിക്ക, നമുക്കറിയാത്ത വെസ്റ്റാണ് ഈ അമേരിക്ക. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എബു പട്ടേൽ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ഈ ഇന്റർ റിലീജിയസ് ടോക്കിൽ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ്, പ്രത്യേകിച്ച് ഈ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ. അപ്പം എബു പട്ടേൽ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എവിടുത്തുകാരനാണെന്ന്, ഏത് തരം മുസ്ലിം ആണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറയാം. ഗുജറാത്തി ആണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോറ ഇസ്മാലി ആണെന്നൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റുമല്ലോ. ഇദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ്, ഒരു സെലിബ്രിറ്റി പോലെ, ഒരു ഇന്റർഫെയ്ത്ത് അത് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുള്ളൊരു ഏജൻസിയും ഒക്കെ ആയിട്ട് അദ്ദേഹം, പ്രത്യേകിച്ച് ഈ നമ്മുടെ എന്താ പറയുന്നത് ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് അല്ലാതെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിനൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു ഭയങ്കര സെലിബ്രിറ്റി പിന്നെ സ്പീക്കർ. അദ്ദേഹം ഒരു പിന്നെ ഇന്റർഫെയ്ത്ത് ഡയലോഗ് ചെയ്യുന്ന ഒരാളാണെന്ന്. അബു പട്ടേൽ സൂപ്പർ സ്റ്റാർ ആണെന്ന് അമേരിക്കയിൽ കേട്ടോ. നസ്രീം ബ്രദറെ, ഇതിനാന്നറിയോ, ഇവർ ഈ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന എന്താണെന്ന് അറിയോ, ഇവർ ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ഇതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന കരുതി റെഫ്യൂട്ട് ചെയ്യുന്ന കരുതിയാണ്. പക്ഷെ എന്നറിയോ, ഇത് മോശം സീനിലേക്കാ പോകുന്നേ. ഇത് കഴിയട്ടെ, അതിനുശേഷം സംസാരിക്കാം. പറഞ്ഞു വരികയാണ്. പിന്നെ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കറിയാവുന്ന ഹംസ യൂസുഫ് നിങ്ങൾക്ക് പലർക്കും അറിയാം. പിന്നെ ഖാലിദ് ബ്ലങ്കൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കോളറാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ അമേരിക്കന്റെ നമുക്ക് എന്തുമാത്രം പേര് പറയാനായിട്ട് പറ്റും. ഞാൻ എന്റെ മനസ്സിലേക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന
എന്താ പറയുന്ന വൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കക്കാരായിട്ടുള്ള കൺവേർട്ട് ചെയ്തിട്ട് സ്കോളർലി ആയിട്ട് ഇസ്ലാമിക സ്കോളേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഖാലിദ് ബ്ലാങ്കൽഷിപ്പ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഭയങ്കര സ്കോളറാണ്. അപ്പം ഇസ്ലാമിക് കലാം തിയോളജിയിലും ഗസാലിയിലും ഇബിൻ അറബിയിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സ്കോളർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇംഗ്രിഡ് മാറ്റ്സൺ എന്ന് പറയുന്ന കനേഡിയൻ അമേരിക്കൻ സ്കോളറാണ്. അവരൊരു സ്ത്രീയാണ്. അവരാണ് ഇസ്ലാമിക് ഇസ്ന എന്ന് പറയുക. അതായത് അമേരിക്കയിൽ ഒരു വലിയൊരു കോൺഫറൻസ് ആണ് ഇസ്ലാമിക് സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുക. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഈ വിഭാഗങ്ങൾക്ക് അക്രോസ് ആയിട്ട് വിഭാഗങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു അമേരിക്കയിലെ ഒരു വലിയൊരു ലാർജസ്റ്റ് മുസ്ലിം ബോഡിയാണ്. അവരുടെ ആനുവൽ കോൺഫറൻസിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കേട്ടോ 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 ഇവൻ ഇവൻ ചർച്ചിലെ കൺവെൻഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മീറ്റിങ്സിനോ ഒന്നും അല്ല. പുള്ളി പോകുന്നത് മുഴുവൻ ഇസ്ലാമിക് മീറ്റിങ്സിലാ. ജെയ്സ് ബ്രദറെ, നമ്മൾ വിചാരിച്ചതെല്ലാം ശരിയാ കേട്ടോ. കേൾപ്പിക്കുന്നേ, ഫുള്ള് കേൾപ്പിക്കുന്നേ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ അത് സന്ദർശിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം വലിയൊരു കോൺഫറൻസ് ആണ്. പിന്നെ 10,000-2,000 പേരൊക്കെ എല്ലാ വർഷവും, 2,000 അല്ല, ഞാൻ അതിന്റെ ജനറൽ കോൺഫറൻസിലൊക്കെ അതിന് മേളിൽ വരും. പക്ഷെ 2,000 ഡെലിഗേറ്റ്സ് ഒക്കെ വന്ന് താമസിക്കുന്ന വലിയ കോൺഫറൻസ് ആണ് ഈ ഇസ്ലാമിക് സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. അതിന്റെ ഹെഡായിട്ട് ആദ്യമായിട്ട് വന്ന ആദ്യത്തെ മുസ്ലിം സ്ത്രീയാണ് ഹെഡായിട്ട് വന്നിട്ടുള്ളത്. അത് ഇംഗ്രിഡ് മാറ്റ്സൺ എന്ന് പറയുന്ന ഒരു കനേഡിയൻ ബോൺ അമേരിക്കൻ സ്കോളറാണ്. അവര് ഇസ്ലാമിക് സ്കോളറാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ 1-2 പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് ദ സ്റ്റോറി ഓഫ് ദ ഖുർആൻ എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമൊക്കെ ഭയങ്കര ഇസ്ലാമിക് സ്റ്റഡീസിലെയൊക്കെ ഏറ്റവും ടോപ്പ് 10 എന്ന് പറയുന്ന പോപ്പുലർ പുസ്തകങ്ങളിൽ ഏറ്റവും ടോപ്പ് 10 ഒക്കെ നിൽക്കുന്ന പുസ്തകങ്ങളാണ്. പിന്നെ ഈ ഹംസ യൂസഫിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഷെയ്ഖ് സൈസ് ഷക്കീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ഈ ന്യൂസ് കാണുമ്പോഴത്തേക്ക് വായിച്ചാൽ മനസ്സിലാകും. മറ്റേ നമ്മുടെ നമ്മുടെ ബോക്സർ മുഹമ്മദ് അലിയുടെ പിന്നെ ഈ ഫ്യൂണറലിന് അദ്ദേഹത്തിന്റെ ആ ഫ്യൂണറൽ അതിന്റെ പ്രാർത്ഥന നടത്തിയ ഇമാമാണ് ഈ സയ്യിദ് ഷക്കീർ എന്ന് പറയും. ഇവര് രണ്ടുപേരും കൂടെയാണ് കാലിഫോർണിയയിലെ സെയ്തൂണ കോളേജ് സ്ഥാപിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പിന്നെയൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ ഭയങ്കര വിസിബിലിറ്റി ഉള്ളവരാണ്. അതായത് പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന, മീഡിയകൾ കോട്ട് ചെയ്യുന്ന, പൊതു ചർച്ചകളിൽ പങ്കെടുക്കുന്ന, പിന്നെ ബൗദ്ധികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഒമർ ഫറൂഖി എന്ന് പറയുന്നൊരു ഷിക്കാഗോക്കാരനായിട്ടുള്ളൊരു ഷെയ്ഖ് ഉണ്ട്. അദ്ദേഹം ഒരു ട്രഡീഷണൽ PhD ഉള്ള ആളാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നിന്ന് PhD ഉള്ള ആളും അതോടൊപ്പം തന്നെ ട്രഡീഷണൽ പഠിത്തമുള്ളതാണ്. വർഷങ്ങൾ പുള്ളി ഇങ്ങനെ കുറെ തള്ളുന്നുണ്ട്, കുറെ PhD, കുറെ പേരുകള് ഇങ്ങനെ ഓരോന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. മുഴുവൻ കേൾപ്പിക്കണോ ജിമിച്ച? അമേരിക്ക കണ്ടുപിടിച്ച് കിടക്കുന്നേ ഉള്ളൂ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എത്തിയിട്ടില്ല. എന്റെ DP ഒന്ന് നോക്കണേ. അമേരിക്ക കണ്ടുപിടിച്ച ആരാന്നറിയാം? നമ്മുടെ അമേരിക്ക കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശ്രദ്ധിച്ചോളൂ, കൊളംബസും കൊളംബസും അമീറിക്കയും കൂടെ കൂടിയിട്ടാണ് അലൻ യൂസഫ് കണ്ടുപിടിച്ച. അലൻ യൂസഫ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും മെയിൻ ആള്. അവരെ പൊക്കിക്കൊണ്ട് വരുന്ന അലൻ യൂസഫാണ്. മദീനയിലും സിറിയയിലും പിന്നെ സൈത്തോണയിലും ഒക്കെ പോയി. സൈത്തോണ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇവിടുത്തെ സൈത്തോണ അല്ല, ഒറിജിനൽ സൈത്തോണ. അവിടെയൊക്കെ പോയി പിന്നെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര പേരെ പറയാനായിട്ട് പറ്റും. ഇനി വിമൻ സ്കോളേഴ്സ് ഒരുപാടുണ്ട്. അതായത് ഫെമിനിസ്റ്റ് സ്കോളേഴ്സും അല്ലാത്തവരും. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഇംഗ്രിഡ് മാറ്റ്സൺ എന്ന് പറഞ്ഞാൽ അവരൊരു ഫെമിനിസ്റ്റ് സ്കോളർ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഉണ്ട്. ഇസ്ലാമിൽ തന്നെ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഉണ്ട്. അത് ഒരുപാട് പേര് അമേരിക്കൻ മുസ്ലിം ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ട്രഡീഷണൽ സ്കോളേഴ്സ് ഉണ്ട്. ഇപ്പൊ നേരത്തെ യാസിർ ഖാദിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം യാസിർ ഖാദി നമ്മുടെ ഇന്ത്യക്കാരനൊക്കെ ആയതുകൊണ്ട് യാസിർ ഖാദി ആരാന്നെന്ന് അറിയാലോ നിങ്ങൾക്ക് അല്ലേ? യാസിർ ഖാദി നമ്മുടെ ഹോൾസ് ഇൻ ദ നറേറ്റീവ്, ഖുറാനകത്ത് എന്തുവാ പല ഡിഫറെന്റ് കിറാത്ത് ഉണ്ടെന്നും 37 ഡിഫറെന്റ് കിറാത്ത് ഉണ്ടെന്നും ഇതൊന്നും വെളി പറയാൻ കൊള്ളത്തില്ലെന്നും പറഞ്ഞു. അതെ, there are holes in the narrative എന്ന് പറയുന്ന ഉസ്താദാണ് യാസിർ ഖാദി. നമ്മുടെ ആള് ഇതിനകത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്, എല്ലാവരും ശ്രദ്ധിക്കുക, മ്യൂട്ട് ചെയ്യണേ. അവനെ പണ്ഡിതൻ ഇവൻ വിളിക്കുന്നേ. ഇവൻ അവനെ പണ്ഡിതൻ എന്ന് വിളിക്കുക. നസ്രാനെ ആദ്യം ആ വോയിസ് ഫുള്ള് കേൾപ്പിക്കാൻ നോക്കുക. നമുക്ക് ഈ വിവരങ്ങൾ ഇടയ്ക്ക് പിന്നീട് സംസാരിക്കാമല്ലോ. ഇതെല്ലാം എഴുതി വെക്കണേ. നസ്രാനെ പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യേ. നമുക്ക് ഇപ്പൊ ഈ നമ്മളിവിടെ വോയിസ് കേൾപ്പിക്കുന്നതുകൊണ്ട് അവർ മിക്കവാറും അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന്റെ റീപ്ലേ ഓഫ് ആക്കും. അതുകൊണ്ട് നമുക്ക് അവൻ പറഞ്ഞത് ഇവിടെ റീപ്ലേ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം മുതൽ
ആദ്യം മുതൽ ആരും സംസാരിക്കരുത്. ഇനി നമുക്ക് അതിന്റെ റീപ്ലൈ എടുക്കാൻ വേണ്ടി മാത്രമാണ് അത്. ആരും സംസാരിക്കരുത്. അദ്ദേഹം പറഞ്ഞ സമയം മുതൽ 1 മണിക്കൂർ 13 മിനിറ്റ് മുതൽ സംസാരിച്ച് അവസാനിക്കുന്നവരെ ആരും സംസാരിക്കരുത്. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തീരുന്നവരെ മിണ്ടാതിരിക്കുക. ഓക്കെ, ആദ്യം മുതൽ തുടങ്ങുന്നു. ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കഴിഞ്ഞിടയ്ക്ക് PhD കഴിഞ്ഞത്. പക്ഷെ അതൊന്നും അല്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എമർജിങ് സ്കോളറാണ്, ട്രഡീഷണൽ വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്കോളേഴ്സ് ഒരുപാട് പേരുണ്ട്, അക്കാഡമിക് സ്കോളേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പലരും, ടിം വിന്റർ എന്ന് പറയുന്ന നിങ്ങൾ പലരും കേൾക്കാം, അബ്ദുൽ ഹക്കീം മുറാദ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അപ്പം അദ്ദേഹം ബ്രിട്ടീഷ് സ്കോളറാണ്, പക്ഷെ അമേരിക്കയിലും എപ്പോഴും വരികയും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പം ഇത് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇനി ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്, ഈ കാനഡയിലെ മാക്ഗിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ, മാക്ഗിൽ യൂണിവേഴ്സിറ്റി ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അക്കാഡമിക് പിന്നെ ഏറ്റവും വലിയൊരു ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മക്ഗിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 230, കൃത്യമായിട്ടല്ല ഞാനൊരു ഉദ്ദേശം പറയാനാട്ടെ, ഇനി ആരെങ്കിലും ആ കണക്ക് പൊക്കിക്കൊണ്ടുവന്നിട്ട് കള്ളമാണ് പറഞ്ഞെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറയാം. 200 നോബൽ പ്രൈസ് തന്നെ ആ കോളേജിന് യൂണിവേഴ്സിറ്റിക്ക് അവകാശപ്പെടാനായിട്ട് പറ്റും. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ തന്നെ ഏതാണ്ട് 80 പിന്നെ നൊബേൽ പ്രൈസ് ഇതിനോടൊക്കെ നേടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ വളരെ വലിയ സെന്ററുകളാണ്. ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും നമ്മൾ എടുത്തു നോക്കുക. ഇപ്പൊ ഐവി ലീഗ് എന്നൊക്കെ പറയുന്ന ഹാർവാർഡ് ആണെങ്കിൽ, യെയില്, പ്രിൻസ്റ്റൺ, കൊളംബിയ, പിന്നെ ജോർജ് ടൗൺ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ത്രൈവിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് PhD പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസും അല്ലെങ്കിൽ MA ഇൻ ഇസ്ലാമിക് സ്റ്റഡീസും ഒക്കെ വളരെ ത്രൈവിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അവിടെ എല്ലാം ലോക പ്രശസ്തരായിട്ടുള്ള വലിയ വലിയ സ്കോളേഴ്സുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് പിന്നെ ഇത് നമ്മൾ ഇവിടുന്ന് 1-2 പേര് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാർ മാറുമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇവർക്ക് സത്യത്തിൽ മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ 9/11 ശേഷം ശരിയാണ്, ഫണ്ടമെന്റലിസവും റൈറ്റ് വിങ് പൊളിറ്റിക്സും ഒക്കെ അമേരിക്കയിൽ അതിശക്തമായിട്ട് വളരുന്നു. അതിന് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട്. അമേരിക്കയിൽ അത് വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഒക്കെ ഒരു തരത്തിൽ അത് വളരുന്നതെന്നല്ല നമുക്കറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ അമേരിക്കൻ പബ്ലിക് സ്പേസിൽ നടന്നിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇസ്ലാം ഭയങ്കരമായിട്ട് ഒരു ചർച്ചാ വിഷയമായെന്നുള്ളതാണ്. ഇസ്ലാം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ട് മാറുകയും ഇസ്ലാമിനെ കുറിച്ചുള്ള പോപ്പുലർ പുസ്തകങ്ങൾ ഒരുപാട്, ഇപ്പൊ ജോണൽ എസ്പോസിറ്റോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ജോർജ് ടൗണിലെ ഒരു പ്രൊഫസറാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. അദ്ദേഹം ഒരു കാത്തലിക് ആണ്, ഇപ്പോഴും ഒരു നല്ല ഒന്നാന്തരം കാത്തലിക് മനുഷ്യനാണ്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, പിന്നീട് അദ്ദേഹം വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു. കാത്തലിക് സഭയിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ, പിന്നെ എന്താ പറയുന്ന ഖത്തർ, അങ്ങനെയുള്ള മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇൻവൈറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു വലിയ സ്കോളറാണ്. പക്ഷെ അദ്ദേഹം കത്തോലിക്കനായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അത് ജോർജ് ടൗണിലാണെന്ന് ആലോചിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുടെ ഞാൻ പറയാൻ വന്നത് ഇതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുണ്ട്, ഫ്യൂച്ചർ ഓഫ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, വാട്ട് എവരിബഡി നീഡ്സ് ടു നോ അബൌട്ട് ഇസ്ലാം എന്ന് പറയുന്ന വേറൊരു പുസ്തകമുണ്ട്. ഇതെല്ലാം ഭയങ്കരമായിട്ട് 100 കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് അമേരിക്കയിൽ. സ്കോളർലി പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അക്കാഡമിക് ഡിസ്കോഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കയിൽ. ഭയങ്കരമായിട്ടുള്ള, ശരിയാണ്, റൈറ്റ് വിങ് പിന്നെ വിവരക്കേട് പറയുന്നവരുടെ എണ്ണം കൂടുകയും ഇസ്ലാമോഫോബിയ, മറ്റേ ആ പാസ്റ്ററിന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ, ഖുറാൻ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പാസ്റ്റർ ഉള്ള കാര്യം നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിലും ഇതൊരു അക്കാഡമിക് ഡിസ്കോഴ്സിന് സത്യത്തിൽ നേരത്തെ ഉണ്ട് അമേരിക്കയിൽ. അതുകൊണ്ട് കാരണം ഈ ഹാർവാർഡും യെയിലും പ്രിൻസ്റ്റണും ഒക്കെ നേരത്തെ ഇസ്ലാമിക് സ്റ്റഡീസ് പ്രോഗ്രാം തുടങ്ങുകയും വലിയ സ്കോളേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാകുകയും ചെയ്തതൊക്കെയാണ്. അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെങ്കിലും ഈ 9/11 ശേഷം ഒരു വലിയൊരു പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വലിയ ചർച്ച, തുടർന്ന ചർച്ചയായിട്ടൊന്ന് മാറുകയും പിന്നെ ഒരുപാട് പേര് കൺവേർഷൻ, ഇനി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇസ്ലാമിലേക്കുള്ള കൺവേർഷനും അതിശക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പിന്നെ അതറിയാവുന്നതാണ്. ഇവാഞ്ചലിക്കൽ സമൂഹത്തിന് അത് പ്രത്യേകിച്ച് നന്നായിട്ട് അറിയാം. അത് ഇസ്ലാമിലേക്ക് ഒരുപാട് പേര് മാറുന്നുണ്ട്. ഇപ്പം എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയാണ്. ഇത് ഞാൻ ഇത്രയും പേരുടെ പേര് പറഞ്ഞത് വളരെ പ്രശസ്തരും പ്രഗത്ഭന്മാരുമായിട്ടുള്ള 1-2 പേര് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനി സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ പേര്, അപ്പം നൂറ ബ്രൗൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അത് നമ്മുടെ എനിക്ക് വ്യക്തിപരമായിട്ട് അലംബദറെ, ഈ സാധാരണക്കാരിൽ പോകുന്നതിന് മുന്നേ ലാസ്റ്റ് ഈ ജോർജ് ടൗൺ 2 പുസ്തകങ്ങൾ പറഞ്ഞില്ല. ഒന്ന് ഫ്യൂച്ചർ ഓഫ് ഇസ്ലാം, രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് എന്തായിരുന്നു? രണ്ടാമത്തത് വാട്ട് എവരിബഡി നീഡ്സ് ടു നോ അബൌട്ട് ഇസ്ലാം എന്നാണ്. ഏകദേശം ജോണല് പുസ്തകങ്ങൾ നോക്കിയാൽ മതി. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയുന്ന പല ആർഗ്യുമെന്റുകളും, എന്തോ ഇസ്ലാമോഫോബിയയെ പറ്റി, മറ്റേത് അവിടെ എന്ത് സംഭവിച്ചു, ഐസിസിനെ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല എന്നൊക്കെ പറയുന്നതിനെ ഒരു എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അതിന്റെ ചരിത്രങ്ങളും അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നതെന്ന് അറിയാമോ? ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള, എന്നാൽ ഒരു നല്ല സിമ്പിൾ മനുഷ്യൻ. കത്തോലിക്ക തിയോളജിയനാണെന്ന് ആലോചിക്കണം. ഇവിടെ കത്തോലിക്കക്കാർക്ക് അന്ന് കിടക്കാൻ മേലാത്തത് ഇസ്ലാമിന്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക്. അപ്പം ഇദ്ദേഹം ഒരു കത്തോലിക്ക തിയോളജിയനാണ്. പക്ഷെ
ഇസ്ലാമിക് സ്കോളേഴ്സ് ആണ് ജോർജ് ടൗണിലെ. ഇപ്പൊ അദ്ദേഹം പഠിപ്പിക്കുന്നില്ല ജോർജ് ടൗണിൽ. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി കത്തോലിക്ക യൂണിവേഴ്സിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അമേരിക്കയിലെ തന്നെ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട്. അപ്പൊ ഈ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ അദ്ദേഹം പഠിപ്പിക്കാതെ അദ്ദേഹമാണെങ്കിൽ അവർക്ക് ബിൽഡിംഗ് ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അതാണ്, അതായത് ഇസ്ലാമും ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംവാദം അല്ലെങ്കിൽ ആ ഒരു തമ്മിലുള്ള എക്സ്ചേഞ്ച് വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്കോളർലി വർക്കുകളൊക്കെ പിന്നെ ഡയലോഗും ഒക്കെ ചെയ്യുന്ന സെന്ററാണ്. അതിന്റെ ഡയറക്ടറാണ് ഇപ്പൊ അദ്ദേഹം പ്രായമൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുക. എന്നാലും വളരെ എനർജറ്റിക് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോ ഇടയ്ക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് പറയാം. ജോണൽ എസ്പോസിറ്റോ എന്ന് പറയുന്ന ESPO അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല യൂട്യൂബ് വീഡിയോകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ലെക്ചറുകളൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര്, പിന്നെ ഹംസ യൂസഫിനെ ഞാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പോലും പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. ഹംസ യൂസഫ്, ഷെയ്ഖ് ഹംസ യൂസഫ് എന്ന് സാറിന് നമ്മൾ പറയാറില്ല, ഷെയ്ഖ് ഹംസ യൂസഫ് എന്നാണ് ഞാനും പറയാനുള്ളത്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് എനിക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഇമാം സയ്യിദ് ഷക്കീർ എന്ന് പറയുന്നത് എനിക്ക് ഈ മുസ്ലിം പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ത്രില്ലോടെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് സയ്യിദ് ഷക്കീർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബ്ലാക്ക് മുസ്ലിം പ്രീച്ചറാണ്. അദ്ദേഹം സെലിബ്രിറ്റി ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുഹമ്മദ് അലിയുടെ പിന്നെ ഫ്യൂണറലിന് അമേരിക്കയിലെ മുസ്ലിം പിന്നെ ഇമാമുമാരോ സ്കോളേഴ്സ് ഇല്ലാഞ്ഞിട്ടാണ് അദ്ദേഹമാണത് ചെയ്തത്. അപ്പൊ ഇങ്ങനെ പിന്നെ മോസ്കുകളുടെ കാര്യമാണെങ്കിൽ നമുക്കിപ്പം ഇത് പിന്നെ ഈ അമേരിക്കയിലെ ഈ പ്രത്യേകിച്ച് ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ന്യൂ മെക്സിക്കോയിലെ ദാറുസലാം മോസ്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഈ നമ്മുടെ ഈ ആർക്കിടെക്ചറൽ കാര്യങ്ങളിലൊക്കെ ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള മോസ്കുകൾ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷെ എനിക്ക് ആ മോസ്കിന്റെ ഒരു പ്രത്യേക ന്യൂ മെക്സിക്കോയുടെ ഭൂപ്രകൃതിക്ക് അനുസൃതമായിട്ട് പിന്നെ ബിൽഡ് ചെയ്യപ്പെട്ട അതൊരു ദാറുസലാം എന്ന് പറയുന്ന ഒരു ലേണിംഗ് സെന്ററും കൂടെ ഒക്കെയാണ്. അവിടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ട്. അതായത് മറ്റ് മതസ്ഥരായ ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ലഘു കോഴ്സുകളൊക്കെ എല്ലാ വർഷവും നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ലേണിംഗ് സെന്റർ പോലെ ഈ മരുഭൂമിയുടെ നടുക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഒരു മോസ്കാണ്. ആ മോസ്കിന്റെ ആർക്കിടെക്ചർ ഭയങ്കരമായിട്ട് ഈ ആർക്കിടെക്ചർ പഠിക്കുന്ന കുട്ടികളും പിന്നെ ഒക്കെ ഒരുപാട് പ്രത്യേകിച്ച് മോസ്ക് ആർക്കിടെക്ചർ പഠിക്കുന്നവരും ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ അത് ആ ഭൂപ്രകൃതിയുമായിട്ട് ഇഴചേർന്ന് നമ്മളെപ്പോഴും മോസ്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊരു മുഗളൻ അല്ലെങ്കിൽ ഒരു ഓട്ടോമാൻ ആ ഒരു പീരീഡിലുള്ള മോസ്ക് ആണല്ലോ നമ്മൾ ഓർക്കുന്നത്. പക്ഷെ പലർക്കും അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മിനാർ എന്ന് പറയുന്നത് പോലും പുതിയതായിട്ട് വന്നതാണ്. ഈ മിനാർ എന്ന് പറയുന്ന സംഗതി പോലും ഇടയ്ക്ക് വന്നതാണ്. ആദ്യകാലങ്ങളിൽ അത് ഇല്ലായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന മോസ്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പോലെ ഇരിക്കും. ചൈനയിലെ മോസ്കുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധക്ഷേത്രങ്ങൾ പോലെ ഇരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിനൊക്കെ ഇസ്ലാം ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എല്ലാം മോണോലിത്തിക് ആണ്, എല്ലാം ഇങ്ങനെ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയൊക്കെയാണ്. ഇതിന്റെ ഒരു സാധ്യതകളും വളർച്ചകളും ഒക്കെ അമേരിക്കയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻകളി എന്നിട്ട് ഞങ്ങൾ അമേരിക്കയിൽ ഓരോ ദിവസം ഓരോരുത്തരെ പഠിപ്പിക്കാന്ന് പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും വളരെ വളരെ വൈബ്രന്റ് ആയിട്ടൊരു സൊസൈറ്റി. നമ്മളിപ്പം ഈ അമേരിക്കയുടെ ഇപ്പൊ ഫോറിൻ പോളിസിയെ നമ്മൾ പലരും എതിർക്കുന്നവരാണ്. അമേരിക്കയിലെ പിന്നെ മെറ്റീരിയലിസത്തെയും കുത്തക മുതലാളിയും അതിനെയും അമേരിക്കയുടെ വാറ്, അമേരിക്കയുടെ യുദ്ധങ്ങള്, ഇതിനൊക്കെ എല്ലാവരും അമേരിക്കക്കാർ തന്നെ ഉള്ളവർ മനുഷ്യർ എതിർക്കുന്ന പോലും അമേരിക്കയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പിന്നെ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ഭയങ്കര മൂവ്മെന്റുകൾ നടക്കുന്നത്. ഇപ്പൊ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ആണെങ്കിലും കൊള്ളാം, പിന്നെ മീ ടു മൂവ്മെന്റുകളാണെങ്കിലും കൊള്ളാം. ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് തന്നെ അമേരിക്കയിൽ നിന്നുണ്ടായ മൂവ്മെന്റുകളാണ്. അപ്പം അങ്ങനെയുള്ള അതേപോലെ തന്നെ ബ്ലാക്ക് തിയോളജി എന്ന് പറയുന്നത് പിന്നെ ലിബറേഷൻ തിയോളജി അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് വന്നെങ്കിലും അത് പോപ്പുലർ അങ്ങനെ വലിയൊരു സമൂഹമാണ്. അവിടെ ചെന്നിട്ട് ഇത്രയും വിവരക്കേടുകളൊന്നും വിലപ്പോകില്ല. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ സദേൺ സ്റ്റേറ്റിലൊക്കെ എല്ലാം അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സദേൺ സ്റ്റേറ്റിലുള്ളവരൊക്കെയാണ് കുറച്ചുകൂടെ ഈ ബൈബിൾ ബെറ്റിലൊക്കെ, കാരണം ഒരു 65% പേരും പള്ളിയിൽ പോകുന്നവരാണ്. തോക്കൊക്കെ കൊണ്ടൊക്കെ നടക്കും, കാര്യങ്ങളെല്ലാം ആക്കും, ഗൺ കൺട്രോളിനെതിരെ അതിശക്തമായിട്ട് വാദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോഴും മനസ്സിൽ റേസിസം ഒക്കെ ഭയങ്കരമായിട്ട്, കാരണം അറിയാലോ സദേൺ സ്റ്റേറ്റ് ആണ് റേസിസ്, അതാണല്ലേ അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നത്. പിന്നെ ഇമാൻസിപ്പേഷന് പിന്നെ അല്ലെങ്കിൽ അബോളിഷന് തയ്യാറാകാതിരുന്ന സ്റ്റേറ്റുകൾ, കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകൾ എന്ന് പറയും, സദേൺ സ്റ്റേറ്റുകൾ.
അവരും നോർത്തേൺ സ്റ്റേറ്റുകൾ, റേസിസത്തെ എതിർത്ത സ്റ്റേറ്റുകളും തമ്മിലുള്ള യുദ്ധത്തെയാണ് നമ്മൾ ഈ സിവിൽ വാർ എന്ന് പറയുന്നത്. 1860 നടന്നിട്ടുള്ള സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു ഇപ്പോഴും ഉണ്ട്, അവരുടെ മനസ്സിൽ, പലരുടെയും മനസ്സിലുണ്ട്. എങ്കിലും ആ സ്റ്റേറ്റുകളിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൊതുസമൂഹത്തിൽ. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇസ്ലാം ഒരു ഒറ്റ സമൂഹത്തിൽ നിന്ന് വന്നതല്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രം വന്നിട്ടുള്ള മുസ്ലിങ്ങളല്ല. ഇപ്പൊ നമ്മൾ ഈ പടങ്ങൾ വരുമ്പോഴത്തേക്ക് കാരിക്കേച്ചർ ഇസ്ലാമോഫോബിയ പരത്താൻ ഉപയോഗിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ വലിയ വളഞ്ഞിരിക്കുന്ന മൂക്കും മറ്റേ പിന്നെ തലക്കെട്ടും ഒക്കെ ഉള്ള ഒരു അറബിയുടെ രൂപത്തിലാണ് മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്നതെങ്കിലും അമേരിക്കൻ ഇസ്ലാം ഭയങ്കരമായിട്ട് കോസ്മോപൊളിറ്റൻ ആണ്. അതിനകത്ത് പിന്നെ ഇന്തോനേഷ്യൻ മുസ്ലിങ്ങളുണ്ട്, ഇന്തോനേഷ്യൻ വലിയ വലിയ സ്കോളറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു വലിയൊരു സ്കോളറാണ്. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ സ്കോളേഴ്സ് ആണ്. ഇവരൊക്കെ ഇസ്ലാം ഒന്ന് നിർത്തട്ടെ, ഈ വൃത്തിയോടൊന്നും കേട്ടോണ്ടിരിക്കാൻ വയ്യ. ഇവനെ പഞ്ഞിക്കിടാൻ വേണ്ടിട്ട് ഞാന് ബാക്കി വെക്ക് നസ്രാനെ. അമേരിക്ക കണ്ടുപിടിച്ചൊന്നും വന്നില്ല. ഇതെന്താ നസ്രാനിക്ക് ഫുള്ളിട്, മുമ്പേ പറഞ്ഞതല്ലേ. പിന്നെ തന്നെ ഭയങ്കരമായിട്ട് മോഡേണിസ്റ്റ് ചിന്താഗതിയിൽ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കിയ ദൈവശാസ്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വ്യക്തി. അപ്പം ഏതായാലും ഇന്തോനേഷ്യൻ ഇസ്ലാമുകളുണ്ട്, ഫിലിപ്പീൻസ് എന്നുള്ള മുസ്ലിങ്ങളുണ്ട്. ഫിലിപ്പീൻസിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഈ അടുത്തെങ്ങാണ്ടൊക്കെ ഇസ്ലാം ആയെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നൂറ്റാണ്ടുകളായിട്ടുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞില്ലേ, എന്താണ് പിന്നെ അമേരിക്കയിലെ കണക്ടിക്കറ്റിലെ നൂറ ബ്രൗൺ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും വലിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞു, സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു. അവര് ഒരു സ്ത്രീയാണ്, അവരൊരു റിയൽ എസ്റ്റേറ്റ് സ്ത്രീയും എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. പിന്നെ നോറ ബ്രൗൺ എന്നാണ് പേര് കേട്ടാൽ തന്നെ അറിയാം. അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു ടിപ്പിക്കൽ വൈറ്റ് ലേഡിയാണ്. അവരിപ്പം മുസ്ലിമാണ്. അവർ മുസ്ലിം ആകുക മാത്രമല്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റും കൂടെയാണ്. ഇവരൊരു പള്ളി വാങ്ങിച്ചു, ഫാമിങ്ടണിലാണ്, ഫാമിങ്ടൺ മോസ്ക് എന്നാണ് ഇപ്പോഴും അതിനെ പറയുന്നത്. അതൊരു സത്യത്തില് ഒരു കോൺഗ്രിഗേഷണലിസ്റ്റ് ചർച്ചായിരുന്നു. അപ്പോൾ ആ ചർച്ച് വിൽക്കാനായിട്ട് കിടന്നതുകൊണ്ട് അവർ പള്ളി വാങ്ങിക്കുകയും ആ പള്ളിയെ അവര് അൾത്താരയുടെ, ഇപ്പം ഈ കിബ്ലയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പള്ളി മേടിച്ചിട്ട് അൾത്താരയുടെ ഭാഗത്ത് കിബ്ല ആക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കിബ്ലയ്ക്ക് അതിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാർ നമുക്ക് ആ മോസ്കിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും, വലിയ ആർക്കിടെക്ട് രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ കിബ്ലയ്ക്ക് വേണ്ടി ആ ഒരു പ്രേരണേഷ് മാത്രം വെക്കുകയും അൾത്താരയൊക്കെ വേറെ ഏകദേശം അതേ രൂപത്തിലൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിന് ഇച്ചിരി ചില ഒരു മിനിറ്റ് ഞാൻ അജമിച്ച ഒരു കാര്യം പറയാനുണ്ട്. Hey Sister Mary, are you there? Yep, I'm here. Sister Mary, are you there? Yep, I'm here. Okay. Sister, we need a bit of a help of your expertise, because there was this nutcase Christian who has been saying that Islam has radically and positively changed the whole of America and has been doing historical changes in America. So we need your expertise. I will just hold on for a. I'll give you your credentials, and I'll give you about the things that you have done in a while. But let me just play the whole utter foolishness this guy is doing. Okay, let me play the whole thing. We need it as a proof, and then I'll come back to you. ഇവാഞ്ചലിക്കൽ സമൂഹത്തിൽ നിന്നൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു പള്ളിയാണ് മോസ്കായിട്ട് മാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ പള്ളിക്കാർക്ക് അത് അവർ വിൽക്കാൻ വെച്ചിരുന്നു, അവരത് വാങ്ങിച്ചു. ഇതൊരു ഒറ്റ സ്ത്രീയും അവരുടെ ഭർത്താവും കൂടെ ചെയ്ത കാര്യമാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഏജൻസിയോ വലിയ ട്രസ്റ്റോ ഒന്നുമില്ല ഇപ്പോഴും. പിന്നെ അത് മോസ്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു ട്രസ്റ്റും കാര്യങ്ങളും ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവരുടെ വ്യക്തിപരമായ ഒരു 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 അങ്ങനെയാണ്. അതൊരു നല്ലൊരു മോസ്കാണ്. അവിടുത്തെ തന്നെയുള്ള ഒരു പള്ളിയുടെ ആർക്കിടെക്ചർ ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ തന്നെ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന സാധാരണക്കാർ തൊട്ട് അവർ റീസെന്റ് കൺവേർട്ടുമാണ്, അധികം നാളായില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്കാരെ പറഞ്ഞപ്പോഴത്തേക്ക് നേഷൻ ഓഫ് ഇസ്ലാമിന്റെ കാര്യം, അമേരിക്കയിലെ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു കാര്യം പറഞ്ഞു. അതും കൂടെ ഞാനൊരു ഒരു കൂട്ടിച്ചേർപ്പാണ് കേട്ടെ. അമേരിക്കയിൽ ഇസ്ലാം വന്നത് സത്യം പറഞ്ഞാല് എപ്പോഴാണെന്നുള്ളതിനെ പറ്റി വളരെ ഗൗരവമായിട്ടുള്ള പഠനങ്ങളുണ്ട്. 18ാം നൂറ്റാണ്ടിലൊന്നും അല്ല അമേരിക്കയിൽ ഇസ്ലാം വന്നത്, 1527. Okay. This guy is saying that. Okay, let me. I'll note all the points, one by one. Then we can refute it. ഓരോന്നായിട്ട് ഈ പോയിന്റ്സ് നമുക്ക് എടുക്കാം. എത്ര കൂടെ ഉണ്ട് ജിമിച്ച? എത്ര കൂടെ ഉണ്ട്? ഒരു 10 മിനിറ്റ് മാക്സിമം ഉണ്ടാവും. Okay. 10 minutes more.
പ്രത്യേകിച്ച് കൊളംബസിന്റെ ആദ്യത്തെ യാത്രകളിൽ തന്നെ കൊളംബസ് വന്നു കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഒരു ഗൈഡ് ആയിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ലാറ്റിൻ പേരിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. മൊറോക്കക്കാരനായിട്ടുള്ള ഒരു മുസ്ലിം ആണെന്നാണ് പൊതുവെ വിചാരിക്കുന്നത്. അതായത് ന്യൂ വേൾഡ് എന്നാണ് നമ്മൾ ഈ അമേരിക്കൻ നാടിനെ അറിയപ്പെടുന്നത്. ന്യൂ വേൾഡ് എന്ന് ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ന്യൂ വേൾഡ് എന്ന് അതിനെ വിളിക്കുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന ഈ അമേരിക്കൻ, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കൂടെ ചേർന്ന അമേരിക്കൻ ഭൂഖണ്ഡത്തെ പറ്റി ഇതിനു മുൻപ് മറ്റ് സ്ഥലങ്ങളിലുള്ള മനുഷ്യർക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. കൊളംബസ് അമേരിക്ക ചെല്ലുന്നതിന് മുൻപേ ഒരറിവുമില്ലായിരുന്നു. അപ്പം ഇങ്ങനൊരു സ്ഥലത്തെ പറ്റി ആരും എഴുതിയിട്ടില്ല, കണ്ടിട്ടില്ല, ഇവിടെ മനുഷ്യരുണ്ടെന്ന് അറിയത്തില്ല, ഇങ്ങനൊരു സ്ഥലം ഈ കടലിന്റെ അപ്പുറത്തുണ്ടെന്ന്, അറ്റ്ലാന്റിക്കിന്റെ അപ്പുറം ഉണ്ടെന്ന് ഒരു ധാരണയില്ല, ആർക്കുമില്ലായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പോയവരാരുമില്ല. അങ്ങനെ ഉള്ളവര്, പക്ഷെ മനുഷ്യരവിടെ വന്നിട്ടുണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് വേറെ കാര്യം. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അതിനെ ന്യൂ വേൾഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ന്യൂ വേൾഡിലേക്ക് പിന്നെ നമുക്കറിയാമല്ലോ ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടെത്താനായിട്ട് പോവുകയാണ്. അപ്പൊ അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കുറച്ച് ശാസ്ത്രം അറിയായിരുന്നു. കൊളംബസിന് പടിഞ്ഞാറ് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം, കിഴക്ക് ചെല്ലണമെങ്കിൽ പടിഞ്ഞാറോട്ട് നേരെ യാത്ര ചെയ്താൽ മതി. അപ്പൊ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ അവസാനം കിഴക്ക് വരും എന്ന് കരുതി ഇദ്ദേഹം പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തതാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. അതായത് ഈ ഭൂമിയുടെ ദൈർഘ്യം അദ്ദേഹം ചെറിയൊരു ഭൂമിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയത് ആദ്യം അമേരിക്കയിലായിരുന്നില്ല. ഇത് അമേരിക്കയിൽ ഇത്രയും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആദ്യം എത്തിയത് സത്യത്തില് പിന്നെ ബഹാമസിലാണ്. അത് കഴിഞ്ഞ് ഹെയ്ത്തിയിൽ എത്തും. അത് കഴിഞ്ഞാണ് ഈ ലാർജർ, അതൊക്കെ ഐലൻഡുകളാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കൻ അവിടെ എത്തുകയും ചെയ്തു. അപ്പം ആദ്യത്തെ യാത്രകളിൽ തന്നെ ഇസ്ലാമിക സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. 1527 പിന്നെ മുസ്ലിങ്ങൾ അവിടുത്തെ. പിന്നെ നമ്മുടെ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയപ്പോൾ അന്ന് തൊട്ട് തന്നെ ഈ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈ പിന്നെ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഈ അമേരിക്കൻ ബ്ലാക്ക് മുസ്ലിങ്ങൾ പലപ്പോഴും ക്രിസ്ത്യാനികളാണെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. കാരണം അവര് ക്രൈസ്തവൽക്കരിക്കപ്പെട്ടല്ലോ. അതിലൊരു വലിയ വിഭാഗം വെള്ള മാസ്റ്ററിന്റെ, അതായത് യജമാനന്റെ മതത്തിലേക്ക് അവർ മാറ്റപ്പെടും. പക്ഷെ ഇവര് വന്നത് കോങ്കോയിൽ നിന്നും സിയറാലിയോണിൽ നിന്നും പിന്നെ ബെനിനിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ള പല സ്ഥലങ്ങളും. അവിടെയൊക്കെ ഏതായിരുന്നു ആ കാലങ്ങളിലെ മതമെന്ന് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ ആദ്യ കാലങ്ങളിലെ പ്രത്യേകിച്ച് സ്ലേവ്സ് പിടിച്ചുകൊണ്ട് വന്ന സ്ലേവ് ട്രേഡിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത് വേറൊരു കഥ, വേറൊരു സംഭവം. അത് നമുക്കിപ്പോ ഇങ്ങനെ പറയാനായിട്ടും പറ്റത്തില്ല. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അത് പറയുന്നത് ശരിയല്ലല്ലോ ഇപ്പം. അപ്പൊ ഈ സ്ലേവ്സിലെ ഒരു 90% ആൾക്കാരും മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് അവരെ ഇങ്ങനെ ഈ മാനിനെ വേട്ടയിട്ട് പതിയിരുന്ന് വല വീശി പിടിക്കുന്നത് പോലെ ലിറ്ററലി വലയെറിഞ്ഞും പിടിച്ചും കൊളുത്തിയും തട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ സ്ലേവ് ട്രേഡ് ഭയങ്കര ലാഭമായിട്ട് മാറുകയും, ലാഭമാകുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയും വരുത്തുമല്ലോ. ഇപ്പം മരുന്ന് കച്ചവടം, ആദ്യമേ രോഗത്തിന് വേണ്ടി മരുന്നുണ്ടാക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മത്സരം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ മരുന്ന് ചെലവാകാൻ വേണ്ടി നമ്മൾ രോഗം തന്നെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞതുപോലെ പിന്നെ അങ്ങോട്ട് ആളുകളെ തട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഈ സ്ലേവ്സ് ആക്ച്വലി ഹൂ വെർ ദേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അമേരിക്കയിലെ സ്ലേവ്സ് ആരാണ്? ഒറിജിനലി മുസ്ലിങ്ങളാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു വലിയ പഠനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവര് ചെറിയൊരു അറിവും, ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ഖുറാനിലെ ചില വാക്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതുമായിട്ട് അറിയുന്ന രീതിയിൽ അവരുടെ ആ ഒരു ദൈവിക ബന്ധം അവരെ പുലർത്തിക്കൊണ്ട് പോന്നിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ നേഷൻ ഓഫ് ഇസ്ലാമിലൊക്കെ നമുക്കറിയാമല്ലോ, ഈ അതിനകത്തൊരല്പം ഡീവിയേഷൻ ഉണ്ട്. സുന്നി ഇസ്ലാമിൽ നിന്നൊക്കെയുള്ള ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ നേഷൻ ഓഫ് ഇസ്ലാമിന്റെ ഒരു ചരിത്രം പോകുന്നത്. എന്തുകൊണ്ടാണ് അവരൊരു ഒരു പൊതുധാരയിലുള്ള ഇസ്ലാം പറയാത്തത്? എന്തിന് അമേരിക്കൻ ബ്ലാക്ക് പറയുന്ന ലാംഗ്വേജ് പോലും അവർ ഇംഗ്ലീഷാണ് പറയുന്നതെന്ന് അറിയാം. പക്ഷെ ആ ലാംഗ്വേജിൽ ഒരു ഡിസ്റ്റിങ്ഷൻ ഇന്ന് വരെ നിലനിർത്താൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആഫ്രിക്കൻ കൾച്ചറൽ ഐഡന്റിറ്റി എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അത് ഒരു വലിയ വിഷയമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അമേരിക്കയിലെ ഇസ്ലാം. അതായത് പിന്നെ അമേരിക്കക്കാരൻ ഈ ഇപ്പൊ എന്റെ രസകരം ഞാനിപ്പോ പറഞ്ഞ കൊളംബസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പാനിഷിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതായത് സ്പാനിഷുകാരാണ് അമേരിക്കൻ നാടുകളിൽ ആദ്യം ചെല്ലുന്നത്. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷുകാർ അവിടെ ചെല്ലുന്നത്. ഇംഗ്ലീഷുകാർ ചെല്ലുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഇത് ചരിത്രമാണ്. ഇത് ആരെങ്കിലും കൃസംഗിളി കേട്ടിട്ട് ഉടനെ പുള്ളി വന്ന് അങ്ങനെ തള്ളിയെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഇത് ചരിത്രമാണ്. ഇംഗ്ലീഷുകാര് അവിടെ ഇന്ന് അതിന്റെ നാടിന്റെ ഏറ്റവും വലിയ ഓണർ എന്ന് അഭിമാനിക്കുന്നവർ ഇംഗ്ലീഷുകാരാണ്. അയർലൻഡുകാരെ പോലും അതുകൊണ്ട് തന്നെ ഐറിഷുകാരോടൊക്കെ പുച്ഛമാണ്. ഇംഗ്ലണ്ടുകാര് ചെല്ലുന്നതിന് മുൻപേ ആ നാടിൽ ക്ലെയിം ഉള്ളവരാണ് മുസ്ലിങ്ങൾ. അത് ചരിത്രമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ 1-2 പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറയാം. അപ്പം അത്രയൊക്കെയാണ് എനിക്ക് തൽക്കാലം ഇവിടെ പറയാനുള്ളത്. ഒരല്പ സമയം കൂടുതൽ എടുത്തു പോയെങ്കിലും യുവമാര് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. Okay. I vote
I have കഴിഞ്ഞു no കഴിഞ്ഞു idea. ഞാൻ ഇത്രേ ഉള്ളൂ I have no idea how to even start with. ഞാൻ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ജിമിച്ച ഓരോ പോയിന്റ് എടുക്കാം. And before that, I want to introduce നമുക്ക് Sister Mary Herb. ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നസ്രനെ ജിമിച്ച പറഞ്ഞു ലാസ്റ്റ് പോയിന്റിൽ മുതൽ അല്ല എടുത്തോളാം. ജിമിച്ച അത് ലാസ്റ്റ് പറഞ്ഞു പോയിന്റ് മുതൽ. ഞാൻ അതിനു മുൻപേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സിസ്റ്റർ മേരി. Sister Mary has been researching about Islam for a very long period of time. ഒരു വലിയ ഒത്തിരി നാളുകളോളം ഐ മീൻ കുറേ വർഷങ്ങളോളം സിസ്റ്റർ മേരി ഈ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഇപ്പം നിലവിൽ നമ്മുടെ ഓൺലൈനിൽ നമ്മൾ കണ്ടിട്ടുള്ള ലൈബ്രറികളിൽ നല്ലൊരു ലൈബ്രറി തന്നെ സിസ്റ്റർ മേരിയുടെ കയ്യിലുണ്ട്. ആ ലൈബ്രറിയിൽ പല പുസ്തകങ്ങളും ഞങ്ങളുടെ കൈവശം സിസ്റ്റർ മേരിയുടെ ഉണ്ട്. പുള്ളിക്കാരത്തിയുടെ കുറച്ച് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുള്ളിക്കാരത്തി ചെയ്തിട്ടുള്ളതെന്ന് പറയും. Hey Sister Mary, can you hear me? Yes, I can. Okay, so can you just give a brief about about your studies of Islam and from the what all things that you have written and things like that, just so that the audience would know about you, and then we will get into the blunders this guy called Alan Joseph is saying. We call him as Alan Yusuf because of the way that he has been whitewashing Islam, and he is even getting paid and getting funded from the poor Christians to go to learn PhD in Islamic studies from United States. And this guy is trying to attack our apologist and trying to say that we are trying to create communal disharmony and so on and so forth. So I'll go to that, but before that, can you just give a brief about your studies and things that you have achieved so far, just for the credibility sake? Well, I was actually a minor in religious studies in college, and I began to study Islam particularly after I realized that they didn't actually tell us anything real about Islam in those studies. They just told us, "Oh, there are 5 pillars," and we didn't read any of the Quran. So I'm like, if we're not reading the holy book, how on earth are they teaching rightly? And then in 2001, there was, of course, the terror attack. And then I said to myself, well, someone's getting Islam wrong, so I should Sister Mary, probably learn about it. let me I'm almost translate done, that. and then you can Yeah, I've let got me one try. more Give me. sentence. Okay. Yeah, sister. Give me give me time to translate as well, because our audience is majorly, Malayalam speaking, but we do understand English pretty well. So, Sister Mary പറഞ്ഞത് ഞാൻ 2001 മുൻപേ മൈനർ ഇൻ റിലീജിയസ് സ്റ്റഡീസ് വെച്ച് ആണ് ഞാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോളേജ് പഠിത്തം മൈനർ ഇൻ റിലീജിയസ് പഠിത്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2001 തൊട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇവർ ഇസ്ലാമിനെ പറ്റിയുള്ള സത്യങ്ങൾ നമ്മളോട് പറയുന്നില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഖുറാൻ നമ്മൾ മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാകാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചത് 2001 തൊട്ട്. Yeah, go ahead, sister. Okay, and that is so then I learned about how to study the Quran using the tafsir and using the ahadith, and slowly I began reading about it and learning about it, and then I also read a lot about history too. അത് കഴിഞ്ഞിട്ട് ഞാൻ ഖുറാനെയും അതിൻ്റെ തഫ്സീറുകളെയും അതിൻ്റെ ഹദീത്തുകളെയും ഞാൻ പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാനും പഠിക്കാനും തുടങ്ങി. Nasrin brother, her sound is very feeble. Yeah, Can't Sister hear. Mary, can you hold the mic a little bit closer? Right. Is that working better? Yeah, it is. It is. Okay, Go ahead. Go ahead. Sorry, it just wasn't plugged in properly. I'm sorry. Then I've been off mic when I should have been. I thought I was muted when I wasn't too, which isn't good because you hear my keyboard really loudly, I'm sure. Anyway, yeah, that's my background. Go ahead and do the translation, ask the questions about how Islam has supposedly helped the United States. Yeah.
സോ അങ്ങനെയാണ് സിസ്റ്റർ മേരിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഇതിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ഡീപ്പായിട്ടുള്ള പല യുനോ ഈ എന്തോ പറയുന്നത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സിസ്റ്റർ, യു ഹാവ് റിട്ടൺ എ കപ്പിൾ ഓഫ് ആർട്ടിക്കിൾസ് റൈറ്റ് അബൌട്ട് വിച്ച് ആർ പബ്ലിഷ്ഡ്? സിസ്റ്റർ മേരി, can you hear me? Sorry about that. I've written for various people and groups and things. I haven't finished a book yet, but I'm working on some. And they യാ, will be. നാല് ആർട്ടിക്കിൾസ് പുള്ളിക്കാരത്തി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുസ്തകം പുള്ളിക്കാരത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ജിമിച്ചാ, നമുക്ക് തുടങ്ങാം എന്നാലേ അമേരിക്കൻ ഹിസ്റ്ററിയും. എന്താ അറിയോ നസ്രീൻ ബദ്രെ, നമ്മുടെ മേരി സിസ്റ്ററെ കൊണ്ട് ഈ ഇടയ്ക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. അമേരിക്കൻ ഹിസ്റ്ററിയെ കുറിച്ച് ചോദിച്ചു, മാഡം ഉത്തരം അതെ പറയാം. അതെ 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 അതായിരിക്കും അതെ അതെ നല്ലതെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി ഏത് ചോദ്യം സോ സിസ്റ്റർ മേരി, ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ലാസ്റ്റ് പാർട്ട് ഓഫ് അലൻസ് ഓഡിയോ. The first thing he has said, that when Columbus was looking or searching for America, and when he reached, there was a Muslim guy, a Moroccan Muslim guy was with him when Columbus reached to America. Is there any credibility or facts about that? No, he didn't have they came out of Genoa. They were all Italian and Spanish sailors. They weren't It's too much echo, Arab. Mary sister. I can I hear think your voice. Nasrin has to mute his mic. Yeah, go ahead, sister. Yeah, നസ്രെ മാഡം, എക്സ്ക്യൂസ് മീ, നസ്രേനെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനൊന്ന് പറയാം, അതിനുശേഷം പറയാം. അതെ 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 ഈ അതെ അമേരിക്കയെ അതെ കുറിച്ച് അതെ പറയട്ടെ. എന്നാൽ ഓരോന്നായിട്ട് പറയാം, എന്നിട്ട് ഞാനത് പറയാം. ഞാൻ പറയാം. അതായത് ഈ അലൻ യൂസഫ് അദ്ദേഹം അമേരിക്കയെ കുറിച്ച് പറയുന്ന ഒരു വലിയ നുണയുണ്ട്. അദ്ദേഹം കുറെ പണ്ഡിതന്മാരുടെയൊക്കെ പേര് പറയും. അതാണ് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഇസ്ലാമിക വ്യക്തികളുടെ പേരൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. അദ്ദേഹം അമേരിക്കയെ കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്: അമേരിക്കയിൽ ഇസ്ലാം വന്നത് എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? 1527 ആണ്. അദ്ദേഹം പറയുന്നത് കൊളംബസിന്റെ കൂടെ. ഞാനിത് പറയാം. So, Sister Mary, the first claim that Alan has made, is that Islam came to America in 1500. അല്ലെ, 1527. Yeah, 1527, in the year 1527. That is the claim that Alan has made. Yeah, the Chinese also falsely claim and lie and claim they discovered America. That's a very recent fabrication, that there was some amazing Arab sailor who discovered America first. Did not happen. The first Westerners to ever discover the Americas were the Vikings, and they settled Greenland, and they discovered North America, and tried to settle there, but back then it was just too far away to try to settle that far away, and so they ended up leaving. Let me translate that. Okay. Let me translate that. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ അറബ്സ് ആണ് ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നെന്നുള്ള തള്ളു പോലെ തന്നെ ചൈനീസും ഈ ക്ലെയിം വെക്കാറുണ്ട്. പക്ഷേ ഇത് വലിയൊരു അബദ്ധവും ഇത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബ്ലണ്ടറാണ് ഇവർ ഈ പുഷ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അമേരിക്കയുടെ ആ ഏരിയകളിൽ വന്നിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ വൈക്കിങ്സ് ആണ്. പക്ഷെ അവർ അത്രയും പ്രബലരായില്ല. അവർ ആ ഏരിയകളിൽ വൈക്കിങ്സ് ആണ് ആദ്യമായിട്ട് അമേരിക്കയുടെ പോർഷനിൽ വന്നത്. Yeah, go ahead, sister. Then the second group to discover the Americas was in fact Columbus, and he's the only one for it to result in a settlement. I don't care whether or not Arabs are claiming they found it, or the Chinese are making up stories about their great sailing abilities, or whoever's making up whatever. It's all a lie. Now, it is true that the people of the islands of Southeast Asia
actually were sailing to the shores of South America, but that didn't really Yeah, affect anyone else. And those were not any Arabs. Those were the Melanesians. They were pagan Melanesian yeah, people. So the sister, native let me translate. Melanesians Yeah, let me translate. employed I'll miss out a sailors. lot of points. You're making a lot of points, and Sorry. I have a very short memory to translate. But yeah, പുള്ളിക്കാരത്തി പറഞ്ഞത് രണ്ടാമതായിട്ട്, ഒന്നാമതായിട്ട് വൈക്കിങ്സ് ആ ഭാഗങ്ങളിൽ വന്നു, പക്ഷെ അവർ അത്രയും പ്രബലരായില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മേജർ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കിയത് പോലും കൊളംബസ് അല്ലെങ്കിൽ യൂറോപ്യൻസ് അത് കഴിഞ്ഞിട്ട് അവിടോട്ട് വന്നപ്പോഴാണ്. കൊളംബസ് ആണ് ഈ സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ കൂടുതലായിട്ടും ഉണ്ടാക്കിയത്. അല്ലാതെ പുള്ളിക്കാരത്തി പറഞ്ഞത് ഇപ്പം ചൈനീസ് ഇത് ക്ലെയിം ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പം അറബ്സ് ഈ ക്ലെയിം ചെയ്താലോ ഇതിനകത്തൊന്നും ഒരു ആധികാരികതയും ഇല്ല. നസ്രേനെ ഇതോടെ ചെയ്തോളൂ. അതായത് 1527 1527 കൊളംബസിന്റെ കൂടെ ഒരു മൊറോക്കോക്കാരനായ ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. അപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചതിൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ച സാരം. Yeah. Sister Mary, Ellen was also saying another thing was that, when Columbus discovered America, there was a Moroccan Muslim guy who came along with Columbus. So, based on that, Islam has a big role in terms of finding, America. That is a claim that this jihadi, who claims he is a Christian, but he is getting, I don't know whether funded or was being influenced or he got into love jihad, or do they have any kind of his sex tapes or videos, we do not know. But this is the guy who is claiming this kind of blunders. No, it's totally a lie. Here are the names of the people who went. I have a name of every single person who is on Columbus's ship. Okay, Every single let me name is a explain that. Let me Christian explain name. that. സിസ്റ്റർ മേരി ഇപ്പോൾ ആ കൊളംബസിന്റെ ഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും പേര് പുള്ളിക്കാരത്തിയുടെ കയ്യിലുണ്ട്. ആ ഓരോരുത്തരുടെ പേര് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്ത് സിസ്റ്റർ ഇപ്പം പറയും. Go ahead, sister. So every single name, I'll go ahead and I'll just drop a link right now. Hang on, let me get the link. Columbus landfall. He can go ahead and make a next point while I'm Yeah. linking. ജിമ്മിച്ച കൊളംബസിന്റെ ഷിപ്പിനകത്ത് മുസ്ലിം ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പം അറിയാം. കാരണം പുള്ളിക്കാരത്തി അല്ല, സിസ്റ്റർ മേരി, I'm making you a mod so that you can pin the link above, so that people would also see. കൊളംബസിന്റെ ഷിപ്പിനകത്ത് ഇസ്ലാമിസ്റ്റ് ഉണ്ടായിരുന്നോ, ഇസ്ലാമിന്റെ പേരുണ്ടായിരുന്നോ എന്ന് നമുക്ക് നോക്കാം. പുള്ളിക്കാരത്തി ആ ഓരോരുത്തരുടെയും പേര് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ലിങ്ക് ഇപ്പൊ പിൻ ചെയ്യും. അടുത്ത ചോദ്യം ചോദിച്ചോ. അടുത്ത ചോദ്യം അടുത്ത ഇതാണ്. മറ്റേ സദേൺ സ്റ്റേറ്റില് 65% പേരും ക്രിസ്ത്യൻസ് ചർച്ചിൽ പോകുന്നവരായിരുന്നു. എന്നാൽ അവർ വലിയ റേസിസം കൊണ്ട് നടക്കുന്നവരായിരുന്നു. മനസ്സിൽ റേസിസം ഉണ്ട്, അവർ തോക്ക് കൊണ്ട് നടക്കുന്നവരാണ്. ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക്, സദേൺ സ്റ്റേറ്റിലുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം. അതിന് ആ വിഷയം Yeah, the next claim that he has been making is that in southern states there is a lot of influence of Christianity, and the Christians are more than 60% of the Christians go to churches. But even when they go to churches, they are all carrying guns and everything, and that is even though they carry guns and all, they speak against the gun laws and things like that. It's the claim that he has been making, that they have been carrying guns into churches. Are all the Christians? Actually, it is true. In a lot of states, Christians do carry guns into churches. They can do concealed carry because there are people like Muslims around who want to shoot up the churches. So because there are people who try to come into churches and shoot all the Christians, there usually there are often elders or other guards who carry concealed weapons. And so if someone comes in and tries to murder the children, the men will shoot that person who's trying to murder the children. And that has happened in Texas and in several other places. Armed guards have taken people down, and most other churches also have to hire policemen to protect them because of Muslims
and people like them who want to kill all the Christians. So yes, that has been a change in America because there are more Muslims now. There are more people, and there are more disturbed people who are against Christianity because they hate God. They will come in and try to shoot all the children, and so and Yeah, all the let people me there. let me translate that. അലൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു വാസ്തവികതയുണ്ട്. പക്ഷെ അലൻ മറച്ചു വെച്ച ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് സദേൺ സ്റ്റേറ്റ്സിൽ പല ചർച്ചകളിലും അവിടെയുള്ള എൽഡേഴ്സും അതുപോലെ തന്നെ Wait 1 മുതിർന്നവര് second, Nazarene, കൺസീൽഡ് 1 second. വെപ്പൺസ് It isn't the southern states, it's everywhere. If you don't, it's absolutely everywhere. If your elders are not armed, they usually have armed guards or they have armed police officers who stand there. So if it's a state where you're not allowed to carry weapons, then you hire police officers because that way a Muslim can't come in and try to kill everyone. This is right now which you're talking about, right? Let me just translate that. പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യം നസ്രാൻ ഒരു മിനിറ്റ് തരണം, ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോ ഷിജുമോൻച പറഞ്ഞോ. അദ്ദേഹം ചെയ്ത ആർഗ്യുമെന്റ്, ബേസിക് ആർഗ്യുമെന്റ് അതല്ല. അദ്ദേഹം പറഞ്ഞത് സദേൺ സ്റ്റേറ്റും നോർത്തേൺ സ്റ്റേറ്റും തമ്മിൽ അമേരിക്കയിൽ സിവിൽ വാറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന് കാരണം സദേൺ സ്റ്റേറ്റിൽ കൂടുതലും ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയകളിലെല്ലാം ഈ ഗൺസ് എല്ലാം ആയിട്ട് നടക്കുന്ന ആളുകളായിരുന്നു. അപ്പം ഇവിടെ ഇവർക്ക് കൂടുതലായിട്ട് ബ്ലാക്സിനോടുള്ള വർഗീയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഗീയ പ്രശ്നം, അതായത് ഈ വംശീയ പ്രശ്നം ആണ് അമേരിക്കയുടെ സിവിൽ വാറിലേക്ക് നയിച്ച ഘടകം. അത് നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റും തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ റീസൺ അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രികളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകപ്പെട്ട സ്ലേവ്സ്, കോങ്കോ മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ ഇവിടുത്തെ ക്രിസ്ത്യൻസ് ബലമായിട്ട് പിടിച്ച് മുസ്ലിംസ് ആണ് അമേരിക്കയിൽ ചെന്ന ബ്ലാക്ക് സ്ലേവ്സ് എന്നാണ് അലന്റെ വാദം. അപ്പൊ ഈ ബ്ലാക്ക് സ്ലേവ്സിനോടുള്ള വളരെ മോശമായ, മുസ്ലിം സ്ലേവ്സിനോടുള്ള മോശമായ ഇടപെടൽ കൊണ്ടാണ് അമേരിക്കൻ സിവിൽ വാറിന് കാരണമായ എന്നുള്ള ഈ ആർഗ്യുമെന്റ് ആണ് അലൻ അവിടെ പ്രസന്റ് ചെയ്തത്. ഇത്രയും പുള്ളിക്കാരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ബ്രദർ, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പറയാം. You can say it in English. You can explain that argument in English. Go ahead. പറഞ്ഞു. ഞാനത് പറഞ്ഞു പഠിപ്പിക്കാൻ എനിക്ക് സമയം എടുക്കും. എനിക്ക് അത് പറഞ്ഞു, അത് അങ്ങനെ തന്നെ പറഞ്ഞു. ഷിജുമോൻ പറഞ്ഞു. അല്ല, അവര് ഇതിനു മുമ്പ് പറഞ്ഞു, ട്രാൻസ്ലേറ്റ് ചെയ്യും. So Sister Mary has said that not just in ഈ സദേൺ സ്റ്റേറ്റ്സിൽ മാത്രമല്ല ഗൺസ് ക്യാരി ചെയ്യുന്നത്, അവിടെയുള്ള എല്ലാ എൽഡേഴ്സും അവരൊന്നുകിൽ ഗൺസ് ക്യാരി ചെയ്യണം, അല്ലെങ്കിൽ അവർ ആംഡ് ഗാർഡ്സിനെ വെക്കണം. കാരണം അമേരിക്കയിൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒത്തിരി ഇൻഫ്ലുവൻസ് കൂടുന്നതിൻ്റെ കാരണം ഈ ജിഹാദികൾ അവിടെയുള്ള എൽഡേഴ്സിനെയും ചർച്ചിലെ പാസ്റ്റർമാരെ പോലും ചർച്ചിനകത്ത് കയറി വെടിവെക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവിടെയുള്ള ചർച്ചസിൽ അവർ ഈ ഗൺസും അതുപോലെ കൺസീൽഡ് വെപ്പൺസും വെക്കണം. അതാണ് പുള്ളിക്കാരത്തി വെച്ചത്. അല്ലാതെ ഇത് സദേൺ സ്റ്റേറ്റിൽ മാത്രമല്ല, ഇൻ ഓൾ ഓവർ അമേരിക്ക ഈ കാര്യം നിലവിൽ ചർച്ചുകളിൽ ഉണ്ട്. അതാണ് പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം. സിസ്റ്റർ, യു were blinking something, but I think Shijmon brother wants to make a valid argument which Alan is making. Yeah, he kept talking go about ahead. southern states and black people. None of that has anything to do with southern states and black people. Sister Mary, listen to the argument where he is bringing in. Shijmon brother will explain the argument that he is bringing in. How it relates to any he is relating south it. He is north or sister, whatever. he is relating it. No, if that makes he is sense. relating this one. No. No, listen to this. And it's not necessarily just Muslim jihadis. For some reason, atheists are jihadis. Yeah, even the atheists and the people who have mental health issues and things like that. Who are atheists. They become atheist and then they go crazy because they're atheist and then they try to kill Christians. And that happens a lot. Yeah, so even ഇത് ചർച്ചുകളിൽ let me try to explain that. Black people have guns at churches. Right. At my church, the person with the gun is black. Right.
Right. Let me try He's a to black guy with a gun. let me try to explain that in Malayalam. So, സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ ചർച്ചുകളിൽ കയറി ആക്രമണം ഉണ്ടാക്കുന്നതും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതുമായിട്ടുള്ള പല നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ബൈബിള് വിട്ട് ക്രിസ്ത്യാനിറ്റി വിട്ട് നിരീശ്വരവാദത്തിലേക്ക് പോയി അവർക്ക് മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഈ പല മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നവരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അവർ ചർച്ചുകളിൽ അകത്ത് കയറി വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കൊല്ലുന്നത് കൊണ്ട് അവിടെയുള്ള ചർച്ചുകളിലെല്ലാം ഇത് സദേൺ സ്റ്റേറ്റ് മാത്രമാണ് ഈ പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ പുള്ളിക്കാരൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അത് അമേരിക്കയിലെ എല്ലാ മിക്കവാറും ചർച്ചുകളിൽ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാസ്റ്ററോ പ്രീസ്റ്റോ എൽഡറോ ഒന്നുകിൽ അവർ ഗൺ ക്യാരി ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഒരു ഗാർഡ് ഗൺസ് ക്യാരി ചെയ്യണം. മേരി സിസ്റ്റർ പറഞ്ഞത് പുള്ളിക്കാരത്തിയുടെ ചർച്ചിൽ ഗൺ ക്യാരി ചെയ്യുന്ന ഒരാൾ ബ്ലാക്ക് ആണ് എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരനാണ്. അപ്പം ഇത് ഈ പറഞ്ഞ ആർഗ്യുമെന്റ് തന്നെ വളരെ തെറ്റാണ്. ഷിജ്മോൻ ചാന്റെ ആർഗ്യുമെന്റ് ഒന്ന് പറഞ്ഞേ. Okay, it's not my argument. And Alan was telling in his room. He put up an argument just like this. I will explain it. He said that in in southern states of America, there are so many Christians. In most of the people are Christians there, and they have uh, they, uh, they they have there were many black people who were brought to America from Africa, just like from Congo and some of the places. They were brought to America, and those black people were Muslims. And later on in No, America, no, that's just when not true. let me complete it, then only you can explain it very clearly. And Alan says that those slaves, black slaves in America were Muslims, and in northern states and southern states were having some talk about, and they have some problem about this slave issues. And American Civil War was because of the result of southern states and northern states were having issues about these black slaves. So in southern states, dominating Christians having guns and all kind of this sort of things in their hand, and northern states people are much better people. And because of this reason, because of the Muslim slaves, black slaves was the issue behind the American Civil No, War. the whole thing. This is Hang on, what let me go he ahead. put up. Okay, everything he said was a lie. First of all, it is the northern states that had the traders with the boats. So the boats and the people who owned boats were mostly in the north because that's where the shipbuilding was. And so almost all the people who sold slaves were in the north. Okay? Let me explain And that. then, wait one Let me second. explain that, Slavery Sister Mary. also used to be legal in all of the north. It was totally legal in all the northern states too in the past. പുള്ളിക്കാരത്തി പറഞ്ഞത് സദേൺ സ്റ്റേറ്റ്സിലല്ല നോർത്തേൺ സ്റ്റേറ്റ്സ് ആണ് സ്ലേവ് ട്രേഡ് കൂടുതലായിട്ട് ചെയ്തത്. കാരണം നോർത്തേൺ സ്റ്റേറ്റ്സിനാണ് കൂടുതലായിട്ട് ബോട്ട്സ് ഉണ്ടായിരുന്നത്, അവിടെയായിരുന്നു ഷിപ്പ് യാർഡ്സുകൾ ഉണ്ടായിരുന്നത്, അവരാണ് കൂടുതലായിട്ടും സ്ലേവ് ട്രേഡ് ചെയ്തത്, അല്ലാതെ സദേൺ സ്റ്റേറ്റ്സുകളല്ല. അലൻ പറഞ്ഞ ഈ വാദം വളരെ തെറ്റാണ്. അദ്ദേഹം ഇസ്ലാമിൽ പഠിച്ച പച്ചക്കള്ളം തക്കിയാണ് പുള്ളി അവിടെ ഉപയോഗിച്ചെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞതിന്റെ ആശയം. Okay, and so the slaves that were traded were almost all bought from the Islamic empires and kingdoms in Africa. Yeah. So Africa had a lot of Islamic empires and kingdoms, and almost all the slaves that they traded were the polytheists. So the Muslims would go out, and because they are supposed to jihad against the polytheists, they would go out and capture people from all around them and sell them. They had already been selling them to other Muslims for 700 years at that point.
Let me And share, go sister. ahead. Let me translate that. Yeah. പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ നോർത്തേൺ സ്റ്റേറ്റ്സ് എന്ന് അലൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ്സിനാണല്ലോ കുറ്റം പറയുന്നത് അവിടെ ക്രിസ്ത്യാനികളുള്ളപ്പോൾ, ഈ നോർത്തേൺ സ്റ്റേറ്റ്സ് പോയി മേടിച്ച, അല്ലെങ്കിൽ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പോയി മേടിച്ച ഈ സ്ലേവ്സ് എല്ലാവരും പോളിതീയിസ്റ്റുകളായിരുന്നു, കാഫിറുകളായിരുന്നു. കാരണം അവർ പോയി മേടിച്ചത് ഇസ്ലാമിസ്റ്റുകളോടാണ് അവർ പോയി മേടിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം വളരുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ പോയി ഓരോരുത്തരെ കാഫിറുകളെ പിടിച്ചടക്കി അവരെ അടിമകളാക്കുമായിരുന്നു. എന്നിട്ട് അവരെ ഈ ചന്തകളിൽ വന്നിട്ട് വിൽക്കുമായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോളിതീയിസ്റ്റുകളെ, അല്ലെങ്കിൽ ഈ ബഹുദൈവ വിശ്വാസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുമായിരുന്നു. ഈ വിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് പോയ ഈ ബോട്ട്സിൽ പോയ ആൾക്കാർ പോയി മേടിച്ചത്. അപ്പോൾ അലൻ പറഞ്ഞ ആ വാദം എന്ന് പറഞ്ഞാൽ പച്ച കള്ളമാണ്, പച്ച നുണയാണ്. അടുത്ത So പറയട്ടെ നസ്രീൻ ബ്രദർ. hang on. അല്ലല്ലേ, So ഇത് listen, കഴിയട്ടെ, ഇത് I കഴിയട്ടെ. have to ലെറ്റ് ഹെർ finish. ഫിനിഷ് I ദിസ് have to പോയിന്റ്. finish. So when the Europeans first came to Africa, they discovered that the Muslims had established empires and were selling slaves. And the Muslim kings and queens said, "Do you want to buy our slaves?" And after a while, they said, we shouldn't, but yes. And then they made up excuses for why this was okay. They had previously, the Christian countries had all originally had slavery, and then they had all outlawed slavery. But because they were weak and they did something that they shouldn't have, and they made excuses, even though they understood that traditionally they weren't supposed to do this and that was a bad thing, and it was good that they got rid of slavery. They made excuses because it's like being offered free money, and they just made an excuse to take something bad that they shouldn't have taken and that they weren't supposed to have. ഈ രാഷ്ട്രങ്ങളിലുണ്ടായിരുന്ന, ഈ അറേബ്യൻ രാഷ്ട്രങ്ങളിലുണ്ടായിരുന്ന രാജ്ഞിമാരും രാജാക്കന്മാരും അവർ ഈ ട്രേഡേഴ്സ് വന്ന, അല്ലെങ്കിൽ ഈ യൂറോപ്പിൽ നിന്നൊക്കെ വന്ന ഈ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക ഭാഗത്ത് നിന്ന് വന്ന ഈ ട്രേഡേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ അടിമകളെ അല്ലെങ്കിൽ ഈ ബഹുദൈവ വിശ്വാസികളെ വേണോ, നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാദ്യമൊക്കെ അതിനെ ആഗ്രഹിക്കാത്ത ഒരു മട്ടിൽ അവർ സംസാരിച്ചെങ്കിലും പിന്നെ അവരത് വാങ്ങിച്ചു. പിന്നെ അവരെ പർച്ചേസ് ചെയ്തു. കാരണം ഈ പല ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും സ്ലേവറി നിലവിൽ നിന്ന രാഷ്ട്രങ്ങളിൽ അത് കഴിഞ്ഞിട്ട് അതിനെ അബോളിഷ് ചെയ്ത് കളഞ്ഞപ്പോഴും പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെയും അവർ ചെയ്യേണ്ടാത്തത് അവർ പിന്നെയും ചെയ്തു. അതിന് പ്രചോദനമായത് ഈ അറേബ്യൻ രാഷ്ട്രങ്ങളാണ്. കാരണം അവർക്കത് ഈസി മണിയാണ്, അല്ലെങ്കിൽ പൈസ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയാണ് എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. Okay, so and then the last thing I want to say is that Muslim slaves were very, very rare. They were so rare that the very few that there were became curiosities, and people would come from hundreds of miles away to visit this Muslim slave that somebody happened to have. They were very, very rare. So the very few there were became extremely famous, because to be a Muslim slave, what basically had to happen is that you either got sentenced to slavery because you broke the rules in your kingdom, or you got betrayed by someone and sold illegally. Because Muslims were not being sold as slaves by these kingdoms, by these Muslim kingdoms. So it's the Muslim kingdoms who were enslaving polytheist Africans, and that's who was being sold. Yeah. Let me translate that portion. പുള്ളിക്കാരത്തി പറഞ്ഞത് ഒരു മുസ്ലിം സ്ലേവിനെ വിൽക്കുന്നത് വളരെ വിരളമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാജ്യം ഒരിക്കലും ഒരു മുസ്ലിം സ്ലേവിനെ വിൽക്കത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ റെയറായിട്ട് ഉണ്ടായാൽ പോലും ഒന്നുകിൽ അവർ അവിടെയുള്ള നിയമങ്ങളെ തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ശറിയ നിയമങ്ങളെ അവർ തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലേ മാത്രമേ ഒരു മുസ്ലിമിനെ വിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ റെയർലി സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ കൂടുതലും വിൽക്കപ്പെട്ടത് അവർ മുസ്ലിങ്ങളൊന്നുമല്ല. അവിടെ വിൽക്കപ്പെട്ടത് ബഹുദൈവ വിശ്വാസികളാണ്. എന്ന് പറഞ്ഞാൽ കാഫിറുകളാണ് കൂടുതലും വിൽക്കപ്പെട്ടത്. Okay, so and then the last thing I want to say is that Muslim slaves were very, very rare. They were so rare that the very few that there were became curiosities, and people would come from hundreds of miles away to visit this Muslim slave that somebody happened to have. They were very, very rare.
അപ്പൊ ഈ Sister, I പറയുന്ന have a വാദം question. തെറ്റാണ്. ഷിജുമോൻ നമുക്ക് ഈ പുള്ളിയുടെ ഓരോ പോയിന്റ്സ് അഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിസ്റ്റർ മേരിയുടെ വേറെ ക്വസ്റ്റ്യൻസ് This is എടുക്കാവുന്നല്ലേ? related to his topic. ഓക്കെ ഗോ ഹെഡ്. My question is this. This is what I want to ask. Sister, in his speech, he was making a total point that in present America, which is far better than most of the countries in the world. So he says that the present American standards are because of the Quran and something has Muslims done there, and the hereditary of the Muslims in America are far better and far very earlier than even the Protestant Christians were there. This is what he wanted to communicate with the people. Is there any truth in that? He's saying that Muslim slaves came there, and after that only the Christianity and the present life of America was turned over because of the American Civil War. The American Civil War made the America as the present America. So the Muslims are the very cause of America's present condition. This is what None of this is true. he communicated. There were almost no Muslim slaves. Almost none. Like 1 in thousands were Muslim. So no, like none of that's true. And none of the Muslim slaves raised their children, if they had any, as Muslims. They just didn't. So no, there was no. Islam had nothing to do with the Civil War at all whatsoever. Islam contributed nothing to America or its founding. Islam was excluded. Muslims were explicitly excluded from immigrating to America because they were not allowed. No one who believed in polygamy was allowed to immigrate to America until the 20th century. So even just believing in polygamy means you can't come. And they instituted that to keep out Muslims because the first war Sister Mary, that let America had. me translate. Okay, go ahead. So പുള്ളിക്കാരത്തി പറഞ്ഞത് ഇസ്ലാമിന് ഒരു കോൺട്രിബ്യൂഷൻ പോലും ഇപ്പോഴത്തെ നിലവിലെ അമേരിക്കയ്ക്ക് ഇല്ല. ഒരൊറ്റ സിംഗിൾ പൈസയുടെ കോൺട്രിബ്യൂഷൻ പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ എന്തുവാ അടിമകളായിട്ട് കൊണ്ടുവന്നവരിൽ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ്, ഇപ്പം ആയിരക്കണക്കിന് അടിമകളുള്ള ഈ ബഹുദൈവ വിശ്വാസികളുള്ളതിൽ ചിലപ്പം 1-2 മുസ്ലിങ്ങൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ. അല്ലാതെ അവിടെ ഉള്ളവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നെന്ന് ഈ പറയുന്ന അലൻ്റെ വാദം വളരെ വസ്തുതാവിരുദ്ധവും കള്ളവുമാണ് എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. കാരണം മുസ്ലിങ്ങളെ ആ ഏരിയയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏരിയകളിൽ കൊണ്ടുവരാറേ ആ സമയത്തില്ലായിരുന്നു. കാരണം പൊളിഗമി എന്ന് പറഞ്ഞാൽ 3, 4, 5 ഭാര്യമാരെ കെട്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വർജനീയമായിരുന്നു. ഇറ്റ് വാസ് പ്രൊഹിബിറ്റഡ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ആ സമയത്ത് അങ്ങനത്തെ ഒരു കാര്യമേ നിലവിൽ ഇരിപ്പിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പോലും കേട്ടാറില്ലായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. നസ്രീം ബ്രോ അടുത്ത ചോദ്യം അല്ല ചോദിക്കണം. അപ്പൊ അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം. എന്നാ പറയാ, അല്ല ആക്ച്വലി നമുക്കിപ്പോ കമന്റ്സ് പറയാനില്ല ഡോൺ ബ്രദറെ. നമുക്ക് ചോദ്യങ്ങൾ, നമുക്ക് ഈ ഓരോ പോയിന്റ്സ് ഉണ്ടാക്കാനുണ്ട്. അല്ല ഇറ്റ്സ് നോട്ട് എ കമന്റ്. അല്ല, ഇതൊരു എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്നാ പറയാ, നമുക്കേ ഇന്ത്യക്കാർക്ക് എംബസിയിൽ ഇത് ഇന്റർവ്യൂ പോലും കിട്ടുന്നില്ല. പക്ഷേ ഈ മൈഗ്രന്റ് ആയിട്ട്, അതായത് ഈ റെഫ്യൂജി സ്റ്റാറ്റസ് ഇരിക്കുന്നവർക്ക് ഇന്റർവ്യൂ പോലും കിട്ടും. അല്ലല്ല, അത് വേറെ പ്രോബ്ലം ആണ്. അത് നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ അലന്റെ വാദങ്ങൾ നമുക്ക് ചോദിക്കാം. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് വാട്ട് അലൻ ഹാസ് മെയ്ഡ്. ആൻഡ് അഗൈൻ ടു ഒരു മിനിറ്റ് നിൽക്ക് ജിമിച്ച, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സനൂജ്, നിങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും ഇവിടെ ഹിസ്റ്ററി അറിയാവുന്ന ഒന്നാന്തരം അമേരിക്കൻസ് ഉണ്ട്. നിങ്ങളുടെ വാലാട്ടിപ്പട്ടി ആയിരിക്കുന്ന അലൻ യൂസഫിനെ പോലെയല്ല. ദർ ആർ പീപ്പിൾ ഹു know the history about America and they are citizens of America here. So yeah, ജിമിച്ച അടുത്ത ക്വസ്റ്റ്യൻ. അദ്ദേഹം പറഞ്ഞത് 235 നോബൽ പ്രൈസ് കിട്ടിയ ഇസ്ലാമിക, അതായത് കുറച്ച് ഇസ്ലാമിക വിശ്വാസികളുടെ പേര് പറഞ്ഞു.
ഇസ്ലാമിസ്റ്റുകളായ ഭയങ്കര സ്കോളറായ കുറച്ച് പേരുടെ പേര് പറഞ്ഞിരുന്നു, പേര് ഞാൻ മറന്നു. അവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 235 നോബൽ പ്രൈസ് കിട്ടിയ ഒരു കഥ പറഞ്ഞു. അതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചു. Yeah, but Sister Mary, the other claim that he has made is that 230 plus, Muslims have received a Nobel Prize, and he has actually pushed a lot of names, name this, and this, and So he has claimed that these are the people who, like, a lot of them have received Nobel Prizes, and So these if you're were all talking about, Muslims. if you're talking about Nobel Prizes in science, Spain, the country of Spain, has produced more Nobel Prize winners than the entirety of the Islamic world. If you Okay, count let up me every translate single that. Muslim Let me who's ever translate that. won, yeah. Yeah, പുള്ളിക്കാരത്തി And Spain പറഞ്ഞത്, hasn't won very many. Spain is not a very advanced country. സ്പെയിൻ ഒരു വലിയ രാഷ്ട്രമൊന്നുമല്ല, പക്ഷേ സ്പെയിൻ ആണ് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് നേടിയിട്ടുള്ളത്. എൻറ്റയർ ഇസ്ലാമിക് രാഷ്ട്രങ്ങളെല്ലാം കൂടെ In ഒന്നിച്ച് science, ചേർത്താൽ പോലും. in Yeah, science, in എല്ലാ Right, science. science alone. സയൻസിൽ മാത്രം സ്പെയിൻ ആണ് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് ജയിച്ചിട്ടുള്ളത്. ഗോ അഹെഡ് സിസ്റ്റർ. So the claim So that he is making about the Nobel prizes that has been won, so and they all of give these out, were Muslim. they'll give out a Nobel Prize in literature to just about anyone, and they won't keep giving it out to the same people. So, like, even if the literature of one country is much better than all the other countries, they're not going to give the Nobel Prize to the people who actually should have it. They're going to spread it around because that's how those work. But if you're talking about the Nobel Prize in chemistry or the Nobel Prize in physics or the Nobel Prize in whatever other scientific field, they give it to people who have actually achieved important things in those fields. So Yeah, let me the translate that. entire Islamic world is not even equal to Spain, which is not a great producer of and the only things that the Islamic world is good at, like better than other people at in science, is falconry, camel breeding, and desalinization. That's it. Okay. 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 പുള്ളിക്കാരത്തി പറഞ്ഞത്, so that there are a lot of interesting points that you have made, but the problem is that when I have to translate it, I will skip out a couple of things. That's my apologies. Yep. പക്ഷേ പുള്ളിക്കാരത്തി പറഞ്ഞത്, സ്പെയിൻ ഒരൊറ്റ രാഷ്ട്രമാണ് സയൻസിൽ മാത്രം ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസസ് ജയിച്ചിട്ടുള്ളത്. എൻറ്റയർ ഇസ്ലാമിക് എല്ലാ രാഷ്ട്രങ്ങളും ഒന്നിച്ച് ചേർത്താൽ പോലും. പിന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൂടുതലായിട്ടും നോബൽ പ്രൈസ് കിട്ടിയ 3 വിഷയങ്ങൾ ഒന്ന് ഫാൽക്കൺട്രി, അല്ലെങ്കിൽ ഈ എന്തുവാ ഈ ഫാൽക്കൺസ്. ഐ ബിലീവ് ദാറ്റ് യു മെൻ ദ ബേർഡ്സ്, റൈറ്റ്? സ്കെയറിംഗ് അവേ ഓഫ് ദ ബേർഡ്സ് Yes. ബൈ ദീസ് So ഫാൽക്കൺസ്. hunting Yeah, birds. പരിന്തിനെ പറപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫാൽക്കൺട്രിയിൽ അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇവന്മാർക്ക് പരിന്തുകൾ ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട്. ദ സെക്കൻഡ് വൺ വാസ് ഒട്ടക ഒട്ടകത്തെ ബ്രീഡിങ്. ബ്രീഡ് ചെയ്യുക, ക്യാമൽ ബ്രീഡിങ്ങിനകത്ത് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ക്യാമൽ യൂറിനൊക്കെ ഇഷ്ടമാണല്ലോ, കുടിക്കും അതൊക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഡീസാലിനൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുവെള്ളത്തെ നല്ല വെള്ളമാക്കി തീർക്കുക. ഇതിനെപ്പറ്റി ഉള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, നോബൽ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ലിറ്ററേച്ചറിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു രാഷ്ട്രത്തിൽ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർ ആ ലിറ്ററേച്ചറിൽ തന്നെ വേറെ ഏതെങ്കിലും രാഷ്ട്രം അതിനെപ്പറ്റി ഏതെങ്കിലും വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൽ നിന്ന് ആ സെയിം ലിറ്ററേച്ചറിൻ്റെ സ്റ്റൈൽ വരികയാണെങ്കിൽ അതിന് നോബൽ പ്രൈസ് കിട്ടത്തില്ല. ആ നോബൽ പ്രൈസിൻ്റെ they spread it out, right? Yeah, yes, for those they spread it out. But I'm not saying that no Muslim in other areas has gotten a Nobel Prize. I'm saying that those 3 areas are the only 3 in which the Islamic world Alan, is considered to be top.
the best. Yeah. Alan's അലൻ ബ്രദർ argument. ഈ പുള്ളിക്കാരത്തി പറഞ്ഞ 0.8% ഞാൻ പറഞ്ഞു എന്ത് ഇപ്പൊ എല്ലാരും കൂടെ പറഞ്ഞത് മൈക്ക് എടുക്കുന്ന എല്ലാവരും മൈക്ക് എടുക്കരുത് yeah, പ്ലീസ്. എല്ലാവരുടെ മൈക്ക് എടുക്കരുത് പ്ലീസ്. എനിക്ക് കൺഫ്യൂഷൻ നമ്മുടെ സഹോദരന്മാരെ, എനിക്ക് നസ്രേനെ ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്യാൻ നസ്രേൻ പറ്റത്തില്ല, എനിക്ക് നസ്രേൻ അത്രയും നസ്രേൻ മെമ്മറി നസ്രേൻ ഒന്നുമില്ല. നസ്രേൻ പ്ലീസ് നമ്മുടെ ജിമ്മിച്ച ഈ വിഷയം ജിമ്മിച്ച ഒന്ന് നസ്രീൻ ആ പറഞ്ഞ ക്രമീകൃതമായതിനു ശേഷം അല്ല എടുക്കാം. പറഞ്ഞ കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ, അതിനുശേഷം നമ്മൾ ഐഡിയാസ് അത് പറയാം. അത് നസിന്റെ ഒരു ഞാൻ എറർ ഉണ്ട്, അതിനെ ഒരു പറഞ്ഞു. എറർ ഉണ്ട്, നമുക്ക് ഒരു എറർ ഉണ്ട്, ഒരു എറർ ഉണ്ട്. സോറി ജിമ്മിച്ച. എല്ലാവരും അല്ല പുള്ളിക്കാരി പറഞ്ഞ സയൻസ്, എല്ലാവരും പുള്ളിക്കാരി ആ ക്യാമൽ ബ്രീഡിനൊക്കെ നോബൽ പ്ലീസ് കിട്ടിയെന്ന് പ്ലീസ് പറഞ്ഞിട്ടില്ല പ്ലീസ് പ്ലീസ് നസിൻ ബ്രോ. അല്ലല്ല, പ്ലീസ് ഒരു മിനിറ്റ് അല്ല നിക്ക്. നമ്മുടെ ഈ ട്രോൾ വിഷയം എന്തോ പറയുന്നത് തീർന്നിട്ട് ജിമിച്ച, മറ്റു നിക്ക് കാര്യങ്ങൾ എടുക്കാം. ട്രോൾ ഈസ് സേയിങ് സംതിങ് ഇമ്പോർട്ടന്റ്. നസീർ ട്രോൾ ബ്രോ, എന്തോ പറഞ്ഞു? she said that ക്യാമൽ ബ്രീഡിംഗിലും ഫാൽക്കണിലും ഡീസാലിനേഷനിലും അവർ സയൻസിൽ ബെസ്റ്റ് ആണ്, അവർക്ക് അതിൽ നോബൽ കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ മാം, ഓക്കെ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അവർ ഈ 3 കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ 3 കാര്യത്തിൽ മാത്രമേ അവർക്ക് ഇച്ചിരെങ്കിലും മുന്നിലോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ക്യാമൽ ബ്രീഡിങ്, ഒട്ടകത്തെ അവർ ബ്രീഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫാൽക്കൺട്രി, അതുപോലെ തന്നെ ഈ ഉപ്പുവെള്ളത്തെ നല്ല വെള്ളമാക്കി തീർക്കുക. അതിനകത്തും ദേ ഹാവൻ ഗോട്ട് എനി നോബൽ പ്രൈസ് ഇൻ ദാറ്റ്, റൈറ്റ് സിസ്റ്റർ മേരി? No, what I'm saying is that in those areas, the science Islamic countries are considered to be among the leaders in those 3 areas, Right. but in no other Got area. it. So if you talk about, if you talk about particle physics, then you would say the Americans, the Germans, and the French have the best particle physicists in the world, right? So we're among the best particle physicists. If you say textile weaving, you would say that the Italians and the Chinese have the best textile weaving technologies and science. Okay, so if you're talking about all these different fields of technology and science and everything else, cattle breeding, that would be America. America and Canada have the best cattle breeding programs, right? So Right. we have these different areas that someone could be really good in, and for all of those areas, the top countries, there's a list, New Zealand is among the top countries in the world for its sheep related sciences about breeding sheep. So Right. if you go through the list of all the different sciences and technology and everything that there is, the only ones who are the only Islamic countries that are at the top, the only sciences in which Islamic countries are at the top, they're at the top in falconry, they're among the best in falconry, they're among the best in camel breeding, and they're among the best in desalination. And Yeah, I'll Israel translate is that. another one that's at the top in desalination. Desalinate, yes. So, yeah. I'll translate that. പുള്ളിക്കാരത്തി പറഞ്ഞത് ഇപ്പം അമേരിക്ക ഫിസിക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ചൈന ഈ തുണിയുടെ അല്ലെങ്കിൽ ടെക്സ്റ്റൈലിനകത്ത് സയൻറ്റിഫിക്കലി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെ ഇപ്പം അമേരിക്കയും കാനഡയും എന്ന് പറഞ്ഞാൽ ഈ ആടുമാടുകൾ, അതുപോലെ തന്നെ കൗ, പശു, ഇതിൻ്റെ ബ്രീഡിങ്ങിലൊക്കെ സയൻറ്റിഫിക്കലി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രമാണ്. അതുപോലെ തന്നെയാണ് ഈ അറേബ്യൻ രാഷ്ട്രങ്ങളുടെ സയൻസിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർ ഒട്ടകത്തിൻ്റെ ബ്രീഡിങ്, അതുപോലെ തന്നെ അവർ ഈ സലാനിറ്റി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈ ഉപ്പുവെള്ളത്തെ നല്ല വെള്ളമാക്കി തീർക്കുന്ന സലാനിറ്റി, അതുപോലെ തന്നെ മൂന്നാമതായി ഉള്ള കാര്യം പറഞ്ഞത് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തു, അത് ഇസ്രായേലും അതിനകത്ത് മുന്നിൽ നിൽക്കുന്നു. ആ കോൺട്രിബ്യൂഷൻ മാത്രമേ അവർക്കുള്ളൂ. ഷിജ്മോൻച, അടുത്ത ഇതെന്തുവായിരുന്നു ഇവരുടെ ക്ലെയിം? This is related to the question which Jimmy Chan asked. Actually, that Alan's argument was a little different one. He says that there is a university in America. I forgot the name of that university. He says that in that university, Georgetown, yeah. In that university, there is Islamic studies. And Islamic university, just like Islamic university, there most of the scholars are, the worldwide Islamic scholars are teaching there. And that university produced more than 200 PhD scholars. So that credit What? directly goes to the Islamic people.
Because Well, Islamic Study Center is there, the that's hilarious. most famous No. study center is there. Uh, That's why America is having this much of doctorates, so this much of Georgetown, PhD scholars. This was his argument. Georgetown is a very minor university that, I mean, it's fine. But yeah, they have Middle Eastern studies, just like they have Far Eastern studies everywhere. Georgetown does not have an Islamic center, as in, like, this is an Islamic school. Georgetown is not an Islamic school, and the vast majority of people there have nothing to do with Islam. They're not Muslim. Even people in Middle Eastern studies program are not mostly Muslim. It has nothing to do with anything. Okay, let me translate that. Let me Yeah, like translate that. we study everything in the United States. So they'll have Latin American studies and Far Eastern studies and Middle Eastern studies. So yeah, they'll have Islamic studies. Doesn't mean jack. Doesn't mean anything. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത്ര വലിയ യൂണിവേഴ്സിറ്റി ഒന്നുമല്ല. അതൊരു നോർമൽ മീഡിയോക്കർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അമേരിക്കയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് മാത്രമല്ല, എല്ലാ സ്റ്റഡീസും അവർ ചെയ്യാറുണ്ട്. മറ്റൊരു കാര്യം പുള്ളിക്കാരത്തി പറഞ്ഞത്, അവിടെയുള്ള ആ യൂണിവേഴ്സിറ്റിയെ ഇസ്ലാമിക് സെൻറ്ററെന്നോ അങ്ങനെയൊന്നും ഡിക്ലെയർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് അങ്ങനത്തെ ഒരു തള്ളലൊക്കെ ഇത് ഒരു വാദത്തിന് പോലും എടുക്കാൻ പറ്റത്തില്ല. അമേരിക്കയിൽ എല്ലാ സ്റ്റഡീസും എല്ലാ ഡിഫറെൻറ്റ് മേഖലയിലുള്ള സ്റ്റഡീസ് അവർ നടത്താറുണ്ട്. Yeah, they're really going to start screaming because now that they can't kill everyone who's talking about Islam, they're going to have Gentle brother, mic open ആണ്. huge numbers of American professional or philosophers and professors who are talking about Islam's development and how Muhammad, wasn't a prophet and everything, and talking about it in secular terms. A lot of these Islamic study centers and Middle Eastern study centers, they're secular. They don't believe anything about Muhammad. They talk about how the Quran was created by men and how it was changed by men. This means the end of Islam. These different അതെ. study centers coming, it's a death knell. It's it. ഇസ്ലാമിക് സ്റ്റഡി ഇപ്പോൾ ഈ വരുന്ന കോളേജുകളിൽ ഇസ്ലാമിനെ പറ്റി അവർ പഠിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇത്രയേ ഉള്ളൂ. കാരണം അവർ മനസ്സിലാക്കുമ്പോൾ ഈ ഖുറാൻ എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയതാണെന്നും അതിനകത്ത് കൈകടത്തുകൾ മനുഷ്യർ കൈകടത്തിയിട്ടുണ്ടെന്നും ഈ ഇസ്ലാമിക് സെൻറ്റേഴ്സിൽ പല കോളേജുകളിൽ ഇസ്ലാമിനെ ഇവർ കൂടുതലായിട്ട് പഠിക്കുന്നതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിൻ്റെ അന്ത്യമാണ്. അമേരിക്കയിൽ ഇത് ഇസ്ലാമിൻ്റെ അന്ത്യമാണ്. കാരണം കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ടെക്സ്റ്റുവൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ഇത് ഇസ്ലാമിൻ്റെ ഒരു ലാസ്റ്റ് അന്ത്യമാണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. Excuse me, Mary. Sister Mary, can I clarify something which you told the last thing regarding this camel breeding and this other science, in the Middle Eastern countries are like very good. Which are the countries, if you could specify? Sure. Because I have a follow-up question to that. Saudi is among the leaders. Okay. So Saudi Arabia is like right at the top, and it's not just it's just like all the Islamic countries. So Pakistan is not a leader in anything. Afghanistan is not a leader in anything. Yeah, Kyrgyzstan is not a leader in anything. My follow-up question is that, Sister Mary. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തോട്ടെ. താഴെ ഇരിക്കുന്നവർ മലയാളികളാണല്ലോ, അവരും കേൾക്കണം. കൈൻഡ് ബ്രദർ ചോദിച്ചത് ഈ ഏത് രാഷ്ട്രങ്ങളാണ് കൂടുതലും ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ 3 മേഖലകളിൽ, ഒന്ന് ഒട്ടക ബ്രീഡിങ്, അതുപോലെ തന്നെ ഉപ്പുവെള്ളത്തെ വെള്ളമാക്കി തീർക്കുന്ന ഇതിനകത്തും, പിന്നെ ഫാൽക്കൺട്രിയിലും അല്ലെങ്കിൽ പരുന്തിനെ പറപ്പിക്കുന്നതിലും ആരാണ് മുന്നിൽ നിൽക്കുന്നത്? അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് കൂടുതലും ഈ സൗദി അതുപോലെ തന്നെ ആ ഒരു രാഷ്ട്രങ്ങളാണ്. അല്ലാതെ ഇതിനകത്ത് പാകിസ്ഥാനോ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഈ രാഷ്ട്രങ്ങൾക്കൊന്നും ഒരു കോൺട്രിബ്യൂഷനും അതിനകത്തില്ല. But I have a follow-up question to that. Javi brother, wait. ഒറ്റ മിനിറ്റ് There are so many things we can ask. Kind brother, we can ask so many questions. We have to address Alan's claim here.
We have to address Alan's claims here. I അലൻ think it was പറഞ്ഞതാണ് നമ്മൾ on topic വോയിലേജ് enough. എടുക്കുന്നത്. I'd be happy to answer him. Yeah. We have to make Alan's claims here. Expose those claims that Oh, he and is making. yeah, let me finish up on the Civil War. So after, even when America had its independence, they realized that they shouldn't have slavery. So all of the slave owners, even who signed the Declaration of Independence, knew that slavery was something that they needed to get rid of somehow. And it was pretty easy to do in the North because they didn't have many slaves and they had stopped doing the slave trading. They decided to outlaw the slave trading and they made money trading other things because they were allowed to trade other things now that they weren't part of Britain. And they didn't have many slaves, so they let the slaves go in the North. But in the South, there were a lot more slaves and it was a lot harder to let go. And in England, they solved this problem by paying all of the slave owners. Sister Mary, your audio got away. Sister Mary, let me translate that portion. Your audio went away. But പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ സ്ലേവ് ഓണേഴ്സ് അല്ലെങ്കിൽ ഈ അമേരിക്കയിലുണ്ടായിരുന്ന ഈ സ്ലേവ് ഓണേഴ്സ് അവർ ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സൈൻ ചെയ്ത ആ സമയത്ത് തന്നെ അവർക്കറിയാമായിരുന്നു ഒരു സമയത്ത് എന്തുവാണെങ്കിലും ഞങ്ങൾക്ക് ഈ സ്ലേവറി എന്തുവാണെങ്കിലും നിർത്തി വെക്കേണ്ടി വരും അല്ലെങ്കിൽ അത് വിട്ട് കളയേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് ഈ നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലുള്ളവർക്ക് ഇച്ചിരൂടെ എളുപ്പമായിരുന്നു. കാരണം അവർ ഈ സ്ലേവറി വിട്ട് കഴിഞ്ഞിട്ട് അവർ വേറെ ട്രേഡ്സിലും അല്ലെ മറ്റ് കാര്യങ്ങളിലൊക്കെ അവർ ഇടപെടാൻ തുടങ്ങി. പക്ഷേ സദേൺ പോർഷൻസിൽ അവർക്ക് ഇച്ചിരൂടെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം അവിടെ ലേറ്ററായിട്ടാണ് ഈ സ്ലേവറിയും കാര്യങ്ങളും ഒക്കെ വന്നത്. കൂടുതൽ സ്ലേവ്സിനെ അവർ ആ സമയത്താണ് മേടിക്കാൻ തുടങ്ങിയത്. ഗോ അഹെഡ് സിസ്റ്റർ മേരി. Please ask the people to share the room. It's very important. Let me just ask people to നിങ്ങൾ ഇപ്പോൾ ഒരു 273 പേര് ഇപ്പം റൂമിനകത്തുണ്ട്. അലൻ ജോസഫിന്റെ കള്ളങ്ങൾ ഇവിടെ നമ്മൾ പുറത്ത് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പം സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഓരോ കമൻസ് ഇട്ടിട്ട് അലന് ഇൻവിറ്റേഷൻ ആരെങ്കിലും അലന് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അലൻ ഇവിടെ കയറി വരട്ടെ. അലൻ വലിയ പണ്ഡിതനാണെന്നൊക്കെയാണല്ലോ അലൻ തെളിയിക്കുന്നത്. എന്തുവായാലും ഇവിടെ സിസ്റ്റർ മേരി ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അലൻ ഈ അമേരിക്കയെ പറ്റിയുള്ള വിഡ്ഢിത്തങ്ങൾ അലൻ പറഞ്ഞു പരത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക റൂമുകളിൽ കയറി ചെന്നിട്ട് ഈ നക്കാപ്പിച്ച മേടിച്ചിട്ട് ഇതൊക്കെ പറയുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തണം. നമ്മളിത് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ ഈ റൂമിനെ ഷെയർ ചെയ്യുക. മറ്റുള്ളവരേക്ക് ഈ കാര്യം എത്തിക്കഴിയുമ്പോഴത്തേക്കിനും ഇത് ക്ലബ് ഹൗസിൽ ഇച്ചിരൂടെ സ്ട്രോങ് ആകും. അതുപോലെ തന്നെ ഇവർ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് റൂമിന് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. സോ പ്ലീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ് that you can share the room. We have 284 people right now listening. Please share the room so that the clubhouse, this particular room gets more stronger. അടുത്ത Go പറയാറായ ahead, Sister Mary. So they didn't. So in England, what they did, because people in England had a lot of slaves. They had some slaves in the colonies in Jamaica and places like that. So they paid to free all the slaves. But the people in the North didn't want to pay the money. And the people who didn't own slaves, they're like, why should we pay money? And the people who own the slaves still said, look, this is most of the value. Your audio got cut off. Sister. Go. Sister Mary, your audio is gone. Oh, sorry. Your Is audio this was better? your audio was breaking. Yeah, Oops. we could not Okay, hear so you they the were last saying 10 seconds. that we can't just give up everything. And a lot of them in the North, they would say, you all treat your slaves terribly. You all beat your slaves all the time. You all mistreat your slaves. And in the South, a lot of the people said, well, I don't mistreat my slaves. I don't think it's right to mistreat slaves. Why can't I still, if I'm treating them well, why are you saying that I'm not? And in the end, it ended up being a war that was really caused by the evangelical Christians in the North, who were part of all of these different abolitionist groups. So it was the Christians in Sister the Mary, North.
let me let me let me You were very translate active. the Go first ahead. point. Yeah, let me translate the first point. ഈ ഇംഗ്ലണ്ടിൽ സ്ലേവറി നിർത്തലാക്കിയ ആ സമയത്ത് ഇംഗ്ലണ്ടിലുള്ള സ്ലേവ് മാസ്റ്റേഴ്സിന് ഒത്തിരി പൈസ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടാണ് അവർ ആ സ്ലേവറി അല്ലെങ്കിൽ ആ ആൾക്കാരെ സ്ലേവ്സ് ആയിട്ടുള്ളവരെ അടിമകളെ വിട്ടയച്ചത്. പക്ഷേ ഈ നോർത്തേൺ പാർട്സിലും ഈ സെയിം കാര്യം അല്ലെങ്കിൽ ഈ സ്ലേവ് മാസ്റ്റേഴ്സിന് പൈസ കൊടുത്ത് അവർ സ്ലേവ്സിനെ വിട്ടയച്ചു. പക്ഷേ ഈ നോർത്തിൽ ഒത്തിരി അടിമകളെ പീഡിപ്പിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരെ അടിക്കുകയും ഇടിക്കുകയും അതുപോലെ തന്നെ അവരെ ഒത്തിരി പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, അവരെ വേലയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം ക്രിസ്തീയ യുനോ വിശ്വാസമുള്ള ഒത്തിരി കുറവ് രാഷ്ട്രങ്ങളെ ആ സമയത്ത് നോർത്തിലുള്ളായിരുന്നു. പക്ഷേ ഈ സദേൺ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അവർ വിശ്വാസികളായിരുന്നു, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരായിരുന്നു. അവർ പറഞ്ഞ് ഞങ്ങൾ എന്തിനാണ് സ്ലേവ്സിനെ വിട്ടയക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ അടിമകളെ വിടേണ്ടത്, ഞങ്ങൾ അവരെ മിസ്ട്രീറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ അവരെ അടിക്കുന്നില്ല, ഞങ്ങൾ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് അവരെ വിടേണ്ടത്. ആ ഒരു ആർഗ്യുമെൻ്റ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. വേറൊരു പോയിന്റ് കൂടെ പുള്ളിക്കാരത്തി പറഞ്ഞായിരുന്നു. നസ്രേ, നമ്മുടെ കൂടെയുള്ള കൈൻ ബ്രദർ ഒരു ചോദ്യം ചോദിക്കണ്ട, ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ചോദിച്ചോ കൈൻ ബ്രദർ മേളിൽ വരട്ടെ. ആ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിച്ചോളൂ. Yeah, Sister Mary. Actually, our brothers got little impatient. My follow-up question was: you said it is Saudi was the one, the top, right, in that science regarding the camel breeding, etc. I have. And the other Gulf states. Yes, exactly. My point is, this is not kind of an evidence, but probably you can correct me, because my understanding from the GCC countries where I live well of such research and such scholarly things, most of those in these countries, in fact, kafirs, the expats are involved in this. So what do you think about that? Well, yeah, especially the desalinization. I think for camel breeding, most of it actually is entirely local, because I don't think there are many Kafirs Okay. who are interested in camel breeding and falconry, although they did take scientific principles developed during the English farming revolution and applied it to falconry and to camel breeding. I think that those are actually truly native. But yeah, desalinization had a lot of contributions from Okay, thank you. So even that advance also, expats, I mean the non-Muslims are the big contributors. That's what the point I wanted to get the big picture out of it. That's all I want. There are some actual Muslims who are in that, who are in desalinization, but yeah, a lot of them are expats. But ഓക്കെ. നസ്രേനെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം. അതൊന്ന് I ട്രാൻസ്ലേഷൻ don't think ചെയ്തു. you've translated പുള്ളിക്കാര് the last answer. എനിക്ക് തോന്നുന്നു കൈൻഡ് ബ്രദർ ചോദിച്ചത് ഈ ഡീസാലിനൈസേഷന്റെ ഈ പ്രോജക്ട്സിനകത്തും ഒത്തിരി എക്സ്പാറ്റ്സ്, ഐ തിങ്ക് യു മീൻ ദ പീപ്പിൾ ഫ്രം ദ യൂറോപ്പ് West or other countries. യെസ്, വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരായിരുന്നു ഈ ഡീസാലിനൈസേഷൻ്റെ അല്ലെങ്കിൽ ഈ ഉപ്പുവെള്ളത്തെ നല്ല വെള്ളമാക്കി തീർക്കുന്ന ഈ പ്രോജക്ട്സിനകത്ത് കൂടുതലും ഈ യൂറോപ്പ് അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലുള്ളവരായിരുന്നു. മുസ്ലിങ്ങളില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല, കാരണം ഇവരുടെ സയൻസിൽ ഇസ്രായേലിലാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ പുള്ളിക്കാരത്തി പറഞ്ഞത് ഇതിനകത്ത് മുസ്ലിങ്ങളുണ്ട്, പക്ഷേ അതിനകത്തും യൂറോപ്പും അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിൻ്റെ നല്ല ഇൻഫ്ലുവൻസ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഈ സയന്റിഫിക് മേഖലയിൽ ഉണ്ടായിരുന്നു. ജമിച്ച നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതും മുമ്പായിട്ട് ഒരു സെക്കൻഡ്, ഈ റൂം നമ്മൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് പറയാമോ? ഈ റൂം ഉദ്ദേശിക്കുന്നത് നമ്മൾ അമേരിക്കയുടെ എല്ലാം ക്രിസ്ത്യൻസിന്റെ ക്ലെയിം എടുക്കുവാണോ? ഇല്ല, we are not. No, that is why we don't want to deviate and get into നമ്മൾ എന്താണ് അപ്പൊ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? അതായത് അലൻ പറഞ്ഞ പൊട്ടത്തരം. we don't want to show the history of America here. അതല്ല ഇവിടുത്തെ ഉദ്ദേശം. ഒരു സെക്കൻഡ് കേൾക്കൂ. നമ്മളിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അലൻ കുറേ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു. ആ വിഡ്ഢിത്തരങ്ങൾ അത് അപ്രകാരമല്ല എന്ന് തുറന്നു കാണിക്കണം. പ്രത്യേകിച്ച് ഈ ആൻസർ മോണ്ടിന് വേണ്ടിയിട്ട്. എനിക്ക് കുത്തിരുന്ന് ബാക്ക് ചാനൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മോണ്ടെ. അമേരിക്കയുടെ എല്ലാ കുത്തകയും ക്രിസ്ത്യൻസിൻ്റെ തലയിലോട്ട് എടുക്കാനോ മറ്റൊന്നിനുമല്ല. ബട്ട്
അലൻ പറഞ്ഞ വിഡ്ഢിത്തരങ്ങൾ തുറന്നു കാണിക്കുക മാത്രമാണ്. അതിനകത്തുള്ള ഫൗൾസ് അക്യൂസേഷൻ മാത്രമാണ് ഞങ്ങളിവിടെ തുറന്നു കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അതെ അതെ തുടർന്ന് അതെ കൊള്ളുക. അതെ ഓക്കെ യാ അടുത്തത് ഞാൻ നമ്മളിപ്പം പറയാം. അലൻ പറഞ്ഞ വിഡ്ഢിത്തങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാതെ അമേരിക്കയുടെ ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ടല്ല സിസ്റ്ററിനെ ഇവിടെ വിളിച്ചത്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് അമേരിക്കയുടെ ഹിസ്റ്ററിയോ വല്ലതും അറിയാനുണ്ടെങ്കിൽ വേറെ ഒരു റൂം ഇട്ടിട്ട് നമുക്ക് അത് പുള്ളിക്കാരത്തി വരും, അത് അതിനെപ്പറ്റി സംസാരിക്കും. ജമിച്ചാൽ നമുക്ക് ഓക്കെ അടുത്ത ഓക്കെ പോയിന്റിലേക്ക് അദ്ദേഹം പോകാം. ഇവിടെ മുകളിലൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ നുണയെ പൊളിച്ചെടുക്കാനാണ് ലിങ്ക്. 1527 കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ മൊറോക്കോക്കാരനായ ഒരു മുസ്ലിമും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തള്ളാണ് മുസ്ലിം റൂമിൽ പോയിരുന്നിട്ട് അലൻ ജോസഫ് എന്ന് പറയുന്ന ജിഹാദി പോയി തള്ളിയത്. ആ തള്ളുമ്പോൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക മൊറോക്കോക്കാരനായ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റിന്റെ പേര് ഈ ആ ലിങ്കിനകത്ത് പോയാൽ നിങ്ങൾക്ക് ഉണ്ടോ നോക്കുക. അപ്പോൾ തന്നെ ഈ അലൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ തള്ളലിന് നമുക്ക് കൃത്യമായിട്ട് മറുപടി കിട്ടും. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറെ ഭാഗമാണ് നമ്മുടെ സദേൺ സ്റ്റേറ്റിലുള്ള ചർച്ചുകളിലൊക്കെ ക്രിസ്ത്യാനികൾക്കിടയിൽ റേസിസം ഉണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹം പറഞ്ഞു. അതിനും കൃത്യമായിട്ട് അമേരിക്കക്കാരിയായ മേരി സിസ്റ്റർ മറുപടി പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഇതാണ്. അലൻ ജോസഫ് പറഞ്ഞൊരു വാദം ഇതാണ്: അമേരിക്കയിൽ വന്ന സ്ലേവ്സുകളിൽ 90% മുസ്ലിം ആയിരുന്നു. മാനിനെ വല വെച്ച് പിന്നെ പിടിച്ചതുപോലെ ആയിരുന്നു ഇവരെ ഈ മുസ്ലിം ആയിരുന്ന അടിമകളെ പിടിച്ചത്. ഇത് ഈ വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഇനി അടുത്തെടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് നസ്രന് മനസ്സിലായോ? നസ്രന് മനസ്സിലായി മനസ്സിലായി. അത് യാ പിടിച്ചത് അത് ഓക്കെ പിടിച്ചത് ചോദിച്ചു. അത് പിടിച്ചത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ മതം ക്രിസ്തു മതമാണ്, ക്രിസ്ത്യൻസ് ആണെന്നാണ് അതെ പുള്ളി അതെ വെച്ച അടുത്ത Yeah, ആർഗ്യുമെന്റ്. Sister Mary, the next point or the claim that Alan is making is that like a fowl or like a deer is being caught by the predator or a lion, in the same way the Muslims were being captured or being hunted down and being made slaves and being brought by one particular community, and that community is Christians. That is the claim that Alan is making Well, in yeah, in his room. it's And literally the opposite, because the Muslims were in fact hunting Christians because they thought that they were allowed to marry Christian women, right? And they thought that white women were really, really pretty because in Islam, being white is good. So their pirates would hunt boats that had white women on them and try to capture them. White Christian women. The paler, the better. So they wanted the whitest white women they could get, and they were going after them. There were virtually no Muslim slaves in Christian lands. Almost none. yeah, So പുള്ളിക്കാരത്തി almost പറഞ്ഞത് all the ഈ slaves, ഇതിൻ they were all polytheists. One in പുള്ളിക്കാരത്തി thousands. പുള്ളിക്കാരത്തി പറഞ്ഞത് ഇതിന് ഓപ്പോസിറ്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ വെളുത്ത സ്ത്രീകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നമുക്ക് പല ഹദീസുകളിലൂടെ കാണാമല്ലോ. പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ വെളുത്ത സ്ത്രീകളെ ഇത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഈ ഇവരുടെ പുസ്തകങ്ങളിൽ പോലും ഇസ്ലാം പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഈ ക്ലെയിം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വെളുത്ത സ്ത്രീകളെയാണ് വേണ്ടിയത്. അപ്പം ഇവരുടെ അടിമകളിൽ വെർച്വലി 0%, ഐ മീൻ വളരെ ഒരു ചെറിയൊരു ശതമാനം പോലും മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരില്ലായിരുന്നു. അതിൻ്റെ റീസണും പുള്ളിക്കാരത്തി ആദ്യം പറഞ്ഞായിരുന്നു. അവിടെ കൂടുതലും ആൾക്കാർ വിൽക്കപ്പെട്ടത് ആ സമയത്ത് പോളിത്തിയസ്റ്റ് അല്ലെങ്കിൽ കാഫിറുകൾ, ഈ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതും വിൽക്കുന്ന ആൾക്കാർ പോലും ഈ ഇസ്ലാമിക കിങ്സും ക്വീൻസുമായിരുന്നു അവർ വിൽക്കുന്നത്. And the Christians, Go ahead, yeah, sister. the Christians were not going into Africa and hunting people down. They were buying people at the slave markets that already existed to sell the slaves to Muslims. Sister, your audio got cut off. Can you repeat that part? Sister, your audio got Nasrin brother, the word slave came from Sister, Slavs. Raja brother, ഒരു മിനിറ്റ്. പുള്ളിക്കാരത്തിയുടെ your audio got cut off, sister. Can you repeat that part? Yeah, I said that they weren't going out and hunting any slaves. The slaves that they bought, they were buying from Muslims in Muslim slave markets. Yeah. So So
the idea that there were white people going out and gathering up slaves. No, the Muslims were gathering up slaves who were almost all polytheists to sell to anyone who would buy them. And there were almost no Muslims who were slaves in the Americas. Just did not exist. Did not യാ exist. I don't know യാ ഈ why you make that അലന്റെ such a silly lie. ഈ അലന്റെ ഈ വാദം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ എന്തോ നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലുള്ളവർ അവർ നേരെ പോയി അറേബ്യൻ രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും പോയിട്ട് ഓരോ മുസ്ലിങ്ങളെ പിടിക്കുന്നു എന്നുള്ള ആ ഒരു വാദം തന്നെ കള്ളമാണ്, പച്ചക്കള്ളമാണ്. കാരണം ഇവരവിടെ പോകുമ്പോൾ തന്നെ അവിടെ നിലവിൽ നിന്നിരുന്ന സ്ലേവ് മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു, ഈ അടിമകളെ വിൽക്കുന്ന അടിമ ചന്തകളുണ്ടായിരുന്നു. ഈ അടിമകളെ വിൽക്കുന്ന അടിമ ചന്തകളിൽ മുസ്ലിങ്ങളാണ് ഈ ബഹുദൈവ വിശ്വാസികളെ അടിമകളാക്കി വിറ്റുകൊണ്ടിരുന്നത്. ഇവർ നേരെ പോയി മേടിക്കുന്നതേ ഉള്ളൂ. അപ്പം ഓൾറെഡി അവിടെ അടിമ ചന്തകളുണ്ട്. അവിടെ ഈ ബഹുദൈവ വിശ്വാസികൾ യുദ്ധത്തിൽ പെട്ട ഈ കാഫിറുകൾ അല്ലെങ്കിൽ ഈ അവിശ്വാസികളായിട്ടുള്ളവർ അവിടെ ഓൾറെഡി ഉണ്ട്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം അവരെ പോയി ഇവർ മേടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനോട് ആഡ് Transatlantic slave trade. ഇതിനോട് I do have a question. I think that this guy might actually be Nation of Islam. They'll sometimes say that they're like the real Christians and the real Muslims at the same time. Oh. And that's a cult that was founded by this guy in like the late 1800s, I think, here. And he said that he was like the new prophet. And he was the last prophet, and he came to give Sister you Mary, the true light. Sister Mary, if you will know Sister Maryയുടെ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ അലൻ എന്ന് പറഞ്ഞ ആൾ ചിലപ്പം നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ ആൾ വല്ലതും ആണോ? കാരണം നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ ആൾക്കാർ അവർ മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. അവരൊരു കൾട്ടായിട്ടാണ് ഈ അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നത്. ചിലപ്പം അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ബട്ട് സിസ്റ്റർ മേരി, we know this guy for a very long period of time. He has been a Pentecostal. He has been, his parents and family, his parents, relatives. He has brothers who are pastors. So we know this guy, and he has been teaching in our universities, in Bible colleges. That's This crazy. guy I has think been. that he So sounds like he's that's gotten why it is very involved. important. Yeah, I think he Yeah, sounds that is like why he's very gotten important involved that with we Nation need of to. Islam. Yeah, it's a Yeah, cult. that it is And very they teach. important that we call him out. They're Yeah, the it only is very people. important that we call him out, because the people in our land has to know that we should not hire perverts like this, these guys who are sold out to Islam to be teachers, or even somebody as a professor in a Bible college. That's why we are calling him out. So Nation of Islam isn't even really Muslim. It is a weird cult founded by a particular man who thinks that there are like these aliens that are going to, he like his religion has aliens in it. They say that white people were engineered inside of mountains. They're the only people that I've heard making the claims that there are all these Muslims, and they think the real Muslims believe like that white people were engineered and that there are aliens and that are doing things and stuff too. So Yeah, let me. they're the only people I've Yeah, ever heard പുള്ളിക്കാരത്തിയുടെ who have ഒരു said this, because it's totally not true. പുള്ളിക്കാരത്തിയുടെ ഒരു സംശയമാണ്. കാരണം പുള്ളിക്കാരത്തിക്ക് തോന്നുന്നത് അലൻ ഇപ്പോൾ ഈ നേഷൻ ഓഫ് ഇസ്രായേലിൻ്റെ കൾട്ടുമായിട്ട് നല്ലപോലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഈ വെളുത്ത ആൾക്കാർ എൻജിനീയർഡ് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ഈ നേഷൻ ഓഫ് ഇസ്രായേലിൻ്റെ ആൾക്കാർ സംസാരിക്കുന്നത്. ചിലപ്പം പുള്ളിക്കാരത്തിയുടെ ഒരു സംശയം, ഇങ്ങേർക്ക് Nation of ചിലപ്പം Islam. ഈ നേഷൻ ഓഫ് ഇസ്ലാമിലെങ്ങാനും ചാടിയോ, ഈ കൾട്ടിനകത്ത് വല്ലതും ചാടിയോ എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംശയം പുള്ളിക്കാരത്തിക്കുണ്ട്. So their new book is Messiah. it's called, like, he wrote a new book that he also calls the Quran. Well, it's spelled Quran. It's not Quran, right? And he founded his own temple. What is his name again? This guy's original name was Timothy Drew. Was heavily involved in it.
and it's a Moorish science temple, and all this talk about Moors and stuff. Yeah, all of that Okay, talk Timothy, sounds like let me, native Islam and the crazy Moorish cults yeah, and let things me that are associated with it. let me translate that. So ചിലപ്പം ഈ ടിമത്തി ബ്രൂ എന്ന് പറയുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ മോറിസ് സയൻസ് അങ്ങനത്തെ ഒരു കൾട്ടിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ നേഷൻ ഓഫ് ഇസ്ലാമിൽപ്പെട്ട ആൾക്കാർ. അപ്പം ചിലപ്പം അങ്ങനത്തെ ഒരു കൾട്ടിലെങ്ങാനും അലൻ പെട്ടുപോയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കൾട്ടിൻ്റെ ഇൻഫ്ലുവൻസ് അലൻ ഉണ്ടോ എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള സംശയം സിസ്റ്റർ മേരിക്ക് ഇപ്പോൾ ഉണ്ട്. സിസ്റ്റർ മേരി, Alan, ഐ തിങ്ക് വി ഷുഡ് I'm sorry. Nasreen, one more പറഞ്ഞു question പറഞ്ഞു. I have. Sister, I have a question. Through all these petty arguments and petty statements, Alan is telling that in America, uh, in these days, most of the American people are influenced by the is Muslim um, theology or No. Islamization, and right-wing people of right-wing white people are creating Islamophobia in America. Most of the black people in America are ready to accept Islam. No. This is the argument which he is making through all these petty arguments, petty statements. Is there any truth in that? So if you go to a jail, you'll find a lot of black converts to Islam because Islam teaches violence and sex. So there are lots of jail jihadis. So if you're talking about the jail, the prison population, then you'll have lots of converts. Nowhere else are there many converts to Islam of any type. Even these crazy cults do not have a very large following, and black people are not like, "Yay, Islam!" Islam calls Arabs still call black people abid, right? Or plural abid, right? It means slave. That's their slang term for black people. That's what they still call black people today. They still call them that. So, no, their black people are not lining up to convert to Islam. And as soon as they find out what Islam really was like, that Muhammad, considered black people to be worthless, that Muhammad promised black people that their reward in heaven would be to turn white, right? Yeah, let So, me translate go ahead. that. എനിക്ക് തോന്നുന്നു ഷിമോൻ ചാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പം ഈഗറായിട്ട് ഇസ്ലാമിലോട്ട് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണോ, അതോ കറുത്ത വർഗ്ഗക്കാർ ഇസ്ലാമിൽ ഒത്തിരി പേര് വരുന്നു എന്ന ക്ലെയിം ആണോ അലൻ വെച്ചത് ഷിമോൻ ചാൻ? അലൻ മുന്നോട്ട് വെച്ച ഇതാണ്, അലൻ പറയുന്ന ഇതാണ്. അതായത് അമേരിക്കയിൽ ഈ നാളുകളിൽ ഇസ്ലാമിലേക്ക് ഒരുപാട് പേര് ആകർഷകരാകുന്നുണ്ട്. അവരെല്ലാം ഇസ്ലാമിലേക്ക്, അമേരിക്ക ഗ്രാജുവലി ഇസ്ലാമൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റൈറ്റ് വിങ് ആയിട്ടുള്ള തലത്തിലുള്ള ആളുകൾ, റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസും റൈറ്റ് വിങ് പീപ്പിളും ഇതിനെതിരെ ഇസ്ലാമോഫോബിക് ആയിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെ ഒരു ഫാർ റീച്ചിങ് എഫക്റ്റ് ആണ് ഇന്ത്യയിൽ ഇപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ബ്ലാക്സിന് മുസ്ലിംസ് ആകാൻ റെഡിയാണ്. അവർ മുസ്ലിംസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവൽ പ്രോസസ്സിങ്ങിൽ അമേരിക്ക ഒരു ഇസ്ലാമിക് രാജ്യമായി മാറും. പക്ഷെ അത് സംഭവിക്കും. ഈ ഒരു തലത്തിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ട്രൂത്ത് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളിക്കാരത്തി അതിന്റെ കാര്യം പറഞ്ഞത് ഈ എന്തുവാ, ഈവൻ ഈ കൺവേർട്സ് ആകുന്നവർ, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആകുന്നവരിൽ വലിയ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ജയിലുകളിൽ അല്ലെങ്കിൽ അവർക്ക് കാരാഗ്രഹത്തിൽ തടവിൽ കിടക്കുന്നവരാണ്. ഈ ഒത്തിരി കറുത്തവർഗ്ഗക്കാരിൽ പലരും ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരാണ് ഈ കൺവേർട്ടുകളാകുന്നത് പോലും. അല്ലാതെ ഈ കറുത്തവർഗ്ഗക്കാരെല്ലാവരും കൂടെ എടുത്തു ചാടി നേരെ ഇസ്ലാമിലേക്ക് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇസ്ലാമിൽ കറുത്തവർഗ്ഗക്കാരെ ഒരു വെറും ഒരു മാന്യതയും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരത്തി ഒരു വേർഡ് പറഞ്ഞു. സിസ്റ്റർ, വാട്ട് ഈസ് ദ വേർഡ് ദാറ്റ് ഈസ് ബീൻ കോൾഡ് ഫോർ എ ബ്ലാക്ക് പേഴ്സൺ ഇൻ ഇസ്ലാം ദാറ്റ് യു മെൻഷൻഡ്? അൽ അബീദ്. Slave. Abid. Yeah, Abid for many. Abid for multiple. അബിദ് അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് അബിദ് അല്ലെങ്കിൽ അബീദ്, പല അടിമകളുണ്ടെങ്കിൽ അബീദ് എന്ന ഒരു രീതിയിലാണ് അവരെ സംബോധന ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടെയുള്ള കറുത്തവർഗ്ഗക്കാർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് ഇവരുടെ പുസ്തകങ്ങളിലൂടെ. അപ്പൊ ഇവരെല്ലാരും കൂടെ ലൈനായിട്ട് നേരെ ചാടാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല ഇസ്ലാമിലേക്ക്. നസ്രാനി, ഇതിനോട് ചേർന്നിട്ട് പറയേണ്ട അദ്ദേഹം പറഞ്ഞ വേറൊരു വലിയ നുണ ഇതാണ്. ഈ പറയുന്ന
90% വരുന്ന സ്ലേവ്സ് മുസ്ലിങ്ങളായിരുന്നു. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, അവർക്ക് ദൈവിക ബന്ധം അവർ പുലർത്തിയവരായിരുന്നു, അവർ ഖുറാൻ അറിയാം. ഇങ്ങനൊരു കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവര് അപ്പം ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു സത്യദൈവമായിട്ട് അദ്ദേഹം കാണുന്നു. അതിനകത്തുള്ള പ്രാർത്ഥനയെ അദ്ദേഹം ഒരു പോസിറ്റീവായിട്ട് കാണുന്നു. പിന്നെ ഖുറാൻ അതൊരു വലിയൊരു മഹത്വമുള്ള പുസ്തകമായിട്ട് കാണുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാദം ഇങ്ങനെയാണ്: 90% വരുന്ന മുസ്ലിം സ്ലേവ്സുകളും മാനിനെ വല വെച്ച് പിടിച്ചതുപോലെയാണ് ഇവരെ പിടിച്ച് അടിമകളാക്കിയത്. ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ദൈവിക ബന്ധം പുലർത്തിയവരാണ്, ഖുറാൻ അറിയാം. ഈ വിഷയത്തിൽ സംസാരിച്ചു. Yeah, Sister Mary, the other claim that he has made is that the slaves, the Muslim slaves who were being captured, they used to know how to pray. They used to know how to learn Arab, like how to learn the Quran, and they were very devout Muslims. And that is the claim that he has been making. That's a claim that only Nation of Islam makes, and you have to Yeah. understand. Nation of Islam, other Muslims say that they are not Muslim. Okay, they say that once all the world's people were black, and then a black scientist genetically engineered white people a really, really long time ago. They have crazy beliefs about black people ruling the world in the end. Okay, So let me it's just translate this that. cult. Let me translate Yeah. that. ഈ ക്ലെയിം വെക്കുന്നത്, പുള്ളി ഈ ക്ലെയിം എടുത്തത് നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ ക്ലെയിം ആണ്. ഈ ക്ലെയിം എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഒന്നാമതുണ്ടായത്. അവരാണ് മനുഷ്യവർഗത്തിൽ ആദ്യമായിട്ടുണ്ടായത്. അവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു, അവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പിന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ജനറ്റിക്കലി എൻജിനീയർ ചെയ്ത് ഒരു വെളുത്ത മനുഷ്യനെ ഉണ്ടാക്കി. ഈ ക്ലെയിമാണ് നേഷൻ ഓഫ് ഇസ്രായേൽ വെക്കുന്നത്, നേഷൻ ഓഫ് ഇസ്ലാം വെക്കുന്നത്. അപ്പം ഈ അലൻ പറയുന്ന ഈ വാദങ്ങൾ അവിടെ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു വാദങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് നല്ല ഇൻഫ്ലുവൻസ് ഈ നേഷൻ ഓഫ് ഇസ്ലാമിലുണ്ട്. ഇതൊരു കൾട്ട് ഗ്രൂപ്പ് പോലെയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. ഗോ ഹെഡ് സിസ്റ്റർ. For example, കഴിഞ്ഞില്ല ജമിച്ച, കഴിഞ്ഞില്ല. in 1973, members of Nation of Islam invaded the Hanafi Muslim Center in Washington, D.C. and attacked the family of the founder, killing his children and paralyzing his wife. They're not actual Muslims. They made up a crazy religion and then said that they're Muslims and made up these crazy histories about the United States and the world and everything else. It's just made up. Yeah. And he's repeating things from these people. Yeah, 1973, right? 1973 you mentioned? That they attacked the Muslims? They attacked a Muslim Hanafi center. Oh, okay. So the Hanafi Muslims. ഈ നേഷൻ ഓഫ് ഇസ്രായേലിന്റെ നേഷൻ ഓഫ് ഇസ്രായേൽ and paralyzed his wife. നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ ഈ കൾട്ട് ഗ്രൂപ്പിൻ്റെ ഈ ആൾക്കാർ ഈ ഇസ്ലാമിൻ്റെ ഹനാത്തി ഗ്രൂപ്പിലെ അവിടുത്തെ ലീഡറിനെയും അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുകയും അതുപോലെ തന്നെ ആ പുള്ളിക്കാരനെയും കൊന്നുകളയുകയും പുള്ളിക്കാരൻ്റെ ഭാര്യയെ പാരലൈസ് ആക്കി. ഇതൊരു വല്ലാത്ത ഒരു കൾട്ട് ഗ്രൂപ്പായിട്ടാണ് ഇപ്പം ഈ അമേരിക്കയിലും പല ഭാഗങ്ങളിലും ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കുമുള്ള ഇസ്ലാം അല്ല, പക്ഷെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു വകഭേദമാണ്. Shall we take the other claim that he is making, Jamicha? അദ്ദേഹം പറഞ്ഞത് പിന്നെ ഫിലിപ്പീൻസ് നൂറ്റാണ്ടുകളായി മുസ്ലിം ഉണ്ടായിരുന്നു ഒന്ന്. അടുത്തത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം നടത്തുന്ന കൺവെർട്ടഡ് ആയ ഒരു മുസ്ലിം ലേഡി, അത് ഈ അടുത്ത് മുസ്ലിമായ ഒരു ലേഡി, റൂണ ബ്രോവർ, അവരൊരു ഒരു ക്രിസ്ത്യൻസിന്റെ ഒരു ആരാധനാലയം വാങ്ങി. അത് മോസ്കാക്കുന്ന സമയത്ത് അതിന്റെ അൾത്താരയുടെ ഭാഗം അൾത്താരയുടെ ഭാഗമൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് കിബിലയുടെ ഡയറക്ഷൻ ആക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ കിബിലയുടെ ഡയറക്ഷൻ അതൊക്കെ ആ ഒരു വിഷയം ഒന്ന് സംസാരിക്കണം. കിബിലയുടെ ഡയറക്ഷനിലേക്ക് അൾത്താരയുടെ ഭാഗമൊക്കെ പൊളിച്ചു മാറ്റിയെന്നും
ഒക്കെ Yeah. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ കൃത്യത്തിൽ അദ്ദേഹത്തിന് ഈ കിബില എന്താണെന്നും ഹജറുൽ അസാദ് എന്താണെന്നും കാബ എന്താണെന്നും ഇസ്ലാമിക ആരാധനയെ കുറിച്ച് അദ്ദേഹം എനിക്ക് സംശയം ഇസ്ലാമിക വിശ്വാസി ആയോ എന്നതിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ട്. ആ വിഷയമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ട്. Yeah, Sister Mary, the other claim that that Alan is making is that there is a lady in US. എന്തുവാണ് പുള്ളിക്കാരത്തിയുടെ പേര് പറഞ്ഞത്? റൂണ ബ്രോവർ. റൂണ ബ്രോവൻ. Yeah, Runa Brewer. There is this lady who Browen, was real estate agent. Yeah, there is a real estate agent. This lady and her husband, they purchased a church in America and then converted it into a mosque. And in the area where the communion is being given in the Catholic churches, near to the, I don't know what it is called in English, but in Malayalam we call it as the area of the altara. So he tried this lady and her husband, they try to change the direction of that particular church that they later created into mosque towards Qibla. So that is the claim that he has been making, and there could be truth in that. We are not denying it, because there could be possibility that there would be a family who would have purchased it. Well, But Muslims are obsessed with purchasing old churches. A lot of the churches do different things now than they used to. So we, a long time ago, we didn't have much Sunday school. We didn't have after school activities, didn't have education wings. So a lot of the old churches with bad parking that you can't expand, a church will move somewhere else. And Muslims are just so evil that they want to buy a church more than any other building and will pay a huge amount more just to buy a church. And they'll be like, "Ha, we took over a church." Again, this is just evil Islam, right? Because they love stealing things from other people. So even though the church is no longer church, and if they have, if they sanctify it, then they desanctify it and make it an ordinary building again. And even if the church is moving to other grounds, they will they'll pay like an extra fortune for it. Sometimes the churches who are moving let me translate that. Go ahead. Yeah, sister, let me translate that. So പുള്ളിക്കാരത്തി പറഞ്ഞത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇപ്പം ഒത്തിരി അവർക്ക് വേറെ ഒരു സ്ഥലങ്ങളും വേണ്ട. അവർ ഒബ്സസ്ഡ് ആയിട്ട് ഈ പഴയ പള്ളികളെ എങ്ങനെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിത്തിരിഞ്ഞ് നടക്കുകയാണ്. കാരണം അവർക്ക് ഈ പഴയ പള്ളികൾ എങ്ങനെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ ഒരു വലിയൊരു ആഘോഷമാക്കി തീർക്കുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ എന്തോ അച്ചീവ്മെൻ്റായി അംഗീകരിക്കുന്ന രീതിയിലാണ് അവർ ഈ പഴയ പള്ളികളെ കൂടുതൽ പൈസ കൊടുത്തും, ഇപ്പം നോർമൽ റേറ്റിനെക്കാട്ടിലും കൂടുതൽ പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ പള്ളികളെ മേടിക്കാനുള്ള ആഗ്രഹം ഇവർക്ക് മനസ്സിൽ ഉദിക്കുന്നത്. കാരണം ഇവരെന്തോ വലിയ ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ചില കാരണങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭകളിൽ പലപ്പോഴും സൺഡേ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പല ശരിയായ രീതിയിൽ വചനം ധ്യാനം ചെയ്യുകയോ അതുപോലെ തന്നെ വചനം പഠിക്കുകയോ ചെയ്യാത്തതിന് കൊണ്ട് പലരും ക്രിസ്ത്യാനിറ്റി വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ചർച്ചസിൽ പലപ്പോഴും വേക്കൻ്റ് ആയിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ മുതലെടുത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ ചർച്ചസിനെ മേടിക്കാൻ ഉള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ കൂടുതൽ ഈ എം ടി ആയിട്ടുള്ള പള്ളികളെ എങ്ങനെയെങ്കിലും ഇവർക്ക് മോസ്കുകളാക്കി തീർക്കണം, ആ ഒരു വർഗീയ ചിന്താഗതി കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അല്ല, പാർക്കിംഗ് സ്പേസിന്റെ അബ്ബാസ് സിസ്റ്റർ എന്തോ പറയാൻ വന്നേ? അതെ അതെ, മേരി പറഞ്ഞു ചില സ്ഥലങ്ങളിൽ പഴയ പള്ളികൾ എക്സ്പാൻഡ് ചെയ്യുന്നിടത്ത് പാർക്കിംഗ് സ്പേസ് ഒക്കെ കുറവുള്ളിടത്ത് ഇവർ അതിന് സ്കോപ്പ് ഇല്ലാത്തടത്ത് പഴയ പള്ളി വിറ്റ് അങ്ങനെയും ചെയ്യാറുണ്ട് എന്ന് പുള്ളിക്കാരി അതും ആഡ് ചെയ്തായിരുന്നു. ഒരു കാര്യം കൂടെ പറയാം നസ്രീനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ജയ്സ്ബദ് ഒരു ബാക്കി പറയും. ഇദ്ദേഹം സ്ഥിരമായി പറയുന്ന ഇതിനകത്ത് സ്ഥിരമായി പലതവണ ആവർത്തിക്കുന്ന കാര്യമാണ് ഇസ്ലാമോഫോബിയ പരത്തുന്നു. ഒന്ന്. രണ്ട്, ഇസ്ലാമിക മോസ്കിനെ നല്ല മോസ്കാണ് എന്ന് ഒക്കെ ആവർത്തിക്കുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നത് പ്രൈസ് ദ ലോർഡ് എന്ന് പദം മാറ്റി പ്രൈസ് മുഹമ്മദ് എന്നുള്ള ഒരു, അല്ലെങ്കിൽ പ്രൈസ് അല്ല പ്രൈസ് മുഹമ്മദ് എന്നൊരു ശൈലിയിലേക്ക് മാറിയെന്നാണ് ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്നത്.
ആ ഒരു കാര്യം ചോദിച്ചു. ഇനി ജയ്സ് ഉണ്ടോ അവിടെ? Yeah, ജയ്സ് ബ്രോ. well, I'll just conclude from Jimmy brother that the Allen's claim is again and again that the Western Christians, especially the American Christians in the Southern Belt, they are spreading Islamophobia. Like this, that as if we are trying to create some kind of irrational fear, and that is what we also are doing in our part of the world, because we Okay, also belong so to the West right now. so my So question is, yeah, this is what what are the Allen's names? claim I is. know. So my question to him would be, what name of a person who is spreading Islamophobia can you give? What what what's the name of these Southerners who are spreading Islamophobia? What are they saying that is false? Yeah, What does പുള്ളിക്കാരത്തിയുടെ ചോദ്യം എന്ന് Islamophobia പറഞ്ഞു. mean? Because you have Muslims come into a community, and every time Muslims come into a community, they start raping non-Muslim women and attacking non-Muslim children sexually. Every time. Okay? Yeah, let me translate that. So സിസ്റ്റർ പറഞ്ഞത് എന്തുവാണ് ഇസ്ലാമോഫോബിയ, അല്ലെങ്കിൽ ഈ ഇവിടെ പറയുന്ന, അല്ലെങ്കിൽ വെസ്റ്റേൺ അപ്പോളജിസ്റ്റുകൾ പറയുന്ന ഇസ്ലാമിനകത്ത് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് തെറ്റായിട്ട് പറയുന്ന ഏത് ക്ലെയിമാണ്, അല്ലെങ്കിൽ ഇസ്ലാം ചെയ്യാത്ത ഏത് ക്ലെയിമാണ് വെസ്റ്റേൺ അപ്പോളജിസ്റ്റുകൾ പറയാത്തത്, അല്ലെങ്കിൽ അവർ മെൻഷൻ ചെയ്ത് തെറ്റായിട്ട് മെൻഷൻ ചെയ്യുന്ന ഏത് ക്ലെയിമാണുള്ളത്. കാരണം എവിടെ നിങ്ങൾ നോക്കിക്കോ, ഇസ്ലാം എവിടെയെങ്കിലും അവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബഹുദൈവ വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെ അവരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുക, അവരുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, ഇത് മാത്രമേ ഇസ്ലാം ചെയ്തിട്ടുള്ളൂ, ഇത് മാത്രമേ മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പം എന്താണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത് അലൻ വന്നിട്ട് ഇത് തെളിയിക്കണം. ചെയ്യാത്തത് എന്ത് കാര്യമാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോവാം. അബ്ബാസ് സിസ്റ്റർ, ജയ്സ് ബ്രദർ പറഞ്ഞു. ഓക്കെ, അടുത്ത അലന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അമേരിക്കയിലേക്ക് ഇപ്പം ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇസ്ലാമിനെ പറ്റിയാണ്. അവിടെ ഓരോ ദിവസവും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും ഒരു തിയോളജിയുമാണ് ഇസ്ലാമിൻ്റെത്. അപ്പോഴാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കത്തോലിക്കരെ പോലെയുള്ളവരൊക്കെ കേരളത്തിൽ കിടന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇത് അവർ തിരിച്ചറിയുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ സഭ പറ്റിക്കുകയാണെന്നുള്ള രീതിയിലാണ് അലൻ മുമ്പോട്ട് വെച്ച മറ്റൊരു ആരോപണം. Right. So, Sister Mary, the next argument that Alan is making is that, when the Western world, especially the American world, is trying eagerly to learn about Islam and the beauty of Islam, some people in Kerala, and especially, in the Catholic communities and all, and what we are also doing is that we are trying to misguide people by taking them away from the truth of Islam, and trying to fool people by telling about the things which are not there in Islam. That is a claim that Alan is making. Okay, so all of my sources about what is in Islam come from the Islamic sources. They come from the Quran, they come from the official biographies of Muhammad, they come from the official commentaries, and they come from Muhammad's ahadith. They don't come from anywhere else except for Islam. There is nothing that is beautiful about Islam. What Muslims try to do is trick people and say, oh, well, we have pure monotheism, and then they don't want you to know anything else until you're Muslim, and then if you leave Islam, then they should kill you. So then they kind of scare you into staying. That's their goal, is to scare you. Are we wrong to say that they want to kill people who leave Islam? Bring the evidence that that's not something in Islam. അതെ, പുള്ളിക്കാരത്തി പറഞ്ഞത് എൻ്റെ എല്ലാ സോഴ്സസും ഖുറാനിൽ നിന്നും, ഹദീസുകൾ, സഹിയായിട്ടുള്ള ഹദീസുകളിൽ നിന്നും, ഹിസ്റ്റോറിക്കൽ പുസ്തകങ്ങളിൽ നിന്നുമുള്ള സോഴ്സസ് ആണ് ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഇസ്ലാം ചെയ്യാത്ത ഏത് കാര്യമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്? കാരണം എല്ലാ സോഴ്സസിലും നമുക്ക് കാണാൻ പറ്റുന്നത് സ്ത്രീകളെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, ഇത് നമുക്ക് ഇസ്ലാമിൻ്റെ ഒറിജിനൽ സോഴ്സസിലൂടെ നമ്മൾക്ക് കാണാൻ പറ്റുമ്പോൾ
എന്താണ് ഈ വ്യക്തി പറയുന്നത്? നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇസ്ലാം ഇതാണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഇസ്ലാം. അപ്പം എന്താണ് ഈ പുള്ളി പറയുന്നതെന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ ചോദ്യം. Yeah, so yes, the numbers of Muslims in America is increasing, and that's because there has been very large numbers of immigrants being allowed to come in, because the Democrats really like the idea of Muslims because they just want new people that they can offer things to. So, like, oh, we'll give you lots of how, we'll pay for your housing, we'll pay for this, we'll pay for that, and when you're a citizen, you'll vote for us, and we'll give you all of these things if you vote for us. So there are now 3 people who say they are Muslim who are in Congress, and one of them legally married her brother. You can go ahead and translate that, and I'll explain the rest of the Yeah. things that she's done. പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ ഇസ്ലാം അമേരിക്കയിൽ തീർച്ചയായിട്ടും ചിലയിടങ്ങളിൽ വളരുന്നുണ്ട്. പക്ഷേ ആ വളരുന്നതിൻ്റെ കാരണം ഈ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്, അവർക്ക് ഈ റെഫ്യൂജീസിനെ, അല്ലെങ്കിൽ ഈ ഫ്രീയിൽ കയറി വരുന്ന ഏക്കും പൂക്കും ഇല്ലാത്ത റെഫ്യൂജീസ് കയറി വരുന്നവരെ വളരെ ഇഷ്ടമായി. ഈ റെഫ്യൂജീസ് എല്ലാം ഈ മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രങ്ങളിൽ നിന്ന് കയറി വരുന്നവരാണ്. ഈ റെഫ്യൂജീസ് ആയിട്ടുള്ളവർ, അവരെ വലിയ ഇഷ്ടമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ഓഫർ ചെയ്യാം, അത് ഓഫർ ചെയ്യാം എന്നുള്ള ഈ ഓഫേഴ്സ് ഇവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ഈ പലരും കയറി വരുന്നത്. അതുകൊണ്ടാണ് ഈ സെനറ്റിൽ ഇപ്പം അമേരിക്കൻ സെനറ്റിൽ 3 ഇസ്ലാമിസ്റ്റുകൾ കയറിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീ, ഇപ്പം ഐ തിങ്ക് യു മെൻഷൻഡ് യു വർ ടോക്കിംഗ് അബൌട്ട് ഇലാൻ ഓമർ, റൈറ്റ്? Yeah, I'm going to tell more സോ about her. ഇലാൻ ഓമർ എന്ന് പറയുന്ന ഒരു സോമാലിയയിലെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ആൾക്കാർ പഞ്ഞി കിട്ടാനെ. എന്തായാലും അമേരിക്കയിൽ കയറി വന്നിട്ട് സ്വന്തം സഹോദരനെ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് ഇപ്പോൾ സെനറ്റിൽ നിൽക്കുന്നത്. പുള്ളിക്കാരത്തി അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയും. ഗോ അഹെഡ് സിസ്റ്റർ. So, Ilhan Omar, she was married to a man. When she came in, and she did not legally divorce him, but because she didn't have a registered marriage in America, she also married her own brother and pretended that he wasn't her brother to get him American citizenship. And then uh, she was still living with her husband and having kids with her real husband while this was happening. And it's illegal in the United States to do this, obviously. It's illegal to marry your brother. It's illegal to be bigamous, to be married to multiple people. And then she then had an affair with that husband, and then divorced him, and married the non-Muslim staffer that she was having the affair with. ഈ ഇലാൻ ഒമർ എന്ന് പറയുന്ന ഇപ്പം സെനറ്റിലുള്ള ഈ പുള്ളിക്കാരത്തി കള്ളം പറഞ്ഞ് ഈ പുള്ളിക്കാരത്തിയുടെ സഹോദരനായിരിക്കുന്ന ഒരാളെ അമേരിക്കയിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചു. പക്ഷേ പുള്ളിക്കാരത്തി നിലവിൽ ഒരു ഭർത്താവും അതുപോലെ കുഞ്ഞുങ്ങളും ആ ഭർത്താവിൽ നിന്നുമുണ്ട്. ആ സമയത്താണ് ഈ പുള്ളിക്കാരത്തി കള്ളം പറഞ്ഞിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തിയുടെ സഹോദരനെ കല്യാണം കഴിച്ചത്. ഇത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് ആൾക്കാർ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ അറിഞ്ഞു. പിന്നെ പുള്ളിക്കാരത്തി ഒരു അഫെയർ, ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു അഫെയർ കൂടെ നടത്തി. അത് നമുക്കതിൻ്റെ ന്യൂസിലൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. ബട്ട് സിസ്റ്റർ മേരി, this is the influence that is happening from the from these I would call them jihadis, but these Islamists who are in the politics. Yeah, and it really is because she is waging her jihad on the West by being in Congress. She thinks that she can do whatever sin she wants, and Allah will forgive her because she's waging her jihad.
പുള്ളിക്കാരത്തി ഈ കാര്യങ്ങള് ചെയ്തത്, ഇലാൻ ഒമർ ഈ കാര്യം ചെയ്തത് കാരണം പുള്ളിക്കാരത്തിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. അള്ളാഹുവിൻ്റെ കോസിന് വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യുന്ന ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു ഈ പാപങ്ങളൊക്കെ പുറത്തു കെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസം കാരണമാണ് പുള്ളിക്കാരത്തി ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ജയ്സ് ബ്രദർ, is there any other points that we need to address which Alan claimed? അടുത്ത സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള ഈ ഇസ്ലാം വിഷയത്തിൽ ഗവേഷണം നടത്തുന്നവരാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ഇപ്പോൾ ഇസ്ലാമിന്റെ മഹത്വത്തെ പറ്റി പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം ലോകത്ത് നൽകിയ സംഭാവനകൾ അതൊരിക്കലും ഇവരാരും കാണുന്നില്ല. ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവനകൾ തിരസ്കരിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ ക്രൈസ്തവര് ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നത് എന്നൊരു വാദം പുള്ളി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. Sister Mary, the next claim that he has made is that a lot of Christians are the ones who are enrolling into these universities to study about Islam, and we people, we do not see the real Islam, the major contributions and the beautiful things that Islam has made so far. So a large majority of the Christian population, Christian youth, are actually eagerly waiting to study Islam, and they want to praise. That's the claim that he is making. So no, these are mostly most of the people who are going into these Middle Eastern studies departments and Islamic studies departments. They're secular. A huge percentage of them are secular, so they are not believers in anything, and they do not believe in Islam. No one with half a brain spends 5 seconds studying Islam and doesn't go, oh, this is nonsense, right? It's just the lies that can sell it to people who are gullible. Oh, it's so beautiful. Like, what's beautiful about it? Oh, the prayer is beautiful. Lots of things like it. Whenever the traditional dance with all the arms that they do in like Indonesia, that's beautiful. Does that mean that's or Thailand and all of those places, right? Does that mean that this is truth? No, it's just something that sounds pretty. So no, a huge number of secular people are going into this and they're ripping Islam to pieces. They're absolutely shredding it because it stands on nothing. ഈ അലൻ പറഞ്ഞ ഈ ക്ലെയിം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് ഈ മുഴുവൻ ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നതും ഭയങ്കര സുന്ദരമായിട്ട് പറയുന്നത്. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, കള്ളമാണ് അലൻ പറയുന്നത്. കാരണം കൂടുതലും ഈ സെക്കുലർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരാണ് ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നത്. പകുതി പുള്ളിക്കാരത്തി യൂസ് ചെയ്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ബ്രെയിൻ ഉള്ള ആൾക്കാർ പോലും ഇസ്ലാം ഇച്ചിരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഇസ്ലാം മുഴുവൻ പൊട്ടത്തെറ്റാണ്, ഇതിനകത്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം വിഡ്ഢിത്തമാണ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പിടികിട്ടും. ഇപ്പം ഒരു എക്സാമ്പിൾ പുള്ളിക്കാരത്തി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസിൽ ഡാൻസ് ഉണ്ട്. ആ ഡാൻസിനെ പറ്റി ആരെങ്കിലും ഓക്കെ ഡാൻസ് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനോ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാനോ ഒന്നും ആരും പോകത്തില്ല. പിന്നെ ഈ സെക്കുലറായിട്ടുള്ള ആൾക്കാർ ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഈ മനോഹാരിത കാണിപ്പിക്കാനല്ല, പക്ഷേ അതിനെ പിച്ചിച്ചീറി കളയാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത്രയുമേ ഉള്ളൂ, ഈ വിഡിത്തത്തിനകത്ത് ഇത്രയുമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇസ്ലാമിനെ പഠിക്കുന്നത്. അലൻ നടത്തിയ മറ്റു രണ്ട്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അലൻ ഈ വിഷയമായിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമിനെ വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ മറ്റ് ഒന്ന് രണ്ട് പ്രസ്താവനകൾ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലോകത്തിനുണ്ടായ വസന്തമാണ് ഇസ്ലാം. 6-ാം നൂറ്റാണ്ടില് അറേബ്യയിൽ നിന്നുണ്ടായ വസന്തമാണ് മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലൂടെ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ മതമാണ് ഇസ്ലാം മതം. ആ സമയങ്ങളിലൊക്കെ ക്രൈസ്തവർ പരസ്പരം തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊടുത്തും ജീവിച്ചിരുന്ന സമയത്തും ലോകത്തിന് ഒരു മാർഗദർശിയായിട്ട് വളർന്നു വന്ന മതമാണ് ഇസ്ലാം മതം എന്നൊരു വാദം അലൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെയും കൂടെ ഒന്ന് അഡ്രസ് ചെയ്യാം. കാരണം ഇത് മറ്റ് പല നന്മയുടെ പ്രവാചകൻ മുഹമ്മദ് നന്മയുടെ പ്രവാചകൻ.
Yeah, Sister Mary, the other claim that he has made is that when in the previous few centuries, when Christians were fighting among each other, Muhammad and Islam has brought a lot of beauty towards Middle East, and it has been contributing in an amazing, beautiful way So towards Middle East. Is what the claim is, a claim that that Alan is yeah, making, and that whatever Muhammad has done is the most gracious and beautiful things, and it has contributed a lot towards the Middle Eastern land. That is the okay, claim that so Alan is making. there were massive numbers of civil wars between various Islamic groups too. Like they like to pretend, oh, we had this beautiful caliphate. No, there were many different caliphates, many different civil wars. The first civil war occurred before Muhammad's body was even cold. Whenever Umar invaded the house of Ali and killed Fatima by slamming the door open so hard that he hurt her, and caused her to go into birth early, and she died. So, all of this is just the second civil war were the wars of apostasy. Immediately, everyone started fighting. Then the next war that happened was there were battle the camel wars, but there were a let bunch of me wars let in me between, and Sister, like, let me yeah, go translate ahead. that. Let me translate that. So, ഈ അലൻ തള്ളുന്ന ഈ തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചക്കള്ളമാണ്. കാരണം ഏറ്റവും കൂടുതൽ സിവിൽ വാർസ് നടന്നത് മിഡിൽ ഈസ്റ്റിലാണ്. എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും പറയാറുണ്ട് ഇത് കാലിഫേറ്റ് യുദ്ധങ്ങളായിരുന്നു എന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ചത്ത് ആ ശരീരത്തിന് തണുപ്പ് വീഴുന്നതിന് മുൻപേ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നവരാണ് ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവർ. അത് നമുക്കറിയാം. ഈ അലിയുടെ ഭാര്യയായിരിക്കുന്ന ഫാത്തിമ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ആ കതവ് വയറ്റിലടിച്ച് ആ ആ കുഞ്ഞും അതുപോലെ തന്നെ ഈ ഫാത്തിമയും മരിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ ഹദീസുകളിൽ തന്നെ അതിനെപ്പറ്റി ഇവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിച്ചും മാത്രമേ ഇസ്ലാം കൂടുതലായിട്ട് വളർന്നിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് ഡിവിഷൻ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മുഹമ്മദ് ചത്ത് ശരീരം ചൂട് മാറുന്നതിന് മുൻപേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സിവിൽ വാർ നടത്തിയവരാണ്. അല്ലാതെ അവരെന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തിട്ടുള്ളത്? ഗോ അഹെഡ് സിസ്റ്റർ. Yeah, the four rightly guided caliphs, every one of them was killed. And they were killed, in all kinds of, like, if they're to bring peace, that's some pretty awful peace. And after that, inside of the caliphates, the different caliphates fought against each other. There were constant civil wars. They were constantly killing different hypocrites and different people that they would say are not the true believers. Like, all of it was always violent. They were always fighting each other. So this idea that, Yeah. oh, the Muslims weren't fighting each other just because you don't know your history doesn't mean that the history was like lovely. It's just goofy. Yeah, exactly. So, 4 ഖലീഫമാരും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ 4 ഖലീഫമാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നിട്ടാണ്, അല്ലെങ്കിൽ കൊലപ്പെടുത്തിയാണ് അവർ ചത്തത്. അല്ലാതെ ഒന്നിനു പോലും മുഴുവനായിട്ടും ജീവിതം കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ അലനെ പോലെ ഉള്ളവരും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് അവരുടെ ഹിസ്റ്ററിയെ പറ്റി ചരിത്രബോധമില്ലാത്തതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇതിനകത്ത് കൊലയും കൊലവിളിയും മാത്രമേ ഇസ്ലാമിനകത്ത് നടന്നിട്ടുള്ളൂ. അത് തുടക്കം തൊട്ടേ നമുക്ക് ഈ ഖലീഫമാരുടെ ആ ഭരണം തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഈ നിലയിലായി തീർന്നത്. ജയ്സ് ബ്രദറെ, വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടായിരുന്നോ? ഉണ്ട്. അലന്റെ മറ്റൊരു വാദമാണ് ക്രൂസേഡ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവരായിരുന്നു. ഇസ്ലാം മതം വളരെ സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന ഒരു മതമാണ്. ഈ ക്രൂസേഡ്സിന്റെ ക്രിസ്ത്യൻ അധിനിവേശത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ചരിത്രത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട ചരിത്രങ്ങൾ പറയുന്നതാണ് ക്രൂസേഡ്സ് എന്നാണ് അലന്റെ മറ്റൊരു വാദം. പ്രത്യേകിച്ചും തുർക്കി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ക്രൂസേഡ്സിന്റെ ഭാഗമായിട്ട് നടന്ന
ഈ വൃത്തികേടുകൾ ഇതൊക്കെ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നാണ്. ആ സമയത്തും ഇസ്ലാം വളരെ മാന്യമായിട്ടാണ് ലോകത്തോട് യുദ്ധം ചെയ്തതെന്നൊക്കെയാണ് അലന്റെ മറ്റൊരു അവകാശവാദം. Yeah, so the next claim that Alan is making is that, when Islam was been staying peaceful in their kingdoms. The Christian crusaders were the ones who were very violent, and they were the ones who were, killing people and trying to attack the Islamic nations. And the Islamic nations were fairly peaceful at that period of time. That is another claim that he's been making, which we have explained, I think, over 100 times, about the crusades and the history of crusades. But yeah, Sister Mary, we would definitely want to Yeah. listen from your part as well. I know that you have learned and studied a lot about that. Go Well, ahead. the Muslims were not only fighting each other, but were absolutely dead set on conquering the entire world. And so there was no time that it was safe to be anywhere near an Islamic area, because they were constantly, if they weren't trying to kill you then, they were at least trying to capture you as a slave, because they loved slaves. So, no, they weren't living peacefully with anyone. They weren't living peacefully inside the countries. They weren't living peacefully with each other. If the country, if the empire itself was too powerful to take over, for people to stage, for the neighbors to fight, then they would have internal rivalries and things. So no, it wasn't peaceful and wonderful. And the only reason it was so rich is that they Yeah, took let me, over sister, areas. let me translate Okay, that go ahead. part. Let me translate that part. അപ്പം ഇസ്ലാം ഇത്രയും പീസ്ഫുൾ ആയിട്ട് നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നത്, ഇത് വളരെ ഒരു കള്ളം തന്നെയാണ്. കാരണം ഇസ്ലാം എപ്പോഴും സ്റ്റാർട്ടിങ് തൊട്ടേ അല്ലെങ്കിൽ വയലൻസിലൂടെ തന്നെയാണ് ഇസ്ലാം നിലനിന്നിട്ടുള്ളത്. അത് സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ ഖലീഫകളും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപേ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇസ്ലാം പീസ്ഫുള്ളായിട്ട് നിന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് തന്നെയാണ് ഇസ്ലാം നിന്നിട്ടുള്ളത്. സിസ്റ്റർ മേരി, ഡു അഡ്രസ് how the How claim they that he is became rich? making about the crusaders. Yeah, the claim Yeah, about, the that Crusaders, it Christian was a crusaders were reaction. the ones. Yeah, Yeah, Christian it was a crusaders were reaction. the one who started off. That is the claim No, that he is making. no, the Battle of Tours. They took over, they attacked everything. They attacked everyone. Every place that they captured after Muhammad died it was either Persian, so majority Zoroastrian, or it was already majority Christian. So they had been waging wars against Christians, vicious, vicious wars, enslaving Christians. When they took over a place, there are so many stories about how they would cut open the bellies of the pregnant women to throw the babies out onto the ground to die. They would destroy all the cemeteries. They especially delighted. You go right now to Cyprus, and you will find on the side of the island that is being occupied by the Muslims that they have knocked over and smashed all the cemeteries. They smashed the Right. crosses of the Christians. So no, Yeah, Sister Mary, hundreds of years, hundreds of years. I'll just share that ഇസ്ലാം സ്റ്റാർട്ടിങ് തൊട്ടേ ലോകത്തെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ അധിനിവേശം നടന്നത്. അത് ക്രിസ്തീയ രാഷ്ട്രങ്ങളിലേക്ക് പടരാൻ തുടങ്ങിയപ്പോൾ പലരെയും കൊലപ്പെടുത്തുകയും, അതുപോലെ തന്നെ അവിടെയുള്ള ക്രിസ്തീയ രാഷ്ട്രത്തിലുള്ള സ്ത്രീകളെ പിടിക്കുമ്പോൾ പോലും അവരുടെ വയറുകൾ കീറി ആ കുഞ്ഞുങ്ങളെ താഴെ നിലത്തടിച്ചാണ് കൊന്നിരുന്നത്. അങ്ങനെയാണ് ഇസ്ലാം വയലൻ്റായിട്ട് ക്രിസ്തീയ രാഷ്ട്രങ്ങൾക്കെതിരെ മുന്നേറിയത്. അതിനൊരു റിയാക്ഷനായിട്ടാണ് ക്രൂസൈഡുകൾ നടന്നത്, അല്ലാതെ അതിന് തിരിച്ചല്ല. ഈ തുടങ്ങിയത് അവിടെ നിന്നാണ്. എബൻ ബ്രോ ഉണ്ടോ, അല്ലെങ്കിൽ അബ്ബാസ് സിസ്റ്റർ ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാമോ സിസ്റ്റർ മേരി? So ഞാൻ yeah, ചെയ്യാം. okay, go ahead. Yeah, Sister Abbas will translate for you, Sister Mary. Please go ahead. Child is crying. I'll be back. Okay, so one of the reason why they were so rich is that they took over the part of the world that had been richest from the beginning of the world's history.
So they took over Egypt, which had been the richest land. They took over Mesopotamia, the richest land. They took over Sidon and Tyre, the richest cities. So they took over the richest areas in the world. And they also took over the trading routes that the Chinese established with the West. So they had all of the trade from China, and if anyone from the West wanted to get anything from China or India, they had to pay the Muslims. And that's how come they were able to get money. And the second that they were no longer taking money from Christians, and Christians had trade routes that went around those areas. So beginning in the 1300s to the 1400s, and especially 15 and 1600s, when the Europeans were able to stop paying the Muslims for things and were able to get them for themselves, then the Muslim empire became poor because it had always lived, because even though it had once controlled the areas that were the richest in the world, it didn't sustain that itself. It couldn't be rich on its own. It couldn't be advanced on its own. It just needed the Christian money. And when the Christian money went away, then it went away. It's the same thing with oil now. ഓക്കെ. സിസ്റ്റർ മേരി പറയണത് തുടക്കം തൊട്ട് തന്നെ ഇസ്ലാം ക്രിസ്തീയമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നല്ല സമ്പന്മൂലമായിരുന്ന രാജ്യങ്ങളെ പിടിച്ചടക്കിയാണ് അവർ ഇസ്ലാം എന്താ പറയുക സമ്പന്നമായത്. അത് നമുക്കറിയാം, ഈജിപ്റ്റ്, മെസപ്പറ്റോമിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ അത് മാത്രമല്ല, എവിടെയൊക്കെയാണ് ട്രേഡ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പം മറ്റുള്ള വ്യാപാരമായിട്ടുള്ള ഇപ്പം ആ റൂട്ടിലൊക്കെ അവർക്ക് നല്ല ഒരു രീതിയിലുള്ള ഇവർക്ക് ഇതിൻ്റെ പ്രോഫിറ്റൊക്കെ കിട്ടുമായിരുന്നു. നമുക്കറിയാം, എസ്പെഷ്യലി യൂറോപ്പിൽ അങ്ങനെയുള്ള ഇടത്തൊക്കെ എങ്ങനെയായിരുന്നു അറബ്സ് ഇവർ ഈ വ്യാപാരം മൂലം നല്ല കാശ്. പിന്നെ അവർ ക്രിസ്ത്യൻസ് ഈ ഡയറക്റ്റായിട്ട് ഇവർ തന്നെ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, അപ്പോൾ 1500s 1400s ഇങ്ങനെയൊക്കെ ഈ സമയങ്ങളിൽ പിന്നെ ഇത് ക്രിസ്ത്യൻസ് കീഴടക്കിയപ്പോഴാണ് പിന്നെ അവർക്ക് പണം ഇല്ലാണ്ടായത്. ഇതാണ് സിസ്റ്റർ പറഞ്ഞത്. എന്തെങ്കിലും ഞാൻ പോയിന്റ്സ് വിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആഡ് ചെയ്യട്ടോ. സിസ്റ്റർ മേരി, ഗോ ഹെഡ്. So yeah, I mean that's really it. They took the areas that were the richest in the world and they made them poor. They took the areas that had the most advanced, they had the best ships in the world. They had the best farming in the world. They had the best everything in the world, and they made them poor. And then they tried to say that that's our fault somehow. It's crazy. ഇസ്ലാം എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ പുരോഗമനം ഉണ്ടായിരുന്ന വ്യാപാരം അല്ലെങ്കിൽ സമ്പന്മൂലം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെ കീഴടക്കിയിട്ടാണ് അവരെ ദരിദ്ര രാജ്യങ്ങളാക്കിക്കൊണ്ടാണ് ഇസ്ലാം സമ്പന്നമായതും. അതുപോലെ തന്നെ ഏറ്റവും നല്ല കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളെ കീഴടക്കിയിട്ട് അതിനെ കയ്യേറുകയും അങ്ങനെ അവർ മുൻപന്തിയിലേക്ക് വരികയാണ് ചെയ്തത്. ഇതാണ് സംഭവിച്ചത്. Yeah, I mean, can you imagine how 3,000, the pyramids were built in 2600 BC. And no, it's not good to have someone who will do that to their people, because it was done by telling different areas that they had to send people to work for the pharaoh. But still, they were rich. They had so much extra that was Egypt could produce more grain than anywhere else in the world for its size. It was the most productive place in the entire world and had been for 3,500 years when the Muslims took over, and they managed to turn that poor. It had the best. They took over the areas with the best scientists, with the best mathematicians. And for a while, science and math continued, mostly being done by people who weren't Muslim.
But eventually, as the Muslims became more and more, that got worse too. So anywhere Islam goes, other things die. It just strangles everything eventually. And yeah, and even their architecture, those are imitations of the architecture that was there before. That's why all the Eastern churches look like mosques, because the mosques imitate the Eastern churches. ഓക്കെ. സിസ്റ്റർ മേരി പറയുന്നത് അവർ പല സ്ഥലങ്ങളിലും എല്ലാം കീഴടക്കുകയും അതിനെ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം വളർന്നത്. ഉദാഹരണത്തിന് ഈജിപ്തിൽ പ്രത്യേകിച്ച് പറയാൻ അവരുടെ പുരോഗമനം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ 3000 അല്ലെങ്കിൽ 2600 വർഷം BC-യിൽ അവർക്ക് പിരമിഡ്, സിസ്റ്റർ പറയണത് അത് അവർ ചെയ്ത രീതി എന്ന് പറയുമ്പം പലയിടത്തിൽ നിന്നും അടിമകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ധാന്യങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ചില സമയങ്ങളിൽ നമുക്കറിയാം ചരിത്രത്തിൽ അവർക്ക് കഴിവുണ്ടായിരുന്നു. ഈ കഴിവിനൊക്കെ അവർ അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെ രീതിയിൽ അഡ്വാൻസസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പുരോഗമനം അതിനെയൊക്കെ ഇസ്ലാം തനതാക്കി. അതുമാത്രമല്ല ശാസ്ത്രം, പ്രത്യേകിച്ച് ഗണിതശാസ്ത്രം, ഇങ്ങനെ ഉള്ള എല്ലാ സ്ഥലങ്ങളെയും ഇവർ കയ്യേറുകയും പിന്നെ ഇവർ ഇതിൽ കൂടുതലായപ്പം അതിലെ വളർച്ചകൾ നിന്നു പോവുകയാണ് നമ്മൾക്ക് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ സിസ്റ്റർ പറയുണ്ടായി, സോറി ജസ്റ്റ് എ മിനിറ്റ്. Does anybody else have questions? No, sorry, I lost the stream. After the maths and other things, what did you say about architecture? Sorry. Oh, I said that പിന്നെ the architecture, that the mosques even look like Eastern churches because they imitated them. So yeah, they did some slightly different things with it, but it was still, they borrowed. They still borrowed. ഓക്കെ. ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് ഒരുപാട് നമ്മൾ എഴുത്തുകളൊക്കെ കാണാൻ പറ്റും. എസ്പെഷ്യലി ഈസ്റ്റേൺ ചേർച്ചുകൾ അല്ലെങ്കിൽ ദേവാലയങ്ങളൊക്കെ ഇസ്ലാമിക് ആർട്ടിനെ റിസംബിൾ ചെയ്യുന്നത് അവരിതിനെ ബോറോ ചെയ്ത് കൊണ്ടാണ് എന്നാണ് സിസ്റ്റർ പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സാമ്യങ്ങൾ മറ്റുള്ള കൾച്ചേഴ്സിൻ്റെ ഇമ്പാക്റ്റ് ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ട്. അതാണ് സിസ്റ്റർ പറഞ്ഞത്. താങ്ക് യു. Yeah, Sister Mary. Yeah, Sister Mary, I think we can go to other panelists as well, because Dr. Jose is here. Jay Achan is also here. So we can take in more questions, or maybe other people would also have to have their own thoughts, and we can go to them as well. ലാസ്റ്റ് ഒരു മറ്റുള്ളവരിലേക്കും ക്വസ്റ്റ്യൻ കൂടെ പോവാം പറയാം നമുക്ക്, ബ്രദറെ. ജയ്സ് ബ്രദറെ. ഓക്കെ ജയ്സ് ബ്രദറെ. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ. ഇന്ന് അമേരിക്ക ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് അമേരിക്ക നേരിടുന്ന ഭീഷണി എന്താണ്? അതുപോലെ തന്നെ ഈ അടുത്ത സമയങ്ങളിലൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നൈജീരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ കാത്തലിക് ചർച്ചിലൊക്കെ കയറിയിട്ട് ബോംബ് ബ്ലാസ്റ്റിംഗ് ഒക്കെ നടത്തി ഒരുപാട് പേരെ കൊന്നു. അപ്പം ഇത്തരം വിഷയങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പ്രത്യേകിച്ച് ജിഹാദികൾ, ഈ ടെററിസ്റ്റുകൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? Yeah, Sister Mary, the question that Brother Jace has asked is, what is the major threat that America is facing by the Islamists, and especially the Muslims in America? And we have already seen there is the latest attacks that has happened in Catholic churches in Nigeria, where more than 60 people were being killed by a jihadi. So, when looking at all of these threats, what is it that, America is thinking about in terms of tackling? We know that the governmental situation that is there, but what are the major threats that America is facing at this point of time in terms of from the jihadis, from the Islamic groups? That is the question. Well, That is the mainly, final question that we will. the main threat is not directly from the Muslims. The main threat is from the neo-Marxists, who think that because they are people who hate Christ, and they love everyone who hates Christ. And since they're not Christian, they love the Muslims. And so our biggest threat that we face right now is that we have groups of people
who want to do the kinds of things in the US that has happened, that has led to the rape gangs in England and in Sweden and in Germany, and that there are people who are actually working to protect people who want to allow Muslims to have that much activity to be able to get away with whatever they want to do to other people who aren't Muslim. Yeah, thank you. So Sister Mary has mentioned that the major ആയിട്ടുള്ള ത്രെട്ട് അല്ലെങ്കിൽ ഭീഷണി അമേരിക്ക ഇപ്പം നേരിടുന്നത് യൂറോപ്പും അതുപോലെ തന്നെ UK പോലെ രാഷ്ട്രങ്ങൾ നേരിട്ട സെയിം ത്രെട്ടാണ്. അവിടെയൊക്കെ ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ക്രിസ്തീയ സ്ത്രീകളെ പിടിച്ചിട്ട് അവരെ ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവരെ റേപ്പ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഇപ്പം അമേരിക്കയിലും വളരെ പലയിടങ്ങളിലും ഇത് കൂടി വരികയാണ്. ഈ മുസ്ലിങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്രൂപ്പിംഗ് ഗാങ്സും ഒക്കെ അവിടെ കൂടി വരികയാണ്. അതാണ് മേജറായിട്ടും ഒരു ത്രെട്ടായിട്ട് അല്ലെങ്കിൽ ഭീഷണിയായിട്ട് അമേരിക്ക ഇപ്പം മുന്നിൽ കാണുന്നത്. Sister Mary, the second part of his question was that is it fundamentally something that America is or the government is doing to tackle them? Because പുള്ളിക്കാരത്തി പറഞ്ഞത് പലരും പല ഈ സെനറ്റിലുള്ളവരൊക്കെ പലരും ഈ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ കൊടുക്കപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പലരും ഗവൺമെന്റൽ പൊസിഷൻസിലും ഉണ്ട്. Yeah, so Sister Mary, go ahead, I would please. say the opposite. I would say that instead of the government tackling them, they get special protections whenever there are jihadi groups that are conspiring against the United States. The FBI is not allowed to add new names to registers. They're being restrained from doing anything to keep them from having attacks. They're being told that that you can't, because normally if you call for violence, that's not in the First Amendment. That's one of the very few things, the two things that the First Amendment doesn't protect. Well, it doesn't protect if you disclose information that you're not legally allowed to disclose. It doesn't protect you if you are saying obscene things, so that you can be censored if you say things that are just really obscene. And third, if you call for violence. But they are protecting imams who call for violence in the mosques. So I would say that Yeah, they're doing extremely little or nothing. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു അമേരിക്ക ഇതിനെ പ്രതിരോധിക്കുന്നതിന് പകരം അവരെ സഹായിക്കുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. കാരണം FBI പോലും പുതിയ പേരുകൾ ഈ ലിസ്റ്റിനകത്ത് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ഒരു അവസരമാണ് ഇപ്പം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജിഹാദി വയലൻസിന് വേണ്ടി വിളിക്കുന്ന ഈ ആൾക്കാരുടെ ലിസ്റ്റുകൾ പോലും പുതിയ പേരുകൾ പോലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ഒരു രീതിയിലാണ്. കാരണം മേജറായിട്ടുള്ള ഇവരുടെ നിയമത്തിലുള്ളതിൽ മേജറായിട്ട് മുന്നിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന്, വയലൻസിന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വയലൻസിന് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നവർക്കെതിരെ ആണ് ഏറ്റവും ആദ്യം നിയമ നടപടികൾ എടുക്കേണ്ടത്. പക്ഷേ ഈ ഇമാമുകൾ മോസ്കിൽ നിന്നും ഈ വയലൻസിനെ പ്രോത്സാഹനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാൻ പ്രോത്സാഹനം ചെയ്യുമ്പോൾ അവർക്കെതിരെ നിയമ നടപടി പോലും ഉണ്ടാകുന്നില്ല പലയിടങ്ങളിലും. അപ്പം അമേരിക്ക അതിൽ കൂടുതലായിട്ട് ചെയ്യുന്നു എന്നല്ല പുള്ളിക്കാരത്തി പറയുന്നത്, വളരെ ലിറ്റിലായിട്ടേ ചെയ്യുന്നുള്ളൂ. Okay, I think we can go to other panelists as well. Jay Achan is there. Jay Achan, do you want to share something? You can blink your mic. Dr. Jose is here. Dr. Jose, praise the Lord. Can you hear me? Yes, praise the Lord. Thank Praise you, the Sister Lord. Mary, for sharing wonderful points. Very, very powerful, very insightful. Thank you. ഞാൻ ഒന്ന് രണ്ട് പോയിന്റ് മലയാളത്തിൽ പറയുകയാണേ. ഇവിടെ അമേരിക്കയിലൊക്കെ ഒരു വലിയ ഇസ്ലാമിക് കൺവെൻഷൻ നടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ കമന്റ് എഴുതിയത്. അതിനകത്ത് ഒരുപാട് എക്സാഗ്രേഷൻ ഉണ്ട്.
ഇസ്ലാമൈസേഷൻ നടത്താൻ വേണ്ടി വലിയൊരു എഫർട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് ഒത്തിരി എഫേർട്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഞാനൊരു 2 പേരെ, അത് 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്ന് ഒരു ബ്ലാക്ക് ഒരു ചെറുപ്പക്കാരൻ 28-30 വയസ്സുണ്ട്. ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ വളർന്ന ഒരാൾ, ഒരു ഫാർമസ്യൂട്ടിക്കൽ റെപ്പൊക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ അവനെ മീറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഐ എം അബൌട്ട് ടു ബിക്കം എ മുസ്ലിം. ഞാൻ ചോദിച്ചു വൈ? പറഞ്ഞു ഇറ്റ്സ് എ റിലീജിയൻ ഓഫ് പീസ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഏറ്റവും അവസാനം ഞാൻ ചോദിച്ചു, ഡസന്റ് ഇസ്ലാം മെൻഷൻ അബൌട്ട് ജിഹാദ്? അപ്പോൾ ഹി സെ യെസ്. അപ്പോൾ സി ആസ് ഒരു നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നീ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നിനക്ക് എന്നെ കൊല്ലണം. ഇറ്റ്സ് ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ യുവർ ഫെയ്ത്ത്. ഡു യു അഗ്രി വിത്ത് ദാറ്റ് എന്ന് ചോദിച്ചു. അത് അവനെ ഡിസ്റ്റർബ് ചെയ്തു ഒത്തിരി. So how do you say that the book itself propagates a lot of violence? ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഇത്രയും വയലൻസിന്റെ കാര്യങ്ങളൊക്കെ. How do you justify this? എന്ന് പറഞ്ഞ് ഇവനെ തിരിച്ചു മറിച്ച് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പല പ്രാവശ്യം സംസാരിച്ചു അവനോട്. എങ്ങനെയോ ദൈവത്തിന് കരുണയാൽ അവന് ഇസ്ലാമിലേക്കുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞാൻ മീറ്റ് ചെയ്തത്. ഇത് ഏകദേശം ഒരു 10-11 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പൊ അതിനുശേഷം മാറി ദൈവത്തിന്റെ വചനമൊക്കെ പഠിച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു ചർച്ചിൽ, ന്യൂയോർക്കിൽ ഒരു ചർച്ചിനകത്ത് പാസ്റ്റ് അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡീക്കനാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സഹോദരൻ. രണ്ടാമത്തേത് ഒരു മലയാളി കേരളത്തിൽ നിന്ന് വന്ന ഒരു അച്ഛൻ്റെ ഒരു മകന് ബ്രദർ അസംബ്ലിയിലെ ഒരു പയ്യൻ, ഒറ്റ മകനേ ഉള്ളൂ അപ്പന്. അപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ആ ഒരു സമയം ഈ പയ്യനെ എനിക്കറിയാം. അപ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒന്ന് ഡോക്ടർ ഇവനോട് സംസാരിക്കണം. ഇവനെ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയമുണ്ട്. ഞാൻ ഇവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഇവൻ പറയുന്നത് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ജീസസ്. മുമ്പേ പറഞ്ഞ് ഞാൻ ഈ ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ അവനെ കൺവിൻസ് ചെയ്ത ഒരു പോയിന്റ്, ഓക്കെ അതുകൂടെ ഒന്ന് പറയട്ടെ. അവര് ഈ ബ്ലാക്ക് അമേരിക്കൻസിനെ കൺവേർട്ട് ചെയ്യുന്നത് മുമ്പേ ഇവിടെ ആരോ പറഞ്ഞ പോലെ ഒന്ന് ഈ പ്രിസൺ സിസ്റ്റത്തിലാണ്. അവിടെ ചെന്നതിന് ശേഷം ഇവരെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യും. എന്നിട്ട് ഈ നോർത്ത് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനെ കുറിച്ചും ജമൈക്കയിലേക്കും ഇല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെ സ്ലേവ്സ് വന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഒരു സൈഡ് മാത്രമേ പറയത്തുള്ളൂ. ഇപ്പൊ ഈ സിസ്റ്റർ മേരി പറഞ്ഞ പോലെ ഈ അറബ്സ് ഒക്കെ അവര് ഈ 7th സെഞ്ചുറിയില് എത്രയോ പിന്നെ ലക്ഷക്കണക്കിന് സ്ലേവ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഈ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുപോയ കാര്യം ഒരു മിണ്ടത്തില്ല. അത് കഴിഞ്ഞ് ഏത് ഈ 16th 17th സെഞ്ചുറീസിലൊക്കെ വന്ന ഇങ്ങനെ ഈ നോർത്ത് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് കഴിഞ്ഞ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം അത് വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 10 സെഞ്ചുറീസ് ലേറ്റർ. അപ്പോൾ ഈ പിന്നെ ഈസ്റ്റ് ആഫ്രിക്ക എന്നൊക്കെ ഇങ്ങോട്ടേക്ക് പോയത് പറയത്തില്ല. മിഡിൽ ഈസ്റ്റിലേക്ക് വാങ്ങിച്ചോട്ട് പോയി മുസ്ലിംസ് തന്നെ മുസ്ലിംസിനെ വിറ്റ കാര്യം ഒന്നും മിണ്ടത്തില്ല ഇവര്. ഈ ബ്രിട്ടീഷ് ചെയ്ത കാര്യം ഇല്ലെങ്കിൽ അങ്ങനെ ഈ നോർത്ത് ഈ അറ്റ്ലാന്റിക് സ്ലേവ് സ്റ്റേറ്റിനകത്ത് ഈ സാൻസിബാർ ഇല്ലെങ്കിൽ ടാൻസാനിയ ആ ഭാഗത്തു നിന്നൊക്കെ ഈസ്റ്റ് ആഫ്രിക്ക എന്നൊക്കെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ഈ ഏരിയയിലൊക്കെ കൊണ്ടുവന്ന് ആ കാര്യം മാത്രം എംഫസൈസ് ചെയ്തതിനു ശേഷം ഇവർ ചെയ്ത് ഇങ്ങനെ അറിയാമോ ബ്രിട്ടീഷ് വൈറ്റ് മാൻസ് റിലിജിയൻ, ക്രിസ്ത്യാനിറ്റി വൈറ്റ് മാൻസ് റിലിജിയൻ എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് അതിനുശേഷം നിങ്ങളെ ഇങ്ങനെ ജമൈക്കയിലേക്ക് വിറ്റു ഇല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ റേസിസത്തിന്റെ പ്രശ്നം ഉള്ള എല്ലാവർക്കും അറിയാലോ, അമേരിക്കൻ റേസിസം ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഒരു ടെൻഷനാണ്, ഇപ്പോഴും അതാണ്, കംപ്ലീറ്റ് മാറിയിട്ടില്ല. അപ്പോൾ അപ്പൊ ഈ റേസിസത്തിന്റെ കാര്യം ഒരുപാട് എംഫസൈസ് ചെയ്ത് ഒന്നാമത് ആ റേസിസത്തിന്റെ കാര്യത്തിൽ ഇവരിങ്ങനെ ചൂടായി ഇങ്ങനെ വെള്ളക്കാരനെ കണ്ടാലേ തന്നെ അവരെ ഒരു അത്ര ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഈ കാര്യം അങ്ങ് ഇട്ടുകൊടുക്കും. ഇതങ്ങ് പറഞ്ഞ് നമ്മുടെ ജനറേഷൻസിനൊക്കെ ഏറ്റവും കൂടുതൽ തകർത്തവർ ഈ വെള്ളക്കാരാണ്. ഈ സ്ലേവ് ട്രേഡിൽ കൂടിയാണ് അവർ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തു ജമൈക്കയിൽ പ്ലാന്റേഷനെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു നല്ല ഒരു പരുവത്തിലാക്കി വെച്ചതിന് ശേഷം ഇതിനെ ഇസ്ലാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഇസ് എ റിലീജിയൻ ഓഫ് ബ്രദർഹുഡ്. സൗദിയിലെ പിന്നെ അവിടുത്തെ രാജാവും അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവന് ഒരുമിച്ച് ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ പറഞ്ഞ് ഇവരെല്ലാം കൺവിൻസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൺവിൻസ് ആയി പോയി ഈ ടൈപ്പ്. അത് മാത്രമല്ല ഒരുപാട് ചർച്ചകളിൽ അങ്ങനെ ചർച്ചിൽ പോകാൻ നിൽക്കുന്നവരോ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരൊക്കെ പിടിക്കുകയും അതുപോലെ കുറെ കൺവെൻഷൻ നടന്നിട്ടുണ്ട്. ഒന്ന് ജയിലിൽ, ഇല്ലെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ വൺ ഓൺ വൺ ഒക്കെ നടത്തി. അപ്പൊ ഈ മുമ്പേ ഞാൻ പറഞ്ഞ ആൾക്ക് ഇതുപോലെയൊക്കെ ആദ്യം ഈ സ്ലേവറിയാണ് ഈ ബ്ലാക്സിന്റെ സ്ലേവറിയുടെ ഹാഫ് ട്രൂത്ത് അബൌട്ട് ദ സ്ലേവറി അത് പറഞ്ഞതിന് ശേഷം ഇവരെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ആയ കുറെ പേരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടെയൊക്കെ സ്ട്രീറ്റിൽ, ന്യൂയോർക്കിലെ സ്ട്രീറ്റിലൊക്കെ ട്രാക്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെങ്കിലൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കും. സെയിം ചോദ്യമാണ് ചോദിക്കുന്നത്, ദൈവത്തിന് മക്കളുണ്ടോ, ദൈവം മരിക്കുമോ, പിന്നെ തൃത്വം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, ഈ പോയിന്റ്സിലൊക്കെ വെച്ച് തന്നെയാണ് എല്ലാവരും കൺഫ്യൂസ് ആക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അവരോട് പറഞ്ഞു ഇസ്ലാമിന്റെ വയലൻസിനെ കുറിച്ച് ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചു. ഇത് പുറമേ ഉള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ മറ്റു ആൾക്കാർ കൊണ്ടുവരുന്നെങ്കിൽ കുഴപ്പമില്ല. ഈ ഖുറാനകത്ത് തന്നെ ഇത് ഉണ്ടോ ഇല്ലയോ? ഞാൻ പല മുസ്ലിമോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഖുറാനകത്ത് ഈ കാര്യം ജിഹാദ് എന്ന് പറയുന്നതിനകത്ത് അപ്പൊ അവർ പറഞ്ഞു അതിനകത്ത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ പറയുന്നത് ഇത് ഈ ഖുറാനകത്ത്
നിങ്ങൾ പറയുന്ന ജിഹാദ് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം അല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്യും. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒരു മെജോറിറ്റി ആൾക്കാർ നമ്മുടെ കൂടെയൊക്കെ എത്രയോ വർഷങ്ങൾ വർക്ക് ചെയ്ത് ഇസ്ലാമിനെ കുറിച്ച് ഒരു വാക്കും എന്നോട് സംസാരിക്കാത്ത എത്രയോ മുസ്ലിംസ് ഉണ്ട്. അതും പറയാതിനിടയ്ക്ക്. അപ്പോൾ ഈ രണ്ടാമത്തെ ആള് ഇവനെ ഒരു ബ്രദർ അസംബ്ലി ചർച്ചിൽ വളർന്ന ഒരു പയ്യനെ കണ്ടിന്യൂസ് ആയിട്ട് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം തെറ്റാണ് പറഞ്ഞ് അവനെ അങ്ങനെ പറഞ്ഞ് ഏകദേശം അവനെ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ഫ്രണ്ടാണ്, ഒരാളാണ് ചെയ്യുന്നത്. അപ്പൊ അവരോട് ആ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ചർച്ചിൽ അവരുടെ കൂട്ടായ്മയുള്ള കുറെ പേരൊക്കെ അറിയിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. ആ പയ്യൻ തിരിച്ചു വന്നു. അപ്പൊ ഇങ്ങനെ ഒരു എഫർട്ട് നടക്കുന്നുണ്ട്. ഇനിയും ഒന്ന് രണ്ട് പേരോട് പറയും. പിന്നെ ഇവര് ഇവിടെ ഇത്രയും മുസ്ലിംസിന്റെ ഒക്കെ വലിയ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിൽ ഒരു കാരണം ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരുപാട് മുസ്ലിംസ് ഇവിടെ വരുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് എത്യോപ്യ, ഇല്ലെങ്കിൽ സൊമാലിയ, ഈ ഏരിയ എന്നൊക്കെ, ഇല്ലെങ്കിൽ ആഫ്രിക്കയുടെ പല പാർട്ടിൽ നിന്നും ഇവിടെ ഒരുപാട് മുസ്ലിംസ് അമേരിക്കയിൽ ഇമിഗ്രൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും ഒരു കാരണമാണ്. എന്നാൽ ഇവർ പറയുന്ന പോലെ ഒരു ഭയങ്കര വലിയ ഇസ്ലാമിക് ഇവാഞ്ചലൈസേഷൻ ഒക്കെ ഇവിടെ നടക്കുന്നില്ല. അതിന് വേറെ കാരണമുണ്ട്. ഒന്ന്, ഈ സെപ്റ്റംബർ 11 ഇവിടെ ഈ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇവിടെ ഒരു അവയർനെസ് ഉണ്ടായി. ആ സെപ്റ്റംബർ 11 നടന്ന ഒരു കാര്യം ഞാനത് പറയണേ. അവിടെ ഈ സെപ്റ്റംബർ 11 ഈ ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നടിച്ച് വീണ ആൾക്കാരെല്ലാം ഇവിടെ എല്ലാവരും ഷോക്കിലായിരിക്കുന്ന സമയത്ത് ആ സൺഡേ, അതൊരു ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയായിട്ട് അങ്ങനെയാണല്ലോ ആ സംഭവം നടന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് വേറെ വേറെ ചർച്ചകളിൽ നിന്നൊക്കെ ആ സ്ഥലത്തൊന്ന് പോയി. അവിടെ പോയി കുറച്ച് നേരം പ്രാർത്ഥിക്കാം, ആൾക്കാരൊക്കെ ഒന്ന് കാണുന്ന ഞങ്ങൾ പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു മുസ്ലിം, പുള്ളി 10-30 വയസ്സ് കാണും. അങ്ങനെ അവരുടെ ലോങ് ഡ്രസ്സൊക്കെ ഇട്ട് താടിയൊക്കെ ഉണ്ട്, വെള്ളത്തിൽ താടിയൊക്കെ എന്ന് വെച്ചാൽ ആ വീണ് കിടക്കുന്ന കെട്ടിടത്തെ മുന്നിൽ വെച്ചും പ്രസംഗിക്കുക യേശു ക്രിസ്തു ദൈവമാണോ അല്ലേ അതിന്റെ മുന്നിൽ. അപ്പൊ ഇതൊന്നും അമേരിക്കയിൽ നമ്മള് അതിനൊരു ആ സമയങ്ങളിലൊക്കെ ഇത് ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രീമിസം തുടങ്ങി. അപ്പൊ ഞാൻ പറയുന്ന ഒരു സ്ലോ ആയിട്ട് കഴിഞ്ഞ ഒരു 15-20 വർഷത്തിനിടയ്ക്ക് നടക്കുന്ന ഒരു സ്ലോ ഒരു എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്. മെയിൻ സ്ട്രീം ഇസ്ലാം ഇതുമായിട്ട് കണക്ട് ആണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു ഫ്രിഞ്ച് എലിമെന്റ് പോലെ ഇത് ഭയങ്കര അഗ്രസീവായിട്ട് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇവന് അവിടെ നിന്ന് ചാലഞ്ച് ചെയ്യുക, ഈ ബിൽഡിംഗ് തകർന്നു കിടക്കുക, ആൾക്കാർ എല്ലായിടത്തും കരയുന്നു. അതിന് മുന്നേ ഇന്നുകൊണ്ട് പറയുന്ന ഇഫ് ജീസസ് എവർ സെഡ്, യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവമാണെന്ന് യേശു ക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം, നിങ്ങളുടെ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. പൗലോസ് പറയുന്നത് കേൾക്കണ്ട. ഇത് പറയുന്നത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആ തകർന്നു കിടക്കുന്ന ആ ബിൽഡിംഗ് ആൾക്കാർ എല്ലായിടത്തും കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്ന അതിന് മുന്നേ നോട്ടാണ് ഇയാൾ പറയുന്നത്. അതിന് അവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ അവിടെ നിന്നവർ കൊടുത്തു ആ പുള്ളിയോട്. അത് കുറച്ച് കഴിഞ്ഞ ശേഷം പുള്ളി അവിടെ നിന്ന് പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ വലിയൊരു കൺവെൻഷൻ നടത്തണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഇവർക്കുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്ന സ്ഥലത്തിന് അടുത്തൊരു ചെറിയ ഒരു ബിൽഡിങ് മുസ്ലിംസ് വാങ്ങിച്ചു. അപ്പൊ അവിടെ പോകുന്ന ഒരാൾ എനിക്കറിയാം, മലയാളിയാണ്. എനിക്ക് കുറെ നല്ല പരിചയമുള്ള ഒരാൾ, നല്ലൊരു അങ്കിള്. അദ്ദേഹം ഒരു ബ്രാൻഡ് കടയൊക്കെ നടത്തുന്നതാണ്. എന്നോട് പറഞ്ഞു ഇത് ഇസ്ലാമിൽ ഇത് ഹറാമാണ്, ഞാനിത് നമ്മൾ ജീവിക്കണ്ടേ, ഞാനിതെല്ലാം ചെയ്യും, നമുക്കിത് ഹറാമാ. ഞാൻ ഒരു കാര്യം, അപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ KSUലൊക്കെ വലിയ ആക്റ്റീവ് ആയിരുന്നു എന്ന് പറയുന്ന ഈ അങ്കിൾ എന്നോട് പറഞ്ഞു, നല്ലൊരു മനുഷ്യൻ കേട്ടോ, എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഈ മോസ്കിനകത്ത് അകത്ത് കയറിയാൽ വെള്ളിയാഴ്ച അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കാർക്കും അറിയത്തില്ലല്ലോ. ഞാൻ പറയാം എല്ലാ വെള്ളിയാഴ്ചയും ഒന്നില്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഇല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെതിരെ എല്ലാ വെള്ളിയാഴ്ചയും പ്രസംഗമുണ്ട്. ഞാനത് കേൾക്കുന്ന ആള് ഒരു മലയാളി പറയുക എന്നോട്. അപ്പൊ അതിനുശേഷം അപ്പൊ ആ മോസ്ക് അവിടെ ഒരു ബിൽഡിങ്, ഒരു വീട് അവിടെ വീടൊക്കെ മേടിച്ചതിന് ശേഷം അവിടെ ഒരു മോസ്ക് കെട്ടാൻ വേണ്ടി അവിടെ വാങ്ങിച്ചപ്പോഴേക്കും നെയ്ബേഴ്സ് ഒക്കെ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ ഒരു 10 വർഷത്തിന് ശേഷം ആ സ്ഥലം പോയി നോക്കുമ്പോൾ അതൊരു തരക്കേടില്ലാത്ത ഒരു ആവറേജ് സൈസിലെ ഒരു മോസ്കായി കൺവേർട്ട് ചെയ്ത് ഓക്കെ, അതൊക്കെ നടക്കട്ടെ. പക്ഷെ അതിന് ചുറ്റുപാടുള്ള ഒരുപാട് വീടുകൾ അങ്ങ് വാങ്ങിച്ചു. അപ്പൊ ഇപ്പോൾ ഒരു രാത്രി ഒരു 8 മണി 9 മണി, പ്രത്യേകിച്ച് ഈ പ്രയറിന്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അതിന് ചുറ്റുമൊക്കെ വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഡെലിബറേറ്റ്ലി അതിന് ചുറ്റുമെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ. അപ്പൊ ഇതുപോലെ ഒരു സ്മോൾ സ്കെയിൽ, ഇപ്പം ഈ ബ്ലാക്സിന്റെ കാര്യത്തിൽ ഈ റേസിസം പറഞ്ഞ് അവരെ കൺവേർട്ട് ചെയ്യും. അതിപ്പോൾ ഒരുപാട് സ്ലോ ഡൗൺ ആയി. കാരണം ക്രിസ്ത്യൻ ചർച്ചകൾ ഇപ്പം ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് സെപ്റ്റംബർ 11 നടന്നതിന് ശേഷം, അത് മാത്രമല്ല വേറെ 1-2 പേരോട് പറയുന്നത്, ഈ ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആയതിനു ശേഷം ആ 8 വർഷത്തിൽ ഒരു ഭയങ്കര ഈ ഇമിഗ്രേഷനകത്ത് അവർക്കൊരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അവർക്കൊരു ആനുകൂല്യം കിട്ടിയെന്നുള്ള ഒരു അലിഗേഷൻ അമേരിക്കയിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് ശരിയാന്ന് തോന്നുന്നു. കാരണം ഒരു ലാർജ് എമൗണ്ട് മുസ്ലിംസ് ഇവിടെ മറ്റു ആൾക്കാർക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു ഫേവർ കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അത് ഒരു സൈഡ്. അതിന് മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന 4 വർഷത്തിനകത്ത് ഈ സബ്ജക്റ്റിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇസ്ലാമൈസേഷൻ ഓഫ് അമേരിക്ക എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പല ആവർത്തി അവർ വേറെ എക്സ്ട്രീമിൽ പോയെന്ന് വെച്ചാൽ, എന്നാലും അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇവിടെ വന്നു. അപ്പോൾ ഞാനിത് കൺക്ലൂഡിംഗ് ആയിട്ട് പറയാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ അപ്പോളജറ്റിക്സ് ആയിട്ട്
ഉണ്ടായിരുന്ന നബീൽ ഖുറേഷി, അവരൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഇതിനെക്കുറിച്ച് ഒത്തിരി ഡിബേറ്റ് ചെയ്യുകയും ഒരുപാട് സ്ഥലത്ത് ക്ലാസ്സിൽ എടുക്കുകയും എല്ലാം ചെയ്ത്. നബീൽ ഖുറേഷി മരിച്ച് ഹൂസ്റ്റണിൽ അദ്ദേഹത്തിന് ശവം വെച്ചിരുന്നപ്പോൾ അവിടെ സമയത്ത് ഞാൻ പോയായിരുന്നു. അവിടെ റവി സക്കറുടെ മിനിസ്റ്ററിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വലിയൊരു, പിന്നെ ഡേവിഡ് വുഡിന്റെ ഒരു മീറ്റിംഗിനകത്ത് പോയിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പ്രസംഗിക്കുന്ന, പബ്ലിക്കലി ഇതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഫോളോ ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയൊരു അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒരുപാട് പേരെ ക്രിസ്ത്യൻസിനെയും പ്രത്യേകിച്ച് ഈ സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നവരെ, ബ്ലാക്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ, കൺഫ്യൂസ് ആയിരിക്കുന്നവരൊക്കെ കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എഫർട്ട് കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ പഴയതുപോലെ സക്സസ്ഫുൾ ആകുന്നില്ല. ഇനി ആകത്തുമില്ല മുന്നോട്ട്. കാരണം ക്രിസ്ത്യൻ ചർച്ചുകൾ ഇതിനെക്കുറിച്ച് വളരെ അവെയറായി തുടങ്ങി. പിന്നെ ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥനകളും ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ അതിനെ ക്രിസ്ത്യൻസ് ഇതിനെ അഡ്രസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഈ പറയുന്ന പോലെ എല്ലായിടത്തും മോസ്ക് പണിയുകയാണ്, അമേരിക്ക മൊത്തം ഇസ്ലാം ആകുകയാണ്. ഇതൊക്കെ വെറും കള്ളത്തരമാണ്. ദിസ് ഈസ് നോട്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ സ്റ്റേജിൽ ഈ ഓഡിയൻസിനകത്ത് അമേരിക്കയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇവിടെ പലരുണ്ട് ഇതിനകത്ത്. അവർക്കറിയാം, അവരോട് ചോദിച്ചറിയാം. എങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ ഒരു ഹൈപ്പ് അപ്പ് ന്യൂസ് ആണ്, അത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നത്. താങ്ക് യു. Thank you, Dr. Jose. Thank you for adding your points, and especially thank you, Sister Mary. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇപ്പം വർഗീസ് അച്ചാനൊക്കെ അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ ഇതിനെപ്പറ്റി ഇസ്ലാമിന്റെ അവയർനെസ്, ഇസ്ലാമിനെ പറ്റിയുള്ള ഈ വൃത്തികെട്ട മതത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ മറ്റ് പലരിലേക്കും എത്തിക്കുമ്പോൾ നമ്മുടെ സഭകളിൽ നമ്മുടെ പിള്ളേരെ അപ്പോളജറ്റിക്സ് മേഖലയിൽ, പൊളിമിക് മേഖലയിൽ കൊണ്ടുവരുന്ന റെസ്പോൺസിബിലിറ്റി നമ്മുടെ മേലാണ്. ഇറ്റ് ഈസ് ഓൺ അസ് that we need to go and create this awareness. നമ്മുടെ സഭകളിൽ നമ്മൾ നമ്മുടെ പാസ്റ്റർമാരോട് പറയുക, സംസാരിക്കുക. അവരോട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു പോലും ഈ 3 പെൺമക്കളുടെ ബാപ്പയായിരിക്കുന്ന അള്ളാഹുവിന്റെ ഈ മതത്തിലേക്ക് ചേരുവാനോ അതുപോലെ തന്നെ ഈ വിഗ്രഹാരാധനയിലേക്ക്, ഏക വിഗ്രഹാരാധനയിലേക്ക്, ഇസ്ലാമിലേക്ക് പോകുവാൻ അനുവാദം കൊടുക്കാതെ വണ്ണം നമ്മുടെ പിള്ളേരെ നമ്മൾ റെഡിയാക്കണം. വി ഹാവ് ടു മേക്ക് അവർ കിഡ്സ് റെഡി so that this generation that we raise up would be able to defend Christianity as well as completely expose Islam in front of the world. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നും ചെയ്യേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഒരു 219 പേര് താഴെ കേൾക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യം, ഇതിനെ പല സോഷ്യൽ മീഡിയ സൈറ്റ്സിലും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ അലനെ പോലെ ഉള്ളവരെ, ഇവരെ അറിയുന്ന ഏതെങ്കിലും പാസ്റ്റർമാരോ അച്ഛന്മാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇവർ എവിടെങ്കിലും പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇവരുടെ ഈ ശരിയായിട്ടുള്ള മുഖം അത് അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കുക. കാരണം ഇവർ ഈ ഇസ്ലാമിനെ വെളുപ്പിക്കുന്നതിന് ഇവർ ഫൈനാൻഷ്യൽ ഗെയിൻസും അതുപോലെ തന്നെ ഇവര് പുറകിൽ വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മള് കർത്താവിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നാളെ ഒരു കുഞ്ഞു പോലും ഇസ്ലാമിലേക്ക് പോകാൻ ഒരിക്കലും തുനിയരുത്. അപ്പം വർഗീസ് അച്ഛാ, കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നല്ലോ. കേട്ടു. ഒരു അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. നസ്രീൻ ബ്രദറെ, ഗദാഫിയാണോ യൂറോപ്പിനെ കോൺകർ ചെയ്യുന്നതും ഇസ്ലാമിന്റെ സ്ത്രീകളായിരിക്കണം എന്ന് പറഞ്ഞത് 80-കളിലെ 70-കളില്? I am not sure, Abba sister. I am not sure. ഒന്നെങ്കിൽ ഡോക്ടർ ജോസ് അല്ലെങ്കിൽ മേരി ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദാറ്റ്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. ബട്ട് I'll go to വർഗീസ് അച്ഛൻ. വർഗീസ് അച്ഛാ, Sister Mary, Abba sister was asking a question. I'll come to that. But I want to go to Varghese pastor and then I'll come to you on that. നമ്മള് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ചർച്ച നടത്തുന്നത്. അലന്മാരുടെ ഒക്കെ ശബ്ദം ഞാനും കുറെ കേട്ടു. എനിക്ക് ഭയങ്കര അത്ഭുതം തന്നെ തോന്നി. ഇയാൾ എന്തോ ഈ പറഞ്ഞു വരുത്തുന്നതെന്ന്. അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ആ പുസ്തകം നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആൾക്കാരെ, അദ്ദേഹത്തിന്റെ തിരുവായ്മൊഴികൾ ശ്രദ്ധിക്കുന്നത് കാണുവാനിടയായത്. നമ്മൾ കുറെ മണിക്കൂറുകളോട് ഇരിക്കുവാണല്ലോ ഇതിനകത്ത്. ഞാൻ അമേരിക്കയിലെ പല സ്റ്റേറ്റിൽ ഇപ്പൊ സഞ്ചരിച്ചു. ഞാൻ ന്യൂയോർക്കിലെത്തി. ഇനി ചില സ്ഥലങ്ങളോടൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങ് പോകും. അലൻ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ, കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വന്നിരുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകളെ കാണാൻ പറ്റി. കാഴ്ചകളെ നിങ്ങളാരും അംഗീകരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അലൻ അൽ അൽ ഉസ്മാൻ, അങ്ങനെ കണ്ടല്ലേ പേരിട്ടിരിക്കുന്നത്, അദ്ദേഹം അത് അംഗീകരിക്കാൻ സാധ്യത. അലൻ യൂസഫാണ്. അലൻ യൂസഫ് അംഗീകരിക്കാൻ സാധ്യതയുണ്ട്.
ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഞാൻ അത്ഭുത സ്തബ്ധനായി പോയി. എൻ്റെ കാരണം മുസ്ലിങ്ങൾ ഈ അമേരിക്ക മുഴുവൻ മുസ്ലിങ്ങളായി. ഭൂരിപക്ഷം പേരും മുസ്ലിമിലോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ മഹത്വവും മനോഹാരിതയും ഒക്കെ കണ്ടിട്ടായിരിക്കാം. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ ഞാൻ പറയുന്ന കാര്യം വരുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കണം കേട്ടോ, മലയാളിക്ക് വേണ്ടിയുള്ളതാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇവിടുത്തെ മരങ്ങൾ പോലും മുസ്ലിങ്ങളായി എന്നുള്ളതാണ്. എല്ലാ മരങ്ങളും പച്ചയായിപ്പോയി, എല്ലാ മരങ്ങളും. അത് ടെക്സസിലും ഹൂസ്റ്റണിലും ഒക്കെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഇസ്ലാമിനോടുള്ള ഈ പ്രകൃതിയുടെ പോലും ഉള്ള ഒരു പ്രതികരണം കണ്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അലൻ പറയുന്നതിനനുസരിച്ച് അമേരിക്ക മുഴുവൻ ഇസ്ലാം പടർന്നു പന്തലിക്കുകയാണ്. പടർന്നു പന്തലിക്കുകയല്ല, വളർന്ന് കിളിച്ച് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ മരങ്ങളും പച്ച പിടിച്ചു പോയി. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഇസ്ലാം ഇവിടെ പടർന്നു പിടിക്കുകയാണ്. പടർന്നല്ല, കാട്ടുതീ പോലും അങ്ങ് പടരുകയാണ്. കാരണം ഈ പ്രകൃതിക്ക് പോലും ഇതിനോട് പ്രതികരിക്കാനും മാറ്റങ്ങൾ വരാനും തുടങ്ങിയുള്ളതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോഴാണ് ഈ പച്ച ഇങ്ങനെയുള്ള ഒരു ആത്മീയ സത്യം വെളിപ്പെടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അലനും അലന്റെ കൂട്ടരും ഒക്കെ ഇനി അമേരിക്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നിരാശയുണ്ടായി, മരങ്ങൾ പോലും ഇങ്ങനെ പച്ചയായി പോയതില്. ഈ മുജാഹിദ് ബാലുശ്ശേരി ഒരിക്കൽ പച്ചപ്പൊട്ടൻ എന്ന് പറഞ്ഞപ്പം ഞാൻ അത്രയും മനസ്സിലാക്കിയിരുന്നില്ലേ പച്ചയ്ക്ക് ഇത്രയും മഹത്വം ഉണ്ടെന്നുള്ളൊരു കാര്യം. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി, പച്ച എന്ന് പറയുന്നത് ഇസ്ലാമാണ്, പച്ച എന്ന് പറയുന്നത് മഹത്വമാണ്, പച്ച എന്ന് പറയുന്നത് മതമാണ്, പച്ച എന്ന് പറയുന്നത് മുഹമ്മദാണ്, പച്ച എന്ന് പറയുന്നത് പാകിസ്ഥാനിയാണ്. ചിരിപ്പിക്കരുത് കേട്ടോ. പച്ച എന്ന് പറയുന്ന അള്ളാഹുവാണ്. അങ്ങനെ എല്ലാ വിധത്തിലും പച്ച ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ന്യൂയോർക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഹൃദയവേദനയുണ്ട്. ഇനി ഏതെങ്കിലും കാലത്ത് മരങ്ങൾക്കെങ്കിലും ഒരു മാറ്റം വരും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ഭയങ്കര വിദ്യാസമ്പന്നരായ മനുഷ്യരുടെയും വിദ്യാരഹിതരായ മനുഷ്യരുടെ ഇടയിലെല്ലാം ഈ പച്ചപ്പ് ഇങ്ങനെ പടർന്നു പിടിക്കുന്നു എന്നുള്ള നിരാശാജനകം ഒരു വാർത്തയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് ക്ലബ് ഹൗസിലെ സഹോദരന്മാർക്കോട് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. ബാക്കി നിങ്ങൾ തുടരെ, ഇടയ്ക്ക് ഞാൻ പിന്നെ കയറി വരാം. Yeah, I do want to translate that what Varghese Chan has said. Sister Mary, are you hearing me? Yes, but I'm in a bad Sister Mary, spot. can Can hear you me? understand me? Yeah, I'm in a that's fine. But he is right now traveling. Varghese Pastor is traveling, and he is an apologist from Kerala. He has been the initial apologist who has been exposing Islam in Kerala, and he is traveling in different parts of United States right now, in different churches, and working among the youth and exposing Islam and exposing the threats that Islam is causing to the world. So when he came to New York, he said that, and please don't laugh for this. He said that, he's very sad right now looking at the situation because, Islam is really spreading all over the United States. And the best signs are that, when you look at the trees, even the trees are green because, the green is a sign of Islam, right? So even the trees are turning out to be green and becoming Muslim. They're turning out to be Muslims. So what Alan is saying is partly true because even the trees are turning out to be Muslims, and he is eagerly waiting for the day when trees turn out to be a different color altogether. I think they should come to our part of the world where in autumn, by the times the summers end, the trees turn to be red and so on. So maybe the trees will turn out to be communist. But anyway, that's what his take was. Yeah. So വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ നമുക്കുണ്ടായിരുന്നോ? Or maybe any points that we want to make? Kind brother or Abba sister? ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സോഫ്റ്റ് പവർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റീസിനെ ഫണ്ട് ചെയ്യുകയും അത് മാത്രമല്ല വേറെ ഫീൽഡ്സുകളിൽ പല ശാസ്ത്രജ്ഞന്മാരെയൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീൽഡുകളിൽ കയ്യേറിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇത് മറ്റുള്ളവർക്ക് അറിയാമെന്നറിയില്ല, ഒരുപാട് പേര് യൂറോപ്പിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തെന്ന് പറയുമ്പം
ഏർലി ഏർലി 90s അല്ലെങ്കിൽ ഏർലി 20s മില്ലേനിയം ആ സമയങ്ങളിലൊക്കെ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരെ റിവേഴ്സ് മൈഗ്രേറ്റ് ചെയ്തിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരുപാട് പിടിപാട് അല്ലെങ്കിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ്സിൽ മുഖ്യ എന്താ പറയുക ലീഡർഷിപ്പ് റോൾസ് വഹിക്കുന്ന പ്രൊഫഷണൽസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഈ വാർ അല്ലാതെ ഉള്ള സ്ട്രാറ്റജീസ് കൂടുതൽ നടക്കുന്നത് ഈ നുഴഞ്ഞുകയറ്റമാണ്. എസ്പെഷ്യലി പൊളിറ്റിക്സിലൊക്കെ നമ്മളിപ്പം മേരി ഹാർബർ കുറേ പറഞ്ഞു. യൂറോപ്പിലൊക്കെ നടക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്താ പറയുക പല രീതിയിലുള്ള ഇവരുടെ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഓഫ് പീസ് അത് മാത്രമല്ല അല്ലാതെ വേറെ വേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അലന് തന്നെ എന്താ പറയുക അലൻ്റെ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് കൾച്ചറൽ ആന്ത്രോപോളജി അങ്ങനെയുള്ള ഫീൽഡ്സാണ്. അപ്പോൾ പുതിയ പുതിയ ഫീൽഡ്സിൽ ഇവരുടെ ഇൻഫ്ലുവൻസും ഇവരുടെ എന്താ പറയുക ഇൻറ്റഗ്രേറ്റിംഗ് ആ ഒരു ഇത് നടക്കുമ്പോൾ ഇവർക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഹിജാബ് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന പോലെ ഇതിനെ തന്നെ ഒരു പുതിയ ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള എഫേർട്ട് നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല, ഓ യെസ് ഇറ്റ് ഈസ് റൈറ്റ് നോ ദേ ടു ഹാവ് എ റൈറ്റ് ടു എന്താ അങ്ങനെയുള്ള രീതിയിൽ കാണുമ്പോൾ പ്രോഗ്രസീവാണ് എന്നൊക്കെ കണ്ടാലും ഈ റിഗ്രസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പ്രോഗ്രസീവാന്ന് പറഞ്ഞ് കൊണ്ടുപോകാനും അങ്ങനെ ഒരു എഫേർട്സ് നടക്കുന്നുണ്ട്. പിന്നെ പെർട്ടിക്കുലർലി ഇസ്ലാമോഫോബിയനെ എല്ലാ രീതിയിലുള്ള ഈ മോഡേൺ ആയിട്ടുള്ള UN-ൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂസും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ അവർക്ക് അഡ്വാൻറ്റേജ് വേണ്ടിയിട്ട് എടുക്കാനുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതാണ് മറ്റുള്ളവർ ഇങ്ങനെ ഇതിനെ തിരിച്ചറിയുമ്പോൾ എന്ന് പറയുമ്പം മാസ് മൈഗ്രേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കേൾക്കുന്നത് ഈ സോഷ്യൽ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും അതുപോലെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്സിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കിയത് ഈ മാരേജ് ആൻഡ് റെഫ്യൂജീസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കല്യാണങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സിസ്റ്റത്തിനെ ലൂപ്പ് ഹോൾസിനെ ചെയ്തിട്ട് മറ്റുള്ളവർ കഷ്ടപ്പെടുകയും ഇവർ എന്താ പറയുക പ്രൊക്രിയേഷനും ഇവരുടെ മതത്തിലെ നമ്പേഴ്സ് കൂട്ടാനും എഫേർട്ട് എടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും മേടിച്ചെടുക്കാൻ. ഇത് മറ്റുള്ളവർ തിരിച്ചറിയുമ്പോഴേക്കും ഇവർ കുറേ വളർന്നു കഴിഞ്ഞു. ഇത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതൊന്ന് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. നസ്രിൻ ബ്രദർ പോയോ? I am about to go into the store where my connection is going to die. So if anyone has any questions for me before my connection dies. Nazarene seems gone. Okay, go ahead, Mary. Thank you for coming. You're very welcome. Yeah, it'll be like 3 minutes. Go ahead. I don't think you should go on low battery. Ambassador, why can't you ask that question in English so that Mary can answer? No, Mary has battery 3% or something. I don't want to. No, my battery's fine. I'm about to go inside a store. I'm going to be there in about 6 minutes, and my connection always dies in it. So I lose Okay, go ahead. Go ahead. We'll speak another time, Shijumon brother. Okay. Then if ഇവിടെ ഇനി സംസാരിക്കാൻ മറ്റാരും ഇല്ലെങ്കിൽ Nasran came back. Okay. Can you mod Nasran? Yeah. No, yeah, I mean, I just want to say that നമുക്ക് ക്ലോസിങ് ചെയ്യാം. ബാക്കി ഒന്നും കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ സംസാരിക്കാൻ. ആരെങ്കിലും താഴെ ഹാൻഡ് റൈസ് ചെയ്ത് ഓപ്പൺ ചെയ്യണോ? ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ശിവമോച്ച? ജയച്ചൻ സംസാരിച്ചിട്ടില്ല. ജയച്ചൻ ഉണ്ടോ എനിക്കറിയില്ല. ജയച്ചൻ ബിസി ആണോ എന്ന് എനിക്ക് ഇല്ല, ബിസി ആയിരിക്കും ചിലപ്പം. സംസാരിച്ചിട്ട് we can close it. പുതിയതായിട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഈ വിഷയത്തെ പറ്റി അലന്റെ ഈ വിഷയത്തെ പറ്റി ആർക്കെങ്കിലും സംസാരിക്കാനുള്ളവർക്ക് മേളിൽ കയറി വരാം കേട്ടോ. അവർക്ക് സംസാരിക്കാം. കാരണം ഇതിനെപ്പറ്റി ഇദ്ദേഹത്തെ തുറന്നു കാണിക്കേണ്ട ഒരു അത്യാവശ്യമായതുകൊണ്ടും ഇദ്ദേഹം എന്തോ പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തോ ഇസ്ലാമിനെ പറ്റിയും അതുപോലെ തന്നെ ഹിസ്റ്ററിയെ പറ്റി ഒത്തിരി അറിയാം, അമേരിക്കൻ ഹിസ്റ്ററിയെ പറ്റി ഒത്തിരി അറിയാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റൂം ഇടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നത്. സാം ബ്രദറെ പറഞ്ഞു. അല്ല, ഇപ്പം കേട്ടോടുമാർ പറഞ്ഞ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരെ ഇവര് വന്നിട്ട് സൂഹിക്കുകയും നമ്മൾ കിടന്ന് ഒരുപാട് വർക്ക് എടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുകയും
അതിനെതിരെ കുറച്ച് സംസാരങ്ങൾ ഉയർത്തി കാണിക്കണം. അപ്പം കൂടുതൽ അറിയാവുന്നവർ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിൻ്റെ സംസാരങ്ങളും ചർച്ചകളും ഒക്കെ കൂടുതലായിട്ട് വരണം. ഗവൺമെൻറ് ഇത് സംഘടനാ തലത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. മേരി സിസ്റ്റർ പോയി. സാം ബ്രദർ പറഞ്ഞതിന് ഞാനൊരു കാര്യം പറയാം. നമ്മൾ നല്ല പ്രായത്തിൽ നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിക്കാനും നമ്മുടെ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും കൃത്യമായിട്ട് സമയത്തിൽ അവർക്ക് മക്കളുണ്ടാവാനും കുറച്ച് അധ്വാനിക്കേണ്ടി വരും. അല്ലാണ്ട് നമ്മുടെ മക്കളെ വെച്ചുകൊണ്ട് അവരുടെ നല്ല പ്രായത്തിൽ കരിയറും അവർക്ക് എന്താ പറയുക പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രഷർ കൊടുക്കുമ്പം നമ്മൾ ഇങ്ങനെയൊക്കെ തിക്താനുഭവങ്ങൾ മറ്റുള്ളവരെ കണ്ടുപിടിക്കുക. അവരുടെ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് എല്ലാ പെൺപിള്ളേരെ പിടിച്ച് കെട്ടിക്കുന്നല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് പിള്ളേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും കരിയറിൽ മുന്നോട്ട് പോകണമെന്ന്. ആഗ്രഹമുള്ളവർക്ക് ചോയ്സ് കൊടുക്കുക. ഇപ്പോൾ കേരളത്തിൽ നോക്കിയിട്ട് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനടുത്ത് എന്തോ ഒരു നമ്പേഴ്സാണ് എന്താ പറയുക ഈ പ്രോബ്ലംസിനൊക്കെ ആയ രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്ത കൊണ്ടാണ് ഇതിങ്ങനെ നമ്പേഴ്സ് കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. എനിവേ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ദൈവം ചില പ്രായങ്ങളിൽ ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദ ബെസ്റ്റ്, ഞാനിത് പറയുന്നത് മറ്റുള്ളവരൊന്നും ചിന്തിക്കാതിരിക്കാനാണ്, 20 to 30 ഇയേഴ്സാണ് ബെസ്റ്റ് ഹെൽത്തി സ്പേംസ്. അതുപോലെ ബെസ്റ്റ് ഓവം നല്ല ആരോഗ്യമുള്ള സമയത്താണ് കല്യാണം കഴിക്കുകയും നല്ല കുടുംബജീവിതം നയിക്കുകയും ചെയ്യേണ്ടത്. അല്ലാണ്ട് എന്താ പറയുക കുറേ വർഷങ്ങൾ ചുമ്മാ ഇങ്ങനെ കരിയറിന് വേണ്ടിയിട്ടും കുറേ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും കളഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് 4-5 വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 ഇയേഴ്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിള്ളേരെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും കിട്ടത്തില്ല. പിന്നെ ആ ഉള്ള സമയം നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ സമയങ്ങളിൽ മറ്റുള്ളവർ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് വെച്ചുകൊണ്ട് ആവശ്യത്തിന് പിള്ളേരെ ഉണ്ടാക്കും. അതിന് പകരം നമ്മുടെ സമൂഹം കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കുഞ്ഞുങ്ങളെ നല്ല പ്രായത്തിൽ കെട്ടിക്കാനും അതുപോലെ അവരുടെ കരിയറിനും അവരുടെ ഫാമിലി ലോഞ്ചിങ്ങിനും സപ്പോർട്ട് ചെയ്യാൻ പേരൻസ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ ജനറേഷനെങ്കിലും മുന്നോട്ട് വരണം. അല്ലാണ്ട് നമ്മുടെ പിള്ളേരെയും കൊണ്ട് കാശ് മാക്സിമം ഉണ്ടാക്കിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് ഇതെന്നാ ചെയ്യാനാ? നമ്മൾ നാട്ടിൽ കൂടെ ഇതും നല്ല വണ്ടിയും നല്ല വീടും വെച്ചോണ്ട് അവസാനം ആ വീട്ടിൽ ഒരു ജനറേഷൻ പോലും ജീവിക്കാതെ ആ വീടുകൾ വിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് തിങ്ക് റിയലി. നമുക്ക് കാശ് മാത്രമല്ല, നമുക്ക് ജീവിക്കാനും പഠിക്കണം നമ്മുടെ കമ്മ്യൂണിറ്റി. താങ്ക് യു ബ്രദേഴ്സ്. മാഡം, ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്കും പിന്നെ നമ്മുടെ ക്ലബ് ഹൗസിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ അമേരിക്കൻ സൈഡിൽ നിന്നും കാനഡ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അവർക്ക് കുറച്ചൊക്കെ ഒരു അവബോധം കൊടുക്കാനായിട്ട് ഏറെക്കുറെയൊക്കെ ഒരുപാട് ആൾക്കാർ താഴെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ്, താഴെ വന്നിരിക്കുന്നത് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോലില്ല. ഇന്നലെയൊക്കെ ചിലർ കമന്റ് ഇട്ടപ്പോഴത്തേക്കാണ് അവർ ഇതിനകത്തൊക്കെ ഉണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നത്, അവർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇത് നല്ലൊരു സ്റ്റെപ്പാണ്. നസ്ലം ബ്രദറെ, ഒരു കാര്യം കൂടെ, ഈ അലന്റെ ഒരു ഓഡിയോ ക്ലിപ്പും കൂടെ ഒന്ന്, അത് ആദ്യം ഇട്ടത് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് അതിന്റെ ഇട്ടേക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ എപ്പോഴെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അകത്ത് ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ബ്രദറെ. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, പ്രൊഡക്ഷൻ ഓഫ് ലൈഫും പ്രൊഡക്ഷൻ ഓഫ് ലൈവ്ലിഹുഡും രണ്ടും ഇമ്പോർട്ടൻറ്റാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും മറ്റുള്ളവരും അതിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയുക. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അവസാനം അസുഖം വന്നിട്ട് 10, 40, 60 വർഷം അല്ലെങ്കിൽ 70 വർഷം വരെ കഷ്ടപ്പെടുക. അത് കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ ആരോഗ്യം പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയല്ല വേണ്ടത്. എനിവേ, താങ്ക് യു. അല്ല, ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവര് ഒരു 3-4-5 കുട്ടികളും പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേറെ ഭാര്യമാരും പിന്നെ അവർ സിംഗിൾ മദർ ആയിട്ട് മാറുന്ന അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങള്, പിന്നെ ഇവിടെ കിട്ടുന്ന ഈ ഓരോ ഫാമിലിക്ക് ഇപ്പോൾ ഒരാള് ഡൈവേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ട് ഡൈവേഴ്സ് ആവുന്ന ആ സ്ത്രീക്ക് സിംഗിൾ മദറിന്റെ ആനുകൂല്യങ്ങളും പിള്ളേരുടെ എല്ലാം കിട്ടും. പിന്നെ പുള്ളി കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ഫാമിലിയും പുതിയ പിള്ളേരും ഉണ്ടാകുന്ന അവർക്ക് ആനുകൂല്യങ്ങള്. അതിനുശേഷം പിന്നെ ഈ പിള്ളേർ വളർന്നു വരുമ്പോഴത്തേക്ക് അവിടെ ഈ സ്റ്റുഡന്റിന്റെ ആനുകൂല്യങ്ങള്, ഈ ഒരുപാട് ഗവൺമെന്റ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്രാന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ശരിക്കും ഒരു 8%, 7% ഒക്കെ അടയ്ക്കേണ്ടി തിരിച്ചു വരും. 2019 ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 2 ലക്ഷത്തി ആ സ്ത്രീക്ക് അടയ്ക്കേണ്ടത് ഒരു $49,000 തിരിച്ച് ഗ്രാന്റ് അടയ്ക്കേണ്ടത്. കാരണം ഒരു 6-7 വർഷങ്ങളായിട്ട് ഇവര് പഠിച്ചിട്ട് ഇവര് തിരിച്ചടയ്ക്കേണ്ടത് $49,000
ആ 49,000 എന്ന് പറയുന്നത് 8%. ഈ ടോട്ടൽ ലോണിന്റെ 8% അവർ തിരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇവരുടെ സംഘടനകൾ, അത് സംഘടനകളുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലത്തെ ഒരു സംഘടന നമുക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യരും ഇല്ല. പക്ഷെ ഇവരുടെയൊക്കെ ഒരു സംഘടനയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഈ ന്യൂ കമേഴ്സ് ആയിട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ലാൻഡ് ചെയ്യുന്നു അവിടെ നിന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരവരെ കൂട്ടി ഇവരുടെ കമ്മ്യൂണിറ്റിയെ കൊണ്ട് കാണിച്ചിട്ട് ഇവരെ നല്ലതായിട്ട് കോഴ്സ് എടുക്കുന്നുണ്ട്. അതായത് ഫാമിലി ആയിട്ടാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട് തപ്പി നടക്കുന്നു. ഇവരുടെ ആരെങ്കിലും ഒരു വീട് തപ്പി നടക്കുന്നത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. എങ്ങനെ ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളതിന്റെ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരാണ്. നമ്മളോടൊക്കെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുപോലെ കാണേണ്ടവരാ. പക്ഷെ നമ്മളെയൊക്കെ വെറും ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% പോലും അവർ പറഞ്ഞു തരത്തില്ല. അപ്പം കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയൊരു സംഘടനാ ശക്തിയാണ്. ചെറുതാണെങ്കിലും ഒരു വളരെ ചെറിയ ശതമാനം ഉള്ളെന്ന് പറഞ്ഞാലും, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു നാട്ടിലത്തെ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെ അവർ ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഓരോ സ്ഥലങ്ങളിലും ഇപ്പം ഏറ്റവും വലിയ നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ മോസ്ക് ഒക്കെ പണിയുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഡൊണേഷൻ തരാൻ വേണ്ടി. ഇപ്പം കാർ വാഷിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ റിപ്പയറിങ്ങിനൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് ചോദിക്കുവാണ് $10 ഡൊണേറ്റ് ചെയ്യോ എന്ന് ചോദിച്ചോണ്ട്. അപ്പം ഇതെല്ലാം കൂടെ എന്നിട്ട് ഈ സാധാരണ ഈ 60 വർഷമൊക്കെ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കിടക്കുന്ന $1,250 ഇവർക്ക് ഓൾമോസ്റ്റ് റെഫ്യൂജി ആയിട്ട് വരുന്ന ഒരു ഫാമിലിക്ക് തന്നെ $3,500 കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം ചൈൽഡ് ബെനിഫിറ്റ്, പിന്നെ അവർ ഈ തക്കടേറിയുടെ പരിപാടിയെല്ലാം കാണിച്ചിട്ട് അവർ ക്യാഷ് ജോബ് ഒക്കെ ചെയ്തിട്ട് ഒരു 12,000-15,000 ഇവർ ടാക്സ് തന്നെ വെട്ടിച്ചിട്ട് ഒരു മാസം ഒരു വീട്ടുകാർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡന്റിന്റെ ഗ്രാൻറ്റും. ഇതെല്ലാം നമുക്ക് ഇത് പൊതുജന മധ്യത്തിൽ ഇതെല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്തോട്ട് ഒരു പൊളിറ്റീഷ്യനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ഒരു ഇച്ചിരി പിടിപാടുള്ള ആൾക്കാരൊന്നും അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തില്ല. ഇവിടെ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യർ പോലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഉള്ളിൽ തന്നെയുള്ള കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഹെൽപ്പോ ഉള്ള ഒരു കാര്യത്തിന് ഒരു ആൾ പോലും ഒന്ന് കൈ കടത്താറില്ല. കാരണം ചിലപ്പോൾ അവർക്കും ഉണ്ടായിരിക്കാം ഇതുപോലത്തെ സുഹൃത്തുക്കളൊക്കെ. പക്ഷെ ഇതൊക്കെ നമുക്ക് നാളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും അവർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എല്ലാം നമ്മൾ ഈ ഇതുപോലത്തെയുള്ള ഗ്രൂപ്പുകൾ ചെറിയ ക്ലിപ്പുകളായിട്ടാണെങ്കിലും ഇതുപോലത്തെയുള്ള ഇറക്കി അവിടേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെയാണെങ്കിലും അവരൊക്കെ ഏത് സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ഇരിക്കുന്നവരാ. അപ്പം അവരെ കൂടെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാനായിട്ട് കൂടുതൽ മുൻകരുതൽ എടുക്കണം. താങ്ക് യു ബ്രദർ സാം. സ്പീക്കേഴ്സ് പാനലിലുള്ള ജയച്ചൻ സംസാരിച്ചിരുന്നോ? ഹലോ, ജയച്ചൻ സംസാരിച്ചിട്ടില്ല, ജോയും സംസാരിച്ചിട്ടില്ല. ജെ കെ വി ഇല്ല സംസാരിച്ചോ? ഇല്ല ഇല്ല ഇല്ല. ഹലോ, ഓക്കെ, ഒരു മിനിറ്റ് ജോയ്, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ഇസ് ദർ ജെ കെ വി ഇൻ ലൈൻ? ജെ കെ വി ലൈനിലുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ജോയ് സംസാരിക്കും, പറയാനുള്ളത് പറയൂ. ബ്രദറെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അലൻ ജോസഫ് എന്ന് പറഞ്ഞ ഈ പാസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹം അദ്ദേഹം ഒരു പാസ്റ്റർ അല്ല, പാസ്റ്റർ ആയിരിക്കെ പാസ്റ്റർ അല്ല അദ്ദേഹം. പാസ്റ്റർ അല്ല അല്ലേ? ഓ, എനിക്ക് തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ക്രൈസ്തവ വിശ്വാസപരമായിട്ടൊക്കെ ഒരുപാട് ഡിഗ്രി, പ്രത്യേകിച്ച് തിയോളജിയിലൊക്കെ ഡിഗ്രി എടുത്ത ആളുമാണ്. അതാണ് ഏറ്റവും ഗതികേട്. അപ്പൊ ഇയാൾക്ക് ഇത്രയും വ്യഗ്രത ഈ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് വെളുപ്പീരുകൾ ഇങ്ങനെ തുടർമാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ സംശയം ഇയാൾക്ക് നല്ല ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവര് ഇയാളുടെ കാലം വീണ് നീ പോവല്ലേ, നീ ഞങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അവരുടെ വലിയ മുള്ളാക്കളോ വലിയ ഉസ്താദ്മാരൊക്കെ. അല്ലെങ്കിൽ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഈ അബദ്ധം നിറഞ്ഞ ഈ ഖുറാനെ വെളുപ്പിക്കേണ്ട ആവശ്യം എന്തോ ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഈ സിസ്റ്റർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, അതായത് നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം ലേറ്റ് മാരേജാണ്. അതൊരു വലിയ പ്രശ്നമാണ്. കുഞ്ഞുങ്ങളെ നല്ല യൗവന പ്രായത്തിൽ കല്യാണം കഴിക്കാൻ വേണം. അവർക്ക് കുറഞ്ഞത് ഒരു 4 സന്താനങ്ങളെങ്കിലും വേണം.
അതിന് പ്രത്യേകമായിട്ടൊരു എഡ്യൂക്കേഷൻ തന്നെ വേണ്ടിയതാണ്. എല്ലാ ചർച്ചുകളും എല്ലാവരും അത് പറയണം. കാരണം വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ക്രിസ്ത്യാനിറ്റിയിൽ കുറെ അധികം പേര് പന്ത്യം കരിച്ചിങ്ങനെ നിൽക്കുക. അത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടും ഒക്കെ. ജോയ് അപ്പൊ ബ്രദറെ, ആ, നമുക്കേ ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ഉപകാരമായിരുന്നു. നമുക്ക് ക്രിസ്ത്യാനിറ്റിയുടെ പരാജയം ഓക്കെ ഓക്കെ അല്ല സംസാരിക്കാനല്ല ഞാൻ നമ്മൾ റൂം ഇട്ടിരിക്കുന്നത്. പറഞ്ഞതേ ഉള്ളൂ. അതാ എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ അമേരിക്കയിലെ ഇവിടുത്തെ ഈ മുസ്ലിം മെജോറിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇവര് ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടി കുറെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മുസ്ലിമിന്റെ റാഡിക്കൽ മുസ്ലിമിനെതിരെ, ഇസ്ലാമിസ്റ്റിനെതിരെ. പക്ഷെ പതുക്കെ ഇവരും സൈലന്റ് ആവും. കാരണം അവർക്ക് വോട്ട് വേണം. വോട്ട് കിട്ടേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു സൈലന്റ് ടാക്ടിക്സിലൂടെ ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നത് ഭാവിയില്. അപ്പൊ ഇത് ഈ ഇസ്ലാം എന്ന ക്യാൻസർ ഇവിടെയും വല്ലാതെ വ്യാപിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. താങ്ക് യു ബ്രദറെ, താങ്ക് യു. ഷിൻഡോച്ചൻ വന്നിട്ടുണ്ടല്ലോ. ഷിൻഡോച്ച, ഈ വിഷയത്തിൽ സംസാരിക്കുമോ? ഞാൻ അല്പം കൂടി കഴിഞ്ഞ് സംസാരിക്കാം. ഞാൻ കേട്ടുകൊണ്ടിരിക്കാം. ജെയ്സ് ബ്രദറെ, കേൾക്കാം ബ്രോ, കേൾക്കാം. നമുക്ക് ഈ റൂം ക്ലോസ് ചെയ്യണോ അതോ മുന്നോട്ട് പോകാനാണോ താല്പര്യപ്പെടുന്നത്? ഇല്ല, ക്ലോസ് ചെയ്യാം. സമയം എത്രയായില്ലേ? ഏകദേശം നാട്ടിൽ സമയം എന്തായി? ഓക്കെ, നാട്ടിലിപ്പോൾ 12:14. 12:14. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മള് അങ്ങനെയാണെങ്കിൽ കുറെ നേരം ഷിൻഡോ മുൻപേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. കുറെ നേരം മുൻപേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മള് അലൻ പറഞ്ഞ ഓരോ വാദങ്ങളും നമ്മളത് റീപ്ലേക്കകത്ത് നിങ്ങൾക്ക് കേൾക്കാം. അതെല്ലാം റെക്കോർഡിങ്ങിനകത്തുണ്ട്. അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളിവിടെ എക്സ്പോസ് ചെയ്തായിരുന്നു. സിസ്റ്റർ മേരിയും ഇവിടെ വന്നായിരുന്നു. പുള്ളിക്കാരത്തിക്കും താങ്ക്സ്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അലനെ പൊക്കിക്കൊണ്ട് നടക്കാം. പക്ഷെ പുള്ളി പറയുന്നതെല്ലാം വെറും വിവരക്കേടും കള്ളവുമാണെന്ന് ഇവിടെയുള്ള ബുദ്ധിയുള്ളവരൊക്കെ തിരിച്ചറിയട്ടെ. പിന്നെ കൊളംബസിന്റെ നസ്രൻ ക്രൂവിൽ പുള്ളി ഒരു സത്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സത്യം നമ്മൾ സത്യമല്ലെന്ന് നമ്മൾ പറയരുത്. പുള്ളി അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചുകളിലും ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും അദ്ദേഹം ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, അത് സത്യമാണ്. അതെന്താ പുള്ളി പറയുന്നത്? ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം വിഷയത്തിൽ റിസർച്ച് നടത്തിയ ഒരു പുസ്തകം എഴുതിയ ഒരാളുടെ പേര് പറഞ്ഞിട്ട് പുള്ളി പറയും അദ്ദേഹം ഭയങ്കര പണ്ഡിതനാണ്, ഭയങ്കര സ്കോളറാണെന്ന് പറയും. അപ്പോൾ നമ്മളത് സമ്മതിക്കണം. ഒരു മുസ്ലിം ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം ഭയങ്കര സ്കോളസ്റ്റിക് ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് കാര്യമുണ്ട് ബ്രദറെ. അദ്ദേഹം ഭയങ്കരമായ വർക്കാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മളത് സമ്മതിക്കണം. ഈ ഭയങ്കരം എന്ന വാക്കിന്റെ അർത്ഥം ഭയം അങ്കുരിപ്പിക്കുന്നത്, ടെറർ ജനിപ്പിക്കുന്നത്, ടെററിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഭയങ്കരം എന്ന വാക്കിന്റെ അർത്ഥം. അലൻ പറയുന്ന ഓരോ സ്പീച്ചിലും ഒരു 15 പ്രാവശ്യം 20 പ്രാവശ്യം ഒരു 3 മിനിറ്റിനുള്ളിൽ പറയും ഭയങ്കരമാണെന്ന്. അപ്പോൾ അത് പറയുന്ന പലപ്പോഴും ഇസ്ലാമിക സ്കോളേഴ്സ് എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോഴാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സത്യമാണ്, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? എനിക്ക് ഭയം ജനിക്കുന്നുണ്ട് ബ്രദറെ, ഭയം അങ്കുരിപ്പിക്കുന്നതാണ്. ഇന്ന പുസ്തകം, ഇന്ന സ്കോളർ ഭയങ്കര സ്കോളറാണ്, ഭയം അങ്കുരിപ്പിക്കുന്ന സ്കോളറാണ്. സത്യമല്ലേ? നിങ്ങൾക്ക് അതിനകത്ത് എതിർവാദം ഉണ്ടോ? ഭയങ്കരം എന്ന വാക്ക് പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ഭയത്തെ അങ്കുരിപ്പിക്കുന്നത്, ഭയത്തെ ജനിപ്പിക്കുന്നതാണ് ആ പുസ്തകം, ആ സ്കോളർ എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഭാഷാപരമായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആരും പ്രതികരിക്കാത്തത്. എനിക്ക് അങ്ങനെ മനസ്സിലായത്. അത് ശരിയാണ്. അത് ഒരു ഏറ്റവും വലിയ സ്കോളറായി കഴിഞ്ഞാൽ പിന്നെ ഭീകരനായി മാറും. അതാ കണ്ടുവരുന്നത്. ഭയത്തെ അങ്കുരിപ്പിക്കുക, അല്ല ഭയത്തെ ജനിപ്പിക്കുക എന്നല്ലേ വാക്കിനർത്ഥം? ഭയങ്കരം അലൻ ജോസഫ് താഴെ വന്നിട്ടുണ്ടല്ലോ. ഉണ്ടോ? വേറെ മേലോട്ട് വരാൻ പറ. അലൻ ജോസഫ് ഇതിന്റെ റീപ്ലേ ഒന്ന് കേൾക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അദ്ദേഹം ഇപ്പോഴാണ് വന്നത്. ഈ റൂമിന്റെ റീപ്ലേ ഒരു അമേരിക്കൻ ലേഡി വന്നിട്ടുണ്ടായിരുന്നു. താങ്കൾ കഴിഞ്ഞ ദിവസം മറ്റൊരു റൂമിൽ അമേരിക്കൻ ഹിസ്റ്ററി മിക്സ് ചെയ്ത് അവിടെ മുഴുവൻ ഇസ്ലാമൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകൾ ഇസ്ലാമോഫോബിയ പരത്തുന്നതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലെ അപ്പോളജിസ്റ്റുകൾ ഇങ്ങനെ പറയുന്നത്. ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നീഗ്രോയിഡുകളെല്ലാം, അതായത് ബ്ലാക്ക് പീപ്പിൾ എല്ലാം അമേരിക്കയിൽ ഇപ്പം തന്നെ മുസ്ലിംസ് ആകാൻ നിൽക്കുകയാണെന്നുള്ള നിലയിലുള്ള താങ്കളുടെ പ്രഭാഷണങ്ങളുടെ വാസ്തവികത
അത് ഇസ്ലാമിൽപ്പെട്ട ആളുകളെയാണ് പണ്ട് സ്ലേവ് ട്രേഡിൽ അമേരിക്കയെ കൊണ്ട് എത്തിച്ചതെന്നുള്ള താങ്കളുടെ വാദം, ഇതിനെയെല്ലാം വളരെ വ്യക്തമായി ചരിത്രപരമായിട്ട് സിസ്റ്റർ മേരി, അമേരിക്കൻ പൗരത്വമുള്ള സ്ത്രീ, ഇസ്ലാമിനെ കുറിച്ച് വർഷങ്ങളായിട്ട് റിസർച്ച് നടത്തുകയും പഠനം നടത്തുകയും ചെയ്യുന്നു. താങ്കൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, താങ്കൾ PhD അങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഇത് കുറേ കാലമായിട്ട് ഒരു പുസ്തകങ്ങൾ ഇപ്പോൾ ഉടനെ പുറത്തു വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേഡി ഇവിടെ വന്നിരുന്നു. താങ്കൾ ഇതിൻ്റെ റീപ്ലേ തീർച്ചയായിട്ടും കേൾക്കണം എന്ന് അലൻ ബ്രദറിനോടൊരു അപേക്ഷയുണ്ട്. ദൈവത്തെ വിചാരിച്ച് താങ്കൾ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുത്, കൃത്യതയില്ലാത്ത കാര്യങ്ങൾ, ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ല നിലയിൽ. ഷിജോൻ താങ്കൾ ബ്രദറെ, ആ റൂമിൽ പരത്തിയ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയ്ക്ക് ഇന്ന് ആൻസർ ഉണ്ടായി. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്തായിരുന്നു ഞാനിപ്പോൾ പറയാം. താങ്കൾ പറഞ്ഞത് അമേരിക്കൻ സിവിൽ വാറിന്റെ പ്രധാന കാരണം മുസ്ലിങ്ങളായിരുന്ന ബ്ലാക്സിനെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് ട്രേഡ് നടത്തിയതിന്റെ പരിണിത ഫലമായിട്ട് നോർത്തൻ അമേരിക്കൻ സ്റ്റേറ്റ്സും, അതായത് വടക്കേ സ്റ്റേറ്റ്സും തെക്കൻ സ്റ്റേറ്റ്സിനും ഈ സ്ലേവ് വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ തെക്കൻ പ്രദേശത്തുള്ള ആളുകൾ, ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് തോക്കും വടിയും വാളും ഒക്കെ ആയിട്ട് നിന്നു. അതിന്റെ പരിണിത ഫലമായിട്ടാണ് അമേരിക്കൻ സിവിൽ വാർ. അപ്പൊ സിവിൽ വാറിന്റെ പിന്നിൽ ഇസ്ലാമികളെ ട്രേഡ് നടത്തിയത് കൊണ്ടാണ് അമേരിക്കൻ സിവിൽ വാർ വന്നത് എന്നുള്ള അതും താങ്കളുടെ ആ ക്രിസ്ത്യാനികൾ. ഒരു, അത് ക്രിസ്ത്യാനികളുടെ ആ ഒരു ഭീകരമായ, താങ്കളുടെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ വാദം, ഭയങ്കരമായ സ്കോളസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. താങ്കൾ സമയം കിട്ടുമ്പം ഇതിന്റെ റീപ്ലേ ഒന്ന് കേൾക്കണം. അതിപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. താങ്കൾ വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങൾ കേൾക്കുന്ന ആളാണ്. പൊന്നെണ്ണ താങ്കൾ ഈ റൂമിന്റെ അല്ല, റീപ്ലേ ഈ പുള്ളിക്ക് നട്ടലിന് പകരം വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഇപ്പൊ കേറി വാ. ഇംഗ്ലീഷ് പറയാനൊക്കെ അറിയാമല്ലോ. അമേരിക്കയിൽ അല്ല എങ്ങനെയാണ് അല്ല ഇത് കൂടിയതല്ലോ. ഇതുകൊണ്ടുള്ള അപകടം എന്താണെന്നറിയാമോ? ഇതുകൊണ്ടുള്ള അപകടം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ചെന്നിട്ട് പറയാൻ കണ്ടോ, ഇസ്ലാമിൽ PhD നേടിയ അലനെ പോലുള്ളവർ ഇസ്ലാമിൻ്റെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അല്ല നസ്രാനെ, നസ്രാൻ ചിരിക്കാനില്ല. PhD അല്ല, പച്ചടിയാണ്, പച്ചടി. ഒന്നും അറിയാത്ത പിള്ളേരുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും കൊണ്ടുപോയി ഈ വോയിസ് കേൾപ്പിച്ചിട്ട് അവരെ ഇസ്ലാമിലേക്ക് വലിക്കാൻ മുസ്ലിങ്ങൾ തുടങ്ങും. കാരണം അത് അങ്ങനെ കുറെ മാത്രമല്ല ആൾ ഇപ്പം ബ്രദറെ, നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് എനിക്ക് മനസ്സിലായോ? പറയത്രേ മാത്രമല്ല ഉള്ളൂ നമുക്ക് ഷിജുമോൻ ചാ. അത് ഇത് മാത്രമല്ല ഷിജുമോൻ ഇതിൻ്റെ ചാ. അകത്തുള്ള വേറൊരു ഏറ്റവും കാര്യം വലിയ അപകടം എന്ന് പറയുന്നതാണ്. അജീഷിനോ അല്ലെങ്കിൽ ഷിജുമോനോ അല്ലെങ്കിൽ ജെയ്സിനോ അല്ലെങ്കിൽ അനിൽകുമാർ അയ്യപ്പനോ ജെറി ബ്രദറിനോ എവിടെ PhD ഇസ്ലാമിലുള്ളത്? ഇത് ഇസ്ലാമിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് ഇസ്ലാമിൻ്റെ പുസ്തകങ്ങളെ പറ്റി റെഫർ ചെയ്ത് പഠിച്ച് PhD നേടി ഒരുത്തൻ്റെ വാക്കുകൾ കേൾക്കാമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഇതിനകത്ത് പുള്ളിയുടെ വോയിസുകൾ നമ്മുടെ സഹോദരന്മാരുടെ മക്കളുടെ ഇടയിലേക്ക് കൊണ്ട് കൊടുക്കുന്നത്. അലൻ ബ്രദർ അത് മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അലൻ ബ്രദർ സംസാരിച്ചതിലൂടെ അദ്ദേഹം ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത, ഇവിടെയല്ല പഴയ ആ മറ്റേ റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഏറ്റവും തെറ്റായ ഒരു പ്രവണത, അത് ഒന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. പല പ്രാവശ്യം ഇദ്ദേഹവും റെജി ഉത്തരകാണ്ടും കൂടിക്കൊണ്ട് ട്രൂത്ത് ഫൈറ്റേഴ്സിനെതിരെ ആരോപിച്ച ആരോപണം ഇവിടെ നമ്മൾ സാമൂഹിക കലാപത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നു, ഇസ്ലാമിനെ വിമർശിക്കുന്നതിലൂടെ ഇവിടെ ഭയങ്കരമായി എന്തോ കേരള സൊസൈറ്റിയിൽ സംഭവിക്കാൻ പോവുകയാണ്, ഇവിടെ സോഷ്യലി ഇംബാലൻസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ മുസ്ലിങ്ങൾ ഇപ്പം എല്ലാ പ്രശ്നം ഉണ്ടാക്കും, അതിൻ്റെ കാരണക്കാർ ക്രിസ്സംഗികളാണ് എന്ന് റെജിയുടെ വാക്കുകളും ഇവിടെ ക്ലബ് ഹൗസിലെ അപ്പോളജിസ്റ്റുകളാണെന്നുള്ള അലൻ ബ്രദറിന്റെ വാക്കുകളും അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ റൂമിൽ താങ്കൾ എന്താണ് ചെയ്തത്? താങ്കൾ ചെയ്തത് മുസ്ലിങ്ങളെ ബലമായിട്ട് കെണിവെച്ച് ആഫ്രിക്കയിൽ നിന്നും കോങ്കോ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് അമേരിക്കയിൽ സിവിൽ വാർ ഉണ്ടായത്. അപ്പം അലൻ അങ്ങനെ പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി എന്തോ അതെ അതെ, ഓഡിയോ കേൾപ്പിച്ചായിരുന്നു ഇവിടെ. എന്റെ പൊന്നണ്ണ, വെളുപ്പിക്കുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ല. വെളുപ്പിക്കുന്നത് എന്തോന്ന് അപ്പം വെളുപ്പിനാടേ ഇത്. അങ്ങനെ പിന്നെ എനിക്ക് അല്ല പറയാനുള്ളത് അങ്ങനെ ഷിജുമോൻ ചാ, അതല്ല, അല്ല അങ്ങനെ പറഞ്ഞു. ജെയ്സ് ബ്രദറെ ഞാനൊന്ന് പുള്ളി കംപ്ലീറ്റ് പറഞ്ഞത് ചെയ്തോട്ടെ. ഇവരെല്ലാരും ജെയ്സ് ബ്രദറെ പുള്ളി ഞാൻ പറഞ്ഞ ഇവരെല്ലാരും മുസ്ലിങ്ങളായിരുന്നെന്നാ പുള്ളി പറഞ്ഞത്. അതിനെ മേരി എനിക്ക് നല്ലപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കംപ്ലീറ്റ് ചെയ്തോട്ടെ. കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ പറഞ്ഞോ പറയുമ്പോൾ അവിടുത്തെ ഒരു ജയ്സ് പറഞ്ഞു, ഞാനൊന്ന് കംപ്ലീറ്റ് പറഞ്ഞു ചെയ്തോട്ടെ. പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം പറയുമ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇദ്ദേഹം പറഞ്ഞതിലൂടെ ഇവിടെയുള്ള ജനത്തിന് മനസ്സിലായത്, പൊതുവിലുള്ള ഇദ്ദേഹം കൊണ്ടുവരുന്ന നരേഷൻ, ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും നിർബന്ധിതമായി ഒരു സംഘം ആളുകളെ കാട്ടുപന്നീനെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെ പിടിച്ചോണ്ട് പോയിട്ട് അടിമകളാക്കി വെച്ചോണ്ടിരുന്നു. ആ അടിമകളായിട്ട് വെച്ചോണ്ടിരുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വേറെ കുറച്ച് പേര് വന്നു. അത് അമേരിക്കയുടെ ചരിത്രത്തിൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹം ഒന്നും ചെയ്തില്ല. അതിലും കൂടുതൽ ആ ചരിത്രത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു വെച്ചത് ഇസ്ലാമിലെ അടിമകളാണ്. ആ അടിമകൾ അവിടെ ചെന്നില്ലായിരുന്നു, ഇന്നത്തെ അമേരിക്ക ഉണ്ടാകുക പോലും ഇല്ലായിരുന്നു, അമേരിക്കൻ സിവിൽ വാർ പോലും വരികയില്ലായിരുന്നു. ഇതൊക്കെയാണ് ഇദ്ദേഹം തള്ളിവെക്കുന്ന നരേഷൻ.
അതിലൂടെ ഇദ്ദേഹം ഇവിടെ കേരള സൊസൈറ്റിയോട് എന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? കേരള സൊസൈറ്റിയോട് ഇദ്ദേഹം പറഞ്ഞത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിലുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പഞ്ചപാവങ്ങളാ, ഇവരാരും ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. നിങ്ങൾ അമേരിക്കൻ സൊസൈറ്റിയെ നോക്കൂ, അവിടെ അവർ അടിമകളായിരുന്നു. നിങ്ങൾ ആഫ്രിക്കയിലേക്ക് നോക്കൂ, അവിടെ ഇവർ അടിമകളായി വിൽക്കപ്പെടുകയായിരുന്നു. നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നോക്കൂ, അവിടെ എങ്ങും ഇവരെ ആരെയും ഇവിടെ ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവം മുഴുവൻ നടന്നത് ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുമായിരുന്നു നടന്ന്. അങ്ങനെ ആക്രമിച്ചത് കൊണ്ടാണ് അമേരിക്കൻ സിവിൽ വാർ, രണ്ടാം ലോക മഹായുദ്ധം, ഇങ്ങനെ ലോകത്തിൽ നടക്കുന്ന മുഴുവൻ കൊള്ളരുതായ്മകൾക്കും കാരണം ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചത് കൊണ്ടാണ് എന്നുള്ള നരേഷനാണ് അലൻ ജോസഫെ താങ്കൾ ആ റൂമിൽ വെച്ചത്. അബദ്ധമാണത്. താങ്കൾ ഒരു തെളിവും പറഞ്ഞില്ല. കുറെ സ്കോളേഴ്സിന്റെ പേര് പറഞ്ഞില്ല, അവരെല്ലാം ഭയങ്കരന്മാരാണെന്ന് പറഞ്ഞു, ഭീതി ജനിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞു, ഭയം അങ്കുരിപ്പിക്കുന്നവരാണെന്നാണ് താങ്കൾ പറഞ്ഞത്. സത്യമാണത്. ഇസ്ലാമിൽ ആരെങ്കിലും സ്കോളർലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിനെ വെള്ളം പൂശുന്നുണ്ടെങ്കിൽ താങ്കളടക്കം, താങ്കൾ ഒരു ഭയങ്കര സ്കോളറാ. ഭയങ്കര സ്കോളർ, ഭയം അങ്കുരിപ്പിക്കുന്നവൻ, ടെറർ ജനിപ്പിക്കുന്നവനാണ് താങ്കൾ. മനസ്സിലായോ? താങ്കളുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഭയം അങ്കുരിപ്പിക്കുന്ന സ്കോളേഴ്സിന്റെ ടെക്സ്റ്റേ താങ്കൾ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് താങ്കളുടെ കുഴപ്പം. എനിക്ക് ശിജുമോൻ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ അലനോട് ഒരു സെക്കൻഡ് ബ്രദറെ, ഇപ്പൊ തരാം, കുറച്ച് നേരത്തേക്ക് അത് പറഞ്ഞുതരാം, അതിപ്പോ പറഞ്ഞുതരാം. അലൻ കണ്ട അമീർക്ക, അതാണ് അമേരിക്ക എന്നുണ്ടല്ലോ. അതായത് അലൻ പറഞ്ഞു വന്നത്, അവിടെ ഈ പറയപ്പെടുന്ന നമ്മുടെ കൊളംബസിന്റെ കൂടെ ഏതോ ഒരു മുസ്ലിം ഒരു നാവികനെ കൊണ്ടാണ്, എന്തോ ഒരു വിവരക്കേട. അലന് മേളിൽ ചരിത്രത്തെ ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, വ്യഭിചരിക്കരുത്. കൊളംബസിന്റെ ക്രൂവിന്റെ മേളിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവനെ കയ്യില് വേദനയൊന്നും ഇല്ലെങ്കിൽ ആ ലിസ്റ്റിനകത്തോട്ട് കയറി ചെന്നിട്ട് ഏതെങ്കിലും ഒരു മുസൽമാന്റെ പേരൊന്ന് പറഞ്ഞാലനെ മേളിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് നെസൻ ബ്രദർ, അലനെ ചരിത്രത്തെ ഇങ്ങനെ വ്യഭിചരിക്കരുത്. താങ്കൾ ഇങ്ങനെ അങ്ങ് വ്യഭിചരിക്കരുത്, കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. അങ്ങനല്ല വ്യഭിചരിച്ച് ചരിത്രത്തെ. തിന്നവനും കുടിച്ചവനും ഒക്കെ അങ്ങനൊക്കെ പോകത്തുള്ളൂ ജെയ്സേ. പിന്നെ ഒരു മിനിറ്റ് ജെയ്സ് ബ്രദർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗഫൂർക്ക എന്ന് കേട്ടിട്ടുണ്ടോ? ഗഫൂർക്ക ദോസ്ത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ എല്ലാ രാജ്യത്തോട്ടും ഇത് കൊളംബസ് അമീർക്ക ദോസ്തായിരുന്നു. അമേരിക്കയിലോട്ട് പോയ ആദ്യത്തെ ഉരുവാണ് അമീർക്കയുടെ കപ്പൽ. അതിലാണ് കൊളംബസ് അവിടെ ചെന്ന് എത്തിയത്. ഇപ്പം നമുക്കറിയാം മലയാളിക്ക് ഗഫൂർക്ക. അതല്ല, അമേരിക്ക എന്നല്ലായിരുന്നു പേര് അമേരിക്കയുടെ. പുള്ളി അവിടെ ചെന്നപ്പോഴത്തേനും മാറ്റി. അതേ കണക്ക് തന്നെ അലൻ ഈ പച്ചക്കറിക്കകത്ത് കുറെ ഇക്ക ഉണ്ട്, വെണ്ടയ്ക്ക, ചൊരയ്ക്ക, പീച്ചിങ്ങ എന്നൊക്കെ. അതിന്റെ ഈ വരുന്ന ലാസ്റ്റ് ഇക്ക വരുന്നത് മുഴുവനും മുസ്ലിങ്ങളുടെ സംഭാവനയാണ് കേട്ടോ. മുരിങ്ങക്ക, ഞാനൊന്ന് പീച്ചിങ്ങ. അതായത് എനിക്ക് അലനോട് വീണ്ടും പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. എനിക്ക് അലനോട് പറയാനുള്ളത്, ചരിത്രത്തെ ഇങ്ങനെ നടന്ന് വ്യഭിചരിക്കരുത്. ഒന്ന്. രണ്ട്, ചരിത്രത്തെ നിങ്ങൾ കൂട്ടിക്കൊടുക്കരുത്, മാമാപ്പണി ചെയ്യരുത്. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് മാമാപ്പണി നിങ്ങൾ ചെയ്യരുത്. ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇനി എന്ത് കിഴങ്ങ് പറഞ്ഞെന്ന് പറഞ്ഞാലും, നിങ്ങൾ റൂം ഇട്ടങ്ങ് ഞങ്ങളെ അങ്ങ് എക്സ്പോസ് ചെയ്യാൻ പറഞ്ഞ് നടന്നെന്ന് പറഞ്ഞാലും അലനെ വെറുതെ ഇരുന്ന് തേയത്തേ ഉള്ളൂ. വെറുതെ നിങ്ങൾ ഇരുന്ന് തേയും. നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ കൂടുതൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ ആ ജിഹാദികൾ നിങ്ങൾക്ക് ഇങ്ങനെ തടവി തരുമായിരിക്കും. പക്ഷെ അലനെ, നിന്നെ പോലെ ഉള്ള അത് ഞാൻ തടവി തരാൻ വരുന്നില്ല.